السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. صدق الله مولانا العلي العظيم. സമാദരണീയരായ നമ്മുടെ ഈ മഹനീയ ചടങ്ങിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന അബ്ദുറസാഖ് ഹാജി അവർകളെ, അനുഗ്രഹീതമായി ഈ വേദിയെ ധന്യമാക്കുന്ന ബഹുമാനപ്പെട്ട KT അബ്ദുള്ള ഫൈലി, ബഹുമാന്യനായ KC അബൂബക്കർ ബാഖവി, ഇവിടെ വന്നുപോയ ബഹുമാന്യനായ TKC അബ്ദുൽ ഖാദർ ഹാജി, ഡോക്ടർ മുഹമ്മദ് അലി സാഹിബ്, MKM മൊയ്തീൻ സാഹിബ്, ഉസ്മാൻ പാണ്ഡ്യാല, KMC ഇബ്രാഹിം, MT ഷഫീഖ്, VK അബ്ദുൽ ഖാദർ ഹാജി, TK സലാമാഷ്, ഷെരീഫ് ഹാജി, MKM മുഹമ്മദ് കുഞ്ഞി, ബഹുമാനപ്പെട്ട മുഹമ്മദ് സായദി തുടങ്ങി നമ്മുടെ വേദിയിൽ ആസനസ്ഥരായുള്ള ബഹുമാനപ്പെട്ട തങ്ങൾ, ഇതിന്റെ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട തങ്ങളവർകൾ, ഈ മഹത്തായ ചടങ്ങ് സംഘടിപ്പിച്ച ഈ പ്രദേശത്തെ പ്രിയപ്പെട്ട സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ കർമ്മോത്സുകരായ നേതാക്കൾ, പ്രവർത്തകർ, അവരോട് സഹകരിച്ചുകൊണ്ട് ഈ മജ്ലിസിൽ ഒത്തുകൂടിയ പ്രിയപ്പെട്ട പണ്ഡിത വിദ്യാർത്ഥികൾ, യുവാക്കൾ, വിശിഷ്യ കാരണവന്മാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ അവൻ പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഇത് സംഘടിപ്പിച്ചവർക്കും സംഘടിച്ചവർക്കും നീ ഖൈർ നൽകണേ തമ്പുരാൻ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, ഗുരുനാഥന്മാർ, മാതാപിതാക്കൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരും, പ്രത്യേകിച്ച് ഗുരുനാഥന്മാരെ എല്ലാവരെയും സ്വർഗത്തിൽ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാൻ. രോഗങ്ങൾ കൊണ്ടും വിഷമങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടുമൊക്കെ ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ ഈ സദസ്സിലുണ്ടായിരിക്കും. അർഹമുർ-റാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും ശാരീരിക മാനസിക വിഷമങ്ങൾ പരിഹരിച്ചു കൊടുക്കുമാറാവട്ടെ. ദീനി ഖാദിമീങ്ങളായി അല്ലാഹുവേ ഞങ്ങളെ നീ അംഗീകരിക്കണേ തമ്പുരാൻ. പ്രിയമുള്ളവരെ, മഹാന്മാരായ പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിശദീകരണവും അതോടനുബന്ധിച്ചുകൊണ്ട് നമ്മുടെ മജ്ലിസുൻ നൂറുമാണ് ഈ വേദിയിൽ നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദരിമാരോടും വളരെ നല്ല രീതിയിൽ എനിക്ക് ആമുഖമായി അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മൾ ഇപ്പറയുന്ന വിഷയം വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കി തെറ്റിദ്ധാരണകൾ പൂർണ്ണമായി അകറ്റി വസ്തുത എന്താണെന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു മജ്ലിസായിട്ടാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാർ കെട്ടിപ്പടുത്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന് ബഹുജന മധ്യത്തിൽ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ട് എന്ന് അടിസ്ഥാനപരമായ കാര്യകാരണങ്ങൾ വെച്ചുകൊണ്ട് മാത്രം എന്റെ മുമ്പിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, സഹോദരികൾക്ക് മുമ്പിൽ വിശദീകരിക്കൽ മാത്രമാണ് എന്റെ കടമ. ഈ കേരളക്കരയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ നേരത്തെ തന്നെ നമുക്ക് ലഭ്യമായി എന്നതാണ്. വിശുദ്ധ ദീനുൽ ഇസ്ലാം സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ പ്രചരിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല.
അന്ന് ഇവിടെ ദീൻ പ്രചരിപ്പിക്കാൻ കടന്നു വന്ന ആളുകൾ എന്താണോ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് അതനുസരിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾ ആചാരങ്ങളും ക്രമങ്ങളും എല്ലാം രൂപപ്പെടുത്തിക്കൊണ്ട് നല്ല നിലയിൽ മുന്നോട്ട് പോയി. ദീൻ എന്താണെന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവർ ആദ്യം ചെയ്തത് പള്ളി നിർമ്മിച്ചു. ആ പള്ളികൾ നിർമ്മിച്ചുകൊണ്ട് പള്ളികളിൽ കാദിമാരെ നിയമിച്ചു. ആ കാദിമാർ പറഞ്ഞു കൊടുത്തതനുസരിച്ചുകൊണ്ട് അവർ ദീൻ എന്തെന്ന് പഠിച്ചു പകർത്തി. ഒരഭിപ്രായ വ്യത്യാസവും അന്നത്തെ മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ദീൻ ശരിക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ മഖ്ദൂമികൾ വന്നു. മഖ്ദൂമികളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് പള്ളി ദർസിലൂടെ ദീൻ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കലാണ്. ഇവിടെ രണ്ട് ബഹുമാനപ്പെട്ട മുദരിസുമാർ ഇരിപ്പുണ്ട്. ആ രണ്ട് മഹത്തുക്കളെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അബ്ദുള്ള വൈസിയും അതുപോലെ തന്നെ ബാക്കവി, അതുപോലത്തെ പണ്ഡിതന്മാർ വേറെയും ഈ മജ്ലിസിലുണ്ട്. ഈ സദസ്സിൽ ഒരുപാട് കുട്ടികളുണ്ട്. ഈ ദീൻ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരും ദീൻ പഠിക്കുന്ന കുട്ടികളും അത് ശരിക്കും മഖ്ദൂമി പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിലൂടെ കേരളം വളർന്നപ്പോഴാണ് നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മതബോധമുള്ള ഒരു പ്രദേശമായി മാറിയത് എന്ന് ചരിത്രം പറയും. പള്ളി ദർസാണ് ശരിക്കും നമുക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പാഠം പകർന്നത്. ആ പള്ളി ദർസിലൂടെയാണ് ദീൻ എന്തെന്ന് ഈ ജനങ്ങൾ പഠിച്ചത്. അതുകൊണ്ടാണ് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ച ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുവാൻ കഴിയും ഇൽമിന്റെ അസാസ് കിടക്കുന്നത് പള്ളി ദർസിലാണ്. നമ്മളൊക്കെ പള്ളി ദർസിനെ സ്നേഹിച്ചു, കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു, ഉസ്താദുമാരെ ബഹുമാനിച്ചു, ദർസ് വളർത്തി. ദർസ് എത്ര വളരുന്നോ അത്രത്തോളം ദീന് വളരും. അതാണ് കേരളം പഠിപ്പിച്ച ഏറ്റവും വലിയൊരു പാഠം. ഇന്നതിന്റെ പുതിയ രൂപമാണ് അറബി കോളേജുകൾ. ഇൽമ് പഠിപ്പിക്കുന്ന കേന്ദ്രം ഏതാവട്ടെ അതുകൊണ്ട് മാത്രമേ ജനങ്ങൾക്ക് വിജയമുണ്ടാകൂ എന്നാണ് അതിന്റെ തെളിവ്. അതാണ് മഹാന്മാർ പറഞ്ഞത്, വഅസാസു ഇൽമിദ്ദീനി ദർസു മസാജിദി മിൻഹു തഖദ്ദുമു വന്നമാ വതമാമു ഫീഹി ഇത്തിബാഉ സ്വഹബി അഹ്ലി സുഫ്ഫതി വതിബാഉ മഖ്ദൂമിനഹും അഅലാമു. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അസാസ് എന്ന് പറയുന്ന അസാസു ഇൽമിദ്ദീനി ദർസു മസാജിദി, പള്ളികളിലുള്ള ദർസുകളാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മുഴുവൻ അടിത്തറയും. ഈ അടിത്തറ മുഴുവൻ പാകപ്പെടുത്തി എടുത്ത മഹാന്മാരായ പണ്ഡിതന്മാർ അതുവഴി ഈ ഉമ്മത്തിന് നൽകിയത് എന്തൊക്കെയാണ്? മിൻഹു തഖദ്ദുമു വന്നമാ വതമാമു. മിൻഹു തഖദ്ദുമു, പള്ളി ദർസിൽ നിന്നാണ് ഈ ഉമ്മത്തിന് പുരോഗതി വന്നത്. നമ്മുടെ മുന്നേറ്റം മുഴുവൻ ഉണ്ടായത്, തഖദ്ദുമു മുഴുവൻ കിടക്കുന്നത് പള്ളി ദർസിൽ നിന്ന് ഇൽമു പഠിച്ചപ്പോഴാണ്. വന്നമാ, സമൂഹത്തിന്റെ വളർച്ചയും വതമാം, ഒരു പരിപൂർണ മുഅ്മിനായി നമുക്ക് ജീവിക്കാനുള്ള ഇൽമു പകർന്നു തന്നതും ഈ പണ്ഡിതന്മാരാണ്. ആ ദർസിന്റെ പാരമ്പര്യം കേരളത്തോളം ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് തന്നെ മികച്ചു നിൽക്കുന്ന ഒരു പ്രദേശമായി നമ്മുടെ കേരളം മാറി. അതിന് പണിയെടുത്ത പ്രവർത്തിച്ച ഇൽമു പഠിച്ച ഒരുപാട് പണ്ഡിതന്മാർ അവരെവിടുന്നാ ഇത് പകർത്തിയത്? ഫീഹി ഇത്തിബാഉ സ്വഹബി അഹ്ലി സുഫ്ഫതി, അള്ളാഹുവിന്റെ ഹബീബാകുന്ന മുത്തുനബി തങ്ങൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പരിശുദ്ധമായ മസ്ജിദുൻ നബവിക്ക് പുറകിൽ ഒരു തറ കെട്ടിയതിന്മേൽ ഈത്തപ്പന ഓല കൊണ്ട് പന്തലിട്ടുകൊണ്ട് തന്റെ ദർസിൽ പഠിക്കാൻ വന്ന പാവപ്പെട്ട കുട്ടികളെ ഇരുത്തിക്കൊണ്ട് പഠിപ്പിച്ചു. ആ തറക്ക് സുഫത്ത് എന്നും അവിടെ പഠിച്ചവർക്ക് അഹ്ലു സുഫ എന്നും പേർ. ഇന്നും നിങ്ങൾ മസ്ജിദുൻ നബവി സന്ദർശിക്കുമ്പോൾ പള്ളിയിൽ റൗദാ ഷരീഫിന്റെ പുറകിലായൊരു തറ മനോഹരമായി കെട്ടിപ്പൊക്കി കാണും. അതിനാണ് ശരിക്കും അഹ്ലു സുഫ, സുഫത്തിന്റെ തറ എന്ന് പറയുന്നത്. അവിടെ ഇരുന്നവരാണ് അഹ്ലു സുഫത്ത്, ലോകത്തെ ആദ്യത്തെ മുതഅല്ലിമീങ്ങൾ ഈ ഉമ്മത്തിന്റെ. അതാണ് ഫീഹി ഇത്തിബാഉ സ്വഹബി അഹ്ലി സുഫത്തി വതിബാഉ മഖ്ദൂമിനഹും അഅലാമു. മഖ്ദൂമികൾ ആ പാരമ്പര്യമാണ് ശരിക്കും പഠിച്ചു പകർത്തിയിട്ട് കേരളത്തിലേക്ക് പറിച്ചു നട്ടത്. ഒന്നാമത്തെ മഖ്ദൂം എന്ന് പറയുന്ന മഹാൻ ഷെയ്ഖ് സക്കരിയ അൻസാരി തങ്ങളുടെ ശിഷ്യനാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈജിപ്തിൽ പോകുന്നുവെങ്കിൽ ഈജിപ്തിന്റെ മണ്ണിൽ നിങ്ങൾ ചെന്നാൽ കെയ്റോ നഗരത്തിലുള്ള ഒരു പള്ളി മസ്ജിദ് ഇമാം ഷാഫി, ഞാൻ ആ പള്ളിയിൽ സന്ദർശിച്ചിട്ടുണ്ട്. മസ്ജിദ് ഇമാം ഷാഫിയിൽ ഇമാം ഷാഫി തങ്ങളെ ഖബറിന്റെ അടുത്തേക്ക് പോകുമ്പോ പള്ളിയിൽ വലതുവശത്ത് ആദ്യം കാണുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിൽ ദീൻ പഠിപ്പിച്ച മഖ്ദൂം ഒന്നാമന്റെ ഉസ്താദ് സക്കരിയ അൻസാരി തങ്ങളെ ഖബറാണ്. വലിയ വലിയ മഹാന്മാരെ ഖബറൊക്കെ അവിടെ ചുറ്റുവട്ടത്തുള്ളത്. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതുപോലെ പ്രഗത്ഭരായ പല പണ്ഡിതന്മാർ ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ ഇമാം ഷാഫി തങ്ങളെ ഖബറിന്റെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്താണ് കിടന്നുറങ്ങുന്നത്.
വലിയ വലിയ മഹത്തുക്കളെ ഖബറൊക്കെ അവിടെ സന്ദർശിക്കാൻ അവസരം കിട്ടുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് പോയി നോക്കണം. ഈജിപ്തിന്റെ മണ്ണിൽ ഞാൻ അവിടെ സന്ദർശിച്ചപ്പോൾ എനിക്കതിന്റെ അത്ഭുതം. ഇന്നും ആ മഖബറയൊക്കെ ശരിക്കിങ്ങനെ നല്ല മനോഹരമായി പട്ടുവിരിച്ച് ആളുകൾക്ക് സിയാറത്ത് ചെയ്യാൻ സൗകര്യപ്പെടുത്തിക്കൊണ്ട് ധാരാളം ആളുകൾ അവിടെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അവരുടെയൊക്കെ അക്കബർക്കത്ത് കൊണ്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വലിയ ആലിമീങ്ങളാണല്ലോ. ആ മഹത്തുക്കൾ പഠിപ്പിച്ചു കൊടുത്ത ഇൽമ പഠിച്ച് ഇവിടെ വന്ന ബഹുമാനപ്പെട്ട മഖ്ദൂം ഒന്നാമൻ പള്ളി ദർസ് സ്ഥാപിച്ചു. ആ പള്ളി ദർസിലൂടെയാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ദീൻ എന്തെന്ന് പറഞ്ഞു കൊടുത്തത്. അദ്ദേഹത്തിന്റെ പൗത്രൻ ചോമ്പാൽ കുഞ്ഞിപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊടുത്ത മഖ്ദൂം രണ്ടാമൻ എന്ന് പറയുന്ന ഷെയ്ഖ് അഹമ്മദ് സൈനുദ്ദീൻ എന്ന മഹാപണ്ഡിതൻ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ദീൻ ഒന്നുകൂടി വൃത്തിയായി പഠിപ്പിക്കാൻ ദർസ് വിപുലീകരിച്ചു. അദ്ദേഹത്തിന്റെ ഉസ്താദ് ഇബ്നു ഹജർ അഹിത്തമി തങ്ങളാണ്. രണ്ട് വലിയ മഹത്തുക്കളുടെ ശിഷ്യന്മാരാ കേരളത്തിൽ ദീൻ പഠിപ്പിച്ചത്. ആ ദീനാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഏറ്റുപിടിച്ചു കൊണ്ടു നടന്നത്. ആ ദീൻ കേരളത്തിൽ പ്രചരിച്ച സന്ദർഭത്തിൽ, അവർ ദീൻ പഠിപ്പിച്ച സന്ദർഭത്തിൽ ഒരുപാട് പണ്ഡിതന്മാരോട് പള്ളി ദർസിൽ പഠിച്ചു. ആ പണ്ഡിതന്മാർ നാടിന്റെ നാനാഭാഗത്തും ഇസ്ലാമിക പ്രബോധനം നടത്തി. ആ പ്രബോധനം നിർവഹിച്ച പണ്ഡിതന്മാർ എന്താണോ പഠിപ്പിച്ചു കൊടുത്തത് അതായിരുന്നു നമ്മുടെ സമൂഹത്തിന്റെ ദീൻ. ഒരഭിപ്രായ വ്യത്യാസവും അന്ന് അവർക്കുണ്ടായിരുന്നില്ല. അവര് മൗലിദ് ഓതിയിരുന്നു, അവര് ഹദ്ദാദ് റാത്തീബ് നടത്തിയിരുന്നു, അവര് മരിച്ച വീട്ടിൽ പരിശുദ്ധ ഖുർആൻ ഓതിയിരുന്നു, അവര് റബീഉൽ അവ്വൽ വന്നപ്പോൾ നബിദിനാഘോഷം ഭംഗിയായി സംഘടിപ്പിച്ചിരുന്നു. മഖ്ദൂം തന്നെ നല്ല ഒരു മൗലിദിന്റെ ഗ്രന്ഥം എഴുതി സമൂഹത്തിന് ഓതാൻ കൊടുത്തിരുന്നു. ആ കാലഘട്ടത്തിൽ ആണ്ട് നേർച്ചകൾ ഭംഗിയായി നടത്താറുണ്ടായിരുന്നു, ഉറൂസ് മുബാറക്കുകൾ സംഘടിപ്പിച്ചിരുന്നു. ഈ ഉമ്മത്തിന് യാതൊരു തരത്തിലും അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമോ അസാംഗത്യമോ കണ്ടില്ല. 300 കൊല്ലം മഖ്ദൂം മരണപ്പെട്ട രണ്ടാമത്തെ മഖ്ദൂം ഹിജ്റ 991 മരിക്കുന്നത്. ഹിജ്റ 991 രണ്ടാമത്തെ മഖ്ദൂം മരിച്ചതിന്റെ ശേഷം 300 കൊല്ലം ഈ കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഒരു അഭിപ്രായ വ്യത്യാസവും എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ആചാരത്തിലോ അനുഷ്ഠാനത്തിലോ കേരളത്തിലെ മുസ്ലിമീങ്ങൾ തമ്മിൽ തല്ലിയിട്ടില്ല. 300 കൊല്ലം എന്ന് പറയുമ്പോൾ 3 നൂറ്റാണ്ട് ചെറിയ കാലമാണോ? മഖ്ദൂം രണ്ടാമന്റെ മരണശേഷം 3 നൂറ്റാണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. യാതൊരു ഭിന്നതയില്ലായിട്ടില്ല. ഒരു രേഖ കൊണ്ടുവരട്ടെ. അന്നൊക്കെ അവർ ആണ്ട് നേർച്ച കഴിച്ചു. അവര് വെള്ളിയാഴ്ച സകല പള്ളിയിലും ഖുത്ബ അറബി ഭാഷയിൽ ഓതി. ഒരു അഭിപ്രായ വ്യത്യാസവും എവിടെയില്ല. മാലിക് ഇബ്നു ദീനാറും സംഘവും വന്നുണ്ടാക്കി ഒരു പള്ളിയിലും ഇന്നും ഖുത്ബ ഭാഷാന്തരം ചെയ്തിട്ടില്ലല്ലോ. ആ ഒരു പള്ളിയിലും ഇന്നും പെണ്ണ് ജുമഅത്ത് പോകുന്ന സ്വഭാവമില്ലല്ലോ. അതാണ് നമ്മുടെ പരമ്പരാഗത ദീൻ. ആ പരമ്പരാഗത ദീൻ കൊണ്ടു നടന്നവരാണ് നമ്മുടെ പൂർവികൻ. അന്ന മദാർ ദീൻ, ദീനിന്റെ മദാർ എന്താ? അലൽ ഇത്തിബാഅ്. അത് ഇത്തിബാഅ്. പൂർവികർ എന്ത് ചെയ്തു അത് അതുപോലെ പകർത്തുക. മുമ്പുള്ളവർ എന്ത് ചെയ്തു അത് അതുപോലെ മുറുകെ പിടിക്കുക. നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പ്രവൃത്തി അതാണ്. അതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ കേരളീയ മുസ്ലിം ഉമ്മത്തിൽ ഹിജ്റ 991 രണ്ടാമത്തെ മഖ്ദൂം മരിച്ചു എന്ന് പറഞ്ഞാൽ ആ കൊല്ലം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. എന്താണ് അതിന്റെ അർത്ഥം? ആ കാലഘട്ടത്തിൽ തന്നെ ശരിക്ക് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ദീൻ പഠിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ദർസ് നടത്താൻ പറ്റിയ മുദരിസുമാരും ഇൽമ പഠിക്കുന്ന ആളുകളും സാധാരണക്കാരും അന്ന് വളർന്നു വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹിജ്റ 991 കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഹിജ്റ 1111 ബഹുമാന്യനായ മഖ്ദൂമിന്റെ ചിന്തയെ എതിർക്കുന്ന, പൂർവീക ചിന്തകളെ എതിർക്കുന്ന ഇബ്നു അബ്ദുൽ വഹാബിന്റെ ജനനം. ഹിജ്റ 991 ഒന്നാമത്തെ രണ്ടാം മഖ്ദൂം മരിച്ചു എന്ന് പറയുമ്പോൾ ചിന്തിക്കണം. ഹിജ്റ 1111 മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ജനനം. ഹിജ്റ 1111. അതിനുശേഷമാണ് ആ ചിന്ത കേരളത്തിലേക്ക് വരുന്നത്. ആ ചിന്ത ഇവിടെ വരുമ്പോൾ തന്നെ ദീൻ ഇവിടെ പൂർണ്ണമാണ്. ആ ചിന്ത ഇവിടെ കടന്നു വന്നപ്പോഴാണ് ആ ചിന്ത ഇവിടെ പ്രചരിപ്പിക്കാൻ കാരണക്കാരായത് 3 ആളുകളാണ്. ആ ചിന്ത ലോകത്ത് ഏറ്റുപിടിച്ചത് ഒന്ന് ജമാലുദ്ദീൻ അഫ്ഗാനി, പിന്നെ മുഹമ്മദ് അബ്ദു, പിന്നെ റഷീദ് റിള. ഈ 3 പേരിലൂടെ ഈ ചിന്ത ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രചരിച്ചു. അതിൽപ്പെട്ട ചിന്ത ഇവിടെ പ്രചരിപ്പിച്ചപ്പോ ഈ ചിന്ത ഏറ്റുപിടിച്ച ആളുകളാണ് നമ്മുടെ നാട്ടിൽ തർക്കം തുടങ്ങിയത്. മൗലിദ് ഓതാൻ പാടില്ല, പരിശുദ്ധ റബീഉൽ അവ്വൽ ആഘോഷിക്കാൻ പാടില്ല, മരിച്ച വീട്ടിൽ ഒരിക്കലും ഖുർആൻ ഓതിക്കൂടാ, വെള്ളിയാഴ്ച പള്ളിയിൽ ഖുത്ബ ഭാഷാന്തരം ചെയ്യണം, തറാവീഹ് 20 റക്അത്ത് വേണ്ട. നമ്മുടെ സമൂഹത്തിൽ പുതിയ പുതിയ ചിന്തകൾ കടന്നു വന്നു. ഈ രീതിയിൽ നമ്മുടെ ഉമ്മത്തിൽ പുതിയ പുതിയ ചിന്തകൾ കടന്നു വന്നപ്പോ ഈ അപകടത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കൽ ആവശ്യമായി. ആലിമികൾ രംഗത്ത് വന്നു, ജനങ്ങൾക്ക് സത്യം പറഞ്ഞു കൊടുത്തു. അവര് നമ്മുടെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് പുതിയ പുതിയ വിഷയങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇട്ടുകൊടുത്തോട്ടെ. ആദ്യമേ ഒരു പ്രദേശത്ത് ഈ വിദഗ്ധ തുടങ്ങൽ അങ്ങനെയാണ്. എന്താണ് ഇപ്പൊ വെള്ളിയാഴ്ച പള്ളിയിൽ നമ്മളൊക്കെ പോയിരിക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ കേട്ടിരുന്നിട്ട് എന്താ കാര്യം? ഒരാളൊരു ഏടും കൊണ്ട് കയറിയിട്ട് അയാൾ കുറച്ച് അറബി വായിക്കും, എന്ത് കിട്ടും? നേരെ മറിച്ച് കുറച്ച് മലയാള പ്രസംഗം നടത്തിയാൽ എന്ത് മനോഹരമായിട്ട് നമുക്കത് വായിക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും. അങ്ങനെ ചോദിക്കുമ്പോൾ കേട്ടിരിക്കുന്ന കുട്ടികൾപ്പെട്ട ചിലർ ഈ പ്രസംഗം കേൾക്കുമ്പോൾ പറയും, ആ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ,
നമ്മുടെ കുട്ടികൾക്ക് ആകെ ഒരു കുഴപ്പമുള്ള ഒരാൾ പ്രസംഗിച്ചു പോയാൽ അവിടെ പ്രസംഗിക്കുമ്പോൾ നോക്കിയിരിക്കും. അപ്പറഞ്ഞതിന് കുറച്ച് കാര്യമുണ്ട് എന്ന് പറയും. നമ്മളെ ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് കാര്യം തിരിക്കും. അതാ വലിയ കുഴപ്പം. വളരെ പെട്ടെന്ന് കാര്യം തിരിക്കും. ഏറ്റവും വലിയൊരു അപകടം. എന്നാ ഒരു കാര്യത്തിലും അവർ കൊള്ളൂല്ല. അപ്രസംഗിച്ചതിലും കാര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഏറ്റുപിടിക്കും. സത്യത്തിൽ ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ ഒരാൾ ചെന്നിട്ട് ജുമഅത്ത് കൂടുമ്പോ അവിടെ കേട്ട് പഠിക്കേണ്ടത് മാത്രമല്ലല്ലോ ദീൻ. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ഖുത്ബ ഭാഷാന്തരം ചെയ്യാൻ പാടില്ല എന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചാൽ അങ്ങനെ തന്നെ നിർത്തുന്നത്. എന്താ കാരണം? അത് ഇബാദത്താണ്. ഇബാദത്തിന്റെ ഒരു ഭാഷയുണ്ടാവും. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ കാലഘട്ടത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്തെ ഒന്നും ചെയ്യണം അടുപ്പിച്ചതിന്റെ ശബ്ദം ഉണ്ടാവും. കഥ അങ്ങനെ മൈക്കര് പറഞ്ഞ് നിങ്ങളെ കണ്ട ഞാൻ നോക്കിക്കോളാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഒരു ചിന്തയുണ്ടല്ലോ. ആ ചിന്തയനുസരിച്ചുകൊണ്ട് ഈ സമൂഹത്തെ നേർവഴിക്കാൻ നയിച്ചു കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഈ ചിന്ത കൊണ്ടുവരുന്ന ആളുകൾ സമൂഹത്തോട് പറയുന്നതും ഇതും തമ്മിലുള്ള വ്യത്യാസമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ 1-2 ഉദാഹരണം പറയുന്നത്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, വെള്ളിയാഴ്ച പള്ളിയിൽ നടക്കുന്നത് ആരാധനയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഉ ഇലാ ദിക്രില്ല. അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ പോകണമെന്നാണ്. ഖുത്ബ കേൾക്കാൻ പോകണമെന്ന് പറഞ്ഞില്ല. പള്ളിയിൽ വെള്ളിയാഴ്ച നടക്കുന്ന ദിക്ർ എന്ന് പറയുന്നത് ഈ ദിക്ർ ഏതാ? അത് ഖുത്ബയാണ്. അതിന്റെ തഫ്സീറിലുണ്ട്. ഈ ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഖുത്ബയാണ്. ഫസ്ഉ ഇലാ ദിക്രില്ല. നിങ്ങൾ ദിക്ർ കേൾക്കുന്നതിന് വേണ്ടി പോകണം. അപ്പൊ ദിക്ർ കേൾക്കുന്നതിന് വേണ്ടി പോകണം എന്നാണ് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത്. അപ്പൊ ഖുത്ബക്ക് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പദം ദിക്ർ എന്നാണ്, ഖുത്ബ എന്നല്ല. ഇനി അതേ പ്രയോഗം തന്നെ ഹദീസിൽ വന്നപ്പോ രണ്ടും ഉറപ്പായില്ലേ? അള്ളാഹുവിന്റെ തിരുദൂതരാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം സമാഗതമായാൽ പള്ളിക്ക് മുമ്പിൽ മലക്കുകൾ ഇങ്ങനെ അണിയണിയായിട്ട് നിൽക്കും. ഫയത്തുബൂനൽ അവ്വല ഫല്ലവ്വല. ജുമഅക്ക് ആദ്യം വരുന്ന ആളുകളെ അവർ രേഖപ്പെടുത്തി വെക്കും. എന്നിട്ടോ ഇമാമ് മിമ്പറിലേക്ക് പ്രവേശിക്കാൻ അയാൾ പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തവൗ സ്വഫഹു, ഈ മലക്കുകൾ തങ്ങളുടെ കടലാസ് എഴുതി വെക്കുന്ന റെക്കോർഡ് പൂട്ടും. എന്നിട്ടോ ചുരുട്ടി വെക്കും. ഫയസ്തമിഉന ദിക്റ. അവർ ദിക്ർ കേൾക്കാനേ, ഖുത്ബ കേൾക്കാനല്ല, ദിക്ർ. അപ്പൊ അല്ലാഹുവും പരിശുദ്ധ പ്രവാചകരും ഖുത്ബക്കിട്ട പേര് ദിക്ർ എന്നാണ്. അത് 2 റക്അത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്ത് എല്ലാ ദിവസവും നമ്മൾ നിസ്കരിക്കുന്നത് 4 റക്അത്ത് ളുഹ്ർ, വെള്ളിയാഴ്ച 2 മതി. അൽ ഖുത്ബത്തു തഖൂമു മഖാമ റക്അത്തൈനി മിനൽ ഫർള. 2 റക്അത്ത് ഫർദിന്റെ സ്ഥാനത്ത് 2 ഖുത്ബയാണ്. നിസ്കാരം പരിഭാഷപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ ഖുത്ബയും പരിഭാഷപ്പെടുത്താൻ പറ്റൂല. കാരണം വെള്ളിയാഴ്ച നടക്കുന്ന ഖുത്ബക്ക് ചില പ്രത്യേകത. ഉദാഹരണം, ഞാനിപ്പോ ഇവിടെ പ്രസംഗിക്കാൻ ഒരു നിബന്ധനയില്ല. ഇത് വെള്ളിയാഴ്ച പള്ളിയിലാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ഒന്നാമത് എനിക്ക് ഉദൂവാണ്, രണ്ടാമത് ഹംദ് വേണം, സ്വലാത്ത് വേണം, ആയത്ത് വേണം, മുഅ്മിനീങ്ങൾക്ക് ദുആ വേണം, ഇതൊക്കെ വേണം. ഏറ്റവും ചുരുങ്ങിയത് ഏത് സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, വെള്ളിയാഴ്ച ഖുത്ബ ഓതുമ്പോൾ ഒന്ന് ഇരുന്നിട്ട് രണ്ടാമത്തെ ഖുത്ബ വേറെ ഓതാം. എന്താ? ഖതീബ് ക്ഷീണിച്ച് വയസ്സനായതുകൊണ്ടാ? എന്നാ പിന്നെ യുവാവായ ഖതീബിനെ വെച്ചാൽ ഒറ്റയ്ക്ക് രണ്ടുപേർ തീർക്കാൻ പറ്റുമോ? നടക്കൂല. എന്താ കാരണം? അതൊന്ന് ഇരുന്നിട്ട് രണ്ടാമതൊരു ഖുത്ബ വേറെ തന്നെ വേണം. ഞാനിവിടെ 2 ഖുത്ബ നിർവഹിക്കേണ്ട കാര്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പ്രസംഗിച്ചു പോയാൽ മതി. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച പള്ളിയിൽ നടക്കുന്ന ഖുത്ബ അറബി ഭാഷയിലായിരിക്കണമെന്ന് ഇസ്ലാമിന്റെ താല്പര്യമാണ്. ലിത്തിബാഇ സലഫി വൽ ഖലഫ്. ചുരുക്കി പറഞ്ഞാൽ പൂർവ്വകാല മഹത്തുക്കൾ ചെയ്ത പ്രവർത്തനം അങ്ങനെയാണ്. അംർ ബിൻ ആസ് റളിയല്ലാഹു തആല ഈജിപ്തിൽ ചെന്നു. അദ്ദേഹം അവിടെ നിർമ്മിച്ച പള്ളിയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ പള്ളി, മസ്ജിദ് അംർ ബിൻ ആസ്. ആ പള്ളിയിൽ പോലും ഖുത്ബ അവിടുത്തെ കിബ്തി ഭാഷയിൽ ഓതിയിട്ടില്ല. അവിടെ ഒരു ഭാഷ ഉണ്ടായിരുന്നു. പേർഷ്യക്കാര് പേർഷ്യയിൽ പള്ളി ഉണ്ടാക്കുമ്പോൾ പേർഷ്യൻ ഭാഷയിൽ ഖുത്ബ ഓതിയ ഒരു രേഖയില്ല. മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല സംഘവും കൊടുങ്ങല്ലൂരിൽ ആദ്യത്തെ പള്ളി ഉണ്ടാക്കുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യനെ ഇവിടുന്ന് അവർ ദീൻ പഠിപ്പിച്ച് മലയാളത്തിൽ ഖുത്ബ ഓതിയാൽ എത്ര പേർക്ക് വേഗം മനസ്സിലാവും? ചെയ്തില്ലല്ലോ. ഇത് ചെയ്യാതിരുന്നത്? അങ്ങനെ എളുപ്പപ്പണി നോക്കേണ്ട പ്രവർത്തനമല്ലത്. അത് അള്ളാഹുവിന്റെ ദീനിന്റെ ആരാധനയാണ്. അതുകൊണ്ട് അത് ശരിയല്ല എന്ന് പണ്ഡിതന്മാർ സമൂഹത്തെ ശരിക്കങ്ങ് ബോധ്യപ്പെടുത്തിക്കൊണ്ടു. എന്നതുപോലെ തന്നെ സ്ത്രീകളുടെ വിഷയവും. സ്ത്രീകൾക്ക് തോന്നും പള്ളിയിൽ പോകണമെന്ന്. ഞങ്ങൾ ഇക്കണ്ട കാര്യങ്ങളിലൊക്കെ പുരുഷന്മാർക്ക് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ഇബാദത്തിന്റെ വിഷയത്തിൽ എന്തുകൊണ്ട് പള്ളിയിൽ പോയിക്കൂടാ? ഒരു പെണ്ണ് പള്ളിയിൽ പോകണ്ട എന്ന് പരിശുദ്ധ ദീൻ പറഞ്ഞിട്ടില്ല. ഒരു പെണ്ണിന് പള്ളിയിൽ പോകാൻ പാടില്ല എന്നെവിടെയും വിധിവിലക്കുമില്ല. പള്ളിയിൽ പോകാം, പക്ഷേ ജുമുഅക്കും ജമാഅത്തിനും പെണ്ണ് പള്ളിയിൽ വരേണ്ട കാര്യമില്ല. കാരണം അവർക്ക് കൂലി വീട്ടിന്റെ ഉള്ളിലാണ്. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. വീടാണ് സ്ത്രീകൾക്ക് ഉത്തമം എന്ന് പരിശുദ്ധ ദീൻ കൃത്യമായി പറഞ്ഞു.
ഉമ്മു ഹുമൈദ് എന്ന് പറയുന്ന പെണ്ണ് പരിശുദ്ധ ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചില്ലേ, അങ്ങയുടെ കൂടെ എനിക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ താല്പര്യമാണ്. പള്ളി ഏതാ? മസ്ജിദുൻ നബവി. ഇമാമാര അഷ്റഫുൽ ഖൽഖ് ത്വാഹ തങ്ങൾ. അപ്പൊ കൂലി കൂടും. ഈ പെണ്ണ് മോഹിച്ചു. പക്ഷേ നബി തങ്ങൾ അത് കേട്ടപ്പോ പറഞ്ഞു, ഈ പെണ്ണിനെ വിളിച്ചിട്ട് ബോധവൽക്കരിച്ചു, ലഖദ് അലിംതു അന്നകി തുഹിബ്ബീന സ്വലാത്ത മഈ. പെണ്ണ്, നിനക്ക് എന്റെ കൂടെ വന്ന് നിസ്കരിക്കണമെന്ന് മോഹന്റെ നിനക്ക് ബോധ്യായി. പക്ഷെ നിനക്ക് ഏറ്റവും നല്ലത് ഇവിടെ നിസ്കരിക്കുന്നതിനേക്കാൾ കൂലി നിന്റെ കൗമിന്റെ പള്ളി പോലെ. നിന്റെ ജനത മാത്രമേ അവിടെ ഉണ്ടാവും, എന്റെ നാട്ടുകാരും എന്റെ ആൾക്കാരും ഉണ്ടാവും. ഇത് പൊതുജനങ്ങൾ മുഴുവൻ വരുന്ന പള്ളിയാണ്. അതിനേക്കാളും നിനക്ക് കൂലി കിട്ടുക നിന്റെ വീട്ടിന്റെ കോലായിലാണ്. അവിടെ നിന്റെ വീട്ടുകാരെ ഉണ്ടാവും. അതിനേക്കാളും നിനക്ക് കൂലി കിട്ടുക നിന്റെ വീട്ടിന്റെ ഉള്ളിലാണ്. ഖൈറു മസാജിദിൻ നിസാഇ ഖഅറു ബുയൂതിഹിന്ന ഖാല റസൂലുള്ളാഹി. പെണ്ണിന് ഏറ്റവും കൂലി കിട്ടുന്ന പള്ളി വീടിന്റെ ഉള്ളറയാണ്. പെണ്ണിന് പള്ളിയിൽ നിസ്കരിച്ചാൽ ആ കൂലി കിട്ടില്ല. നിസ്കരിക്കാൻ പോകുന്ന കൂലി കിട്ടാനാണ്, അവകാശം തെളിയിക്കാനല്ല. എനിക്കും പള്ളിയിൽ കയറാൻ അവകാശം തെളിയിക്കാനല്ല. ഒരു പെണ്ണ് വന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി. മാത്രമല്ല അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരോട് ഈ പെണ്ണ് ചോദിച്ച ചോദ്യം എന്താ? ഞങ്ങളെ കൂടെ നിസ്കരിക്കാൻ വരട്ടെ എന്നാ. നിങ്ങളെ പള്ളിയിലെ ഇമാമിനോട് പോയിട്ട് നിങ്ങൾ ആരെങ്കിലും ഞാൻ നിസ്കരിക്കാൻ വരട്ടെ എന്ന് ചോദിക്കും. എന്താ ചോദിക്കാത്ത? എല്ലാവരും നിസ്കരിക്കാൻ പോകുമ്പോൾ പിന്നെ നിങ്ങളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ പെണ്ണ് ചോദിച്ചെന്തുകൊണ്ടാ? ആരും വരലില്ല, അതുകൊണ്ട് അവള് ചോദിച്ച് അല്ലെ ചോദിക്കണ്ടല്ലോ. ചോദ്യത്തിൽ തന്നെയല്ലേ മറുപടി. എന്ന പോലെ അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു ദിവസം ഒരു പെണ്ണ് വന്നു. ആ പെണ്ണാരാ? പരിശുദ്ധ മദീനയിലെ ജ്ഞാനിയായ പെണ്ണ്, വിവരമുള്ള പെണ്ണ്, അസ്മാ ബിൻത് യസീദ്. യസീദ് എന്ന് പറയുന്ന അൻസാരിയുടെ പ്രിയപ്പെട്ട മകൾ, നല്ലവണ്ണം ഇൽമു പഠിച്ച ഹദീസ് മനപ്പാടമുള്ള പെണ്ണ്. ആ പെണ്ണ് വന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ തിരുദൂതരെ, ദഹബർ റിജാലു ബിൽ ഫദ്ലി വൽ ജിഹാദ്. ആണുങ്ങൾ ജിഹാദിന്റെ കൂലി കൊണ്ടുപോയി, ആണുങ്ങൾ ജുമഅന്റെ കൂലി കൊണ്ടുപോയി, ജമാഅത്തിന്റെ കൂലി കൊണ്ടുപോയി. ഞങ്ങൾക്ക് ജുമഅയുമില്ല, ജമാഅത്തുമില്ല, യുദ്ധവുമില്ല. ഫമാലനാ അമലുൻ നുദ്രികു ബിഹി അമലൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന കൂലി കിട്ടാൻ ഞങ്ങൾ എന്തു ചെയ്യണം നബിയേ? ആ പെണ്ണിനോട് പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, പെണ്ണെ, നീ ചോദിച്ച ചോദ്യം ഉത്തമമായ ചോദ്യമാണ്. ഈ പെണ്ണ് നല്ല വിവരമുള്ള പെണ്ണാണെന്ന് നബി തങ്ങൾ ആ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, പെണ്ണെ, ഇന്ന ത്വാഅത സൗജി വഅ്തിറാഫൻ ബിഹഖിഹി. നിന്റെ ഭർത്താവിനെ ശരിക്ക് അനുസരിച്ച് പരിപാലിച്ച് അവന്റെ അവകാശ ബാധ്യതകൾ നിർവഹിച്ച് നീ വീട്ടിൽ നിന്നാൽ യഅ്ദിലു ദാലിക, ഈ ആണുങ്ങൾക്ക് കിട്ടുന്ന കൂലി നിനക്ക് അവിടെ തന്നെ തുല്യമായി കിട്ടുമെന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്താൽ തന്നെ കിട്ടും, അവർക്ക് ലാഭമാണ്, ആണ് ഇത് നട്ട. അങ്ങനെയാണ് അതിന്റെ ഇസ്ലാമികമായ കാഴ്ചപ്പാട്. ഇത് പറഞ്ഞ് പഠിപ്പിച്ചത് ശരിക്കും ആലിമ്യങ്ങൾ ജനങ്ങൾക്കാണ് ബോധവൽക്കരിച്ചു. ആ ബോധവൽക്കരണം 1921 തുടങ്ങി 25 വരെ തുറന്നു. 25 ഇവർ സംഘടിത രൂപം പ്രാപിച്ചപ്പോ അവരൊന്നുകൂടി കടന്നു കയറി മക്ബറകൾ ആക്രമിക്കാൻ തുടങ്ങി. ഒരു മക്ബറയിൽ പോയി ഒരാൾ എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചാൽ മതത്തിൽ നിന്ന് പുറത്തു പോകുന്നവർ, മതത്തിൽ നിന്നാണ് പുറത്തു പോകും. ഒരാള്, നമ്മളിപ്പോ ഇവിടെ ഇനി മജ്‌ലിസുന്നൂർ സംഘടിപ്പിക്കാൻ പോവാ. ഈ മജ്‌ലിസുന്നൂർ നമ്മൾ ചെയ്യുന്ന പണി എന്താ? ബദരീങ്ങൾ അസ്മാഇനെ വിളിച്ചിട്ട് ബദരീങ്ങളോട് ഇടതേടുക, ഇത്രയുള്ളൂ. നമ്മൾ നല്ല മനസ്സോടുകൂടി ബദരീങ്ങളെ വിളിച്ചാൽ കിട്ടുന്നതാണ്. ഇത് ചെയ്യാൻ ഒരു മനുഷ്യൻ മുന്നോട്ട് വന്നാൽ അവൻ ദീനിന്ന് പുറത്തുപോയി എന്ന് പറയണത്. അങ്ങനെയാണെങ്കിൽ പൂർവിക ചരിത്രം പരിശോധിച്ചാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് പഴം തിന്നപ്പോ പറഞ്ഞത്, അസ്അലുക ബി ഹഖ്ഖി മുഹമ്മദിൻ അൻ തഗ്ഫിറ ലീ. പടച്ചോനെ, മുഹമ്മദിന് വരെ ഹക്ക് കൊണ്ട് നീ എനിക്ക് പൊറുക്കണേ എന്നാണ് അവ ബാപ്പ പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ചിട്ടില്ല. ആദം നബി തങ്ങൾക്ക് പുറത്തു കൊടുക്കുക ചെയ്ത്. ആദം നബിക്ക് എന്തേ നേരിട്ട് ചോദിച്ചാൽ പോലെ എന്തിനാ മുഹമ്മദ് നബി തങ്ങളെ കൂട്ടിയത്? അതിനേക്കാൾ ചരിത്രം വ്യക്തമായി പറയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ റൗദന്റെ മുമ്പിലാണ് ചെന്നു. റസൂലുള്ളാഹി ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ റൗദന്റെ സമീപത്ത് പോയി നിന്നിട്ട് അവിടുന്ന് കരഞ്ഞിട്ടാണ് പറഞ്ഞു, അന ത്വാമിഉം ബിൽ ജൂദി മിൻക വലം യകുൻ ലിഅബീ ഹനീഫത ഫിൽ അനാമി സിവാക. എന്താണ് പറഞ്ഞ വാക്ക്? അബൂ ഹനീഫ ഇമാമേ, നിങ്ങളില്ലെങ്കിൽ എനിക്ക് ഭൂമിയിൽ ആരുമില്ല. വല്ലാത്ത വാക്കല്ലേ? മാത്രമല്ല തവസ്സുലിന്റെ കഥ മുഴുവൻ എടുത്തു വെച്ചു, എല്ലാ കഥയും. അന്തല്ലദീ ലമ്മ തവസ്സല അദമു മിൻ സല്ലത്തിൻ ബിക ഫഅസ വഹുവ അബാക. അന്തല്ലദീ ലമ്മ തവസ്സല അദമു, ആദം നബി നിങ്ങളെ കൊണ്ടല്ലേ തവസ്സുൽ ചെയ്തത്? ആദം നബി പഴം തിന്നപ്പോ വഹുവ അബാക, വഹുവ അത് അബാക്ക, നിങ്ങളെ ബാപ്പല്ല. അബാക്ക അബൂക്ക എന്നാ പറയേണ്ടത്. അവനെ കൂഫക്കാരും ബസറക്കാരും ഒരുപാട് ചോദിച്ചാൽ മനസ്സിലാവും, നിങ്ങളോട് പറയണ്ട. വഹുവ അബാക്ക, അങ്ങനെ കൃത്യമായി പറഞ്ഞു. വബികൽ ഖലീലു ദഅഫഅദതൻ അർഹു ബർദൻ വഖദ ഹമിദത് ബിനൂരി സനാക.
നബിയെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീയിലിട്ടപ്പോ നിങ്ങളെ വിളിച്ചപ്പോഴല്ലേ തീയ ബഹുമാനപ്പെട്ടവർക്ക് തണുപ്പായത്? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ രോഗം ബാധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ദുരിതത്തിന്റെ ഉള്ളിലായപ്പോൾ അങ്ങേ വിളിച്ചുകൊണ്ട് ദുആ ചെയ്തപ്പോഴല്ലേ രക്ഷ കിട്ടിയത്? അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ മുമ്പിൽ വന്ന് ചോദിക്കുന്നത്, യാ സയ്യിദ ഫഖല ഇനിയാ കൻസൽ വറ ജുദലി ബിജൂദിക അർദിനി ബിർവാക. അതൊക്കെ വല്ലാത്ത തവസ്സുല, ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. അതന്നെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ നല്ല മനസ്സുറപ്പിലാണ് വിളിച്ചോളി. ബദരീങ്ങളെ വിളിച്ചാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. ഓ സത്യവിശ്വാസികളെ, പടച്ചറപ്പിനെ ഭയപ്പെടുകയും അല്ലാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ വസീല തേടുകയും ചെയ്യണം. വബ്തഗൂ ഇലൈഹിൽ വസീല എന്ന പദത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാപണ്ഡിതന്മാർ തഫ്സീറിൽ പറഞ്ഞു, ഫഇന്ന തഖർറുബ ഇലല്ലാഹ്, പടച്ചറപ്പിലേക്ക് അടുക്കുക എന്ന സംഭവമല്ല യഹ്സുലു, അതുണ്ടാവൂല ഇല്ലാ ബിത്തവസ്സുലി, തവസ്സുൽ കൊണ്ടല്ലാതെ. നല്ലവരെ മുന്നിൽ വെക്കാതെ പടച്ചറപ്പിലേക്ക് നിങ്ങൾക്ക് അടുക്കാൻ പറ്റൂല. നല്ല മനുഷ്യന്മാരെ മുമ്പിൽ വെക്കണം. അതാണ് മജ്ലിസുന്നൂർ. ഖാലിസായ കരുത്ത് കൊണ്ട് വിളിത്തു മൻബദരിങ്ങള ഹാദിറുണ്ട് വിടത്തിലും തന്മൂർ അത് പോൽക്ഷണം ഹാസില. മോയിൻകുട്ടി വൈദ്യർക്ക് വരെ തിരിഞ്ഞു. മോയിൻകുട്ടി വൈദ്യർക്ക് വരെ മനസ്സിലായി. ഖാലിസായ കരുത്തും കൊണ്ട് നിങ്ങൾ ശരിക്കും ബദരീങ്ങൾ എന്ന് വിളിച്ചാൽ ഉള്ളുറപ്പിലൊരുത്തൻ കോനിൽ ബിഹക്കിഹിം ദുഅത്തുടുകിൽ വിരുത്തമേത് ഫുശുത്തിലാകിലും കിട്ടും ഉത്തരം അജിലായി. മനസ്സിലുറപ്പിച്ചിട്ട് ബദരീങ്ങളെ വിളിച്ചാൽ ബദർവേത്താൻ ചൊല്ലിയാൽ ഉത്തരം ഉറപ്പാണ്. മഹാന്മാര് പഠിപ്പിക്കുക. എന്താണ് ഈ പറഞ്ഞത്? അതൊക്കെ ദീനിന് മുമ്പേ തെളിവുള്ള കാര്യം. ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ ദീനിന്ന് പുറത്തു പോകുന്ന ഒരു കൂട്ടര്, അള്ളാഹുവിന്റെ റസൂലിനെ നേരിട്ട് നമ്മുടെ ശഫാഅത്തിന് വിളിച്ചാൽ പുറത്തു പോകുന്ന ഒരു കൂട്ടര്, അത് ശരിയല്ല എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? അത് ബോധ്യപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ പിന്നെ ദീനുണ്ടാവുമോ? അത് ശരിക്ക് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പണ്ഡിതന്മാർ സംഘടിച്ചു. അങ്ങനെ അതിനുവേണ്ടി സംഘടിക്കൽ അനിവാര്യമാണെന്ന് പടച്ച റബ്ബിൽ നിന്നുള്ള ഇലാഹിയായ നിർദ്ദേശപ്രകാരം വരക്കല തങ്ങൾ ഒരു യോഗം വിളിച്ചു ആലിമീങ്ങളെ. മമ്പുറത്തൊക്കെ പോകുന്നവൻ കാഫറാണെന്നും ഹോസ്റ്റലിൽ എന്നവനെ വിളിച്ചാൽ ദീനിന്ന് പുറത്തു പോകുമെന്നും അഷ്റഫാഅത്ത് ഹബലന നോദിയാൽ കാഫറാകുമെന്നും പ്രചരിച്ചപ്പോൾ അത് ശരിയല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തൽ അനിവാര്യമായപ്പോൾ മാത്രമാണ് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ടെത്തുകൂടിയത്. ആ സമാനിലെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരെ മുഴുവൻ സമാന്റെ കുത്തുബ് വിളിച്ചിരിക്കുക. എല്ലാവരും ഒരുമിച്ചുകൂടി ചർച്ച ചെയ്ത അവസാനം അവിടെ വെച്ചൊരു ജംഇയ്യത്ത് ഉണ്ടാക്കി. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അതിന്റെ തലപ്പത്ത് മുല്ലക്കോയ തങ്ങൾ വന്നു. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പ്രസിഡന്റ്. ആ പ്രസിഡന്റ് അതിന്റെ തലപ്പത്ത് നിന്നുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുലമയെ വളർത്തി. അവർ ചെയ്ത പ്രവർത്തനം സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് ഞാൻ പറയുന്നു, സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആദരിക്കേണ്ടതിനെ ആദരിക്കല, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കല. ആരെങ്കിലും എതിർക്കലോ ആക്ഷേപിച്ചലോ അതിന്റെ ലക്ഷ്യമല്ല. സത്യം ഇന്നതാണെന്ന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മളായിട്ട് കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. മഖ്ദൂം തങ്ങൾ എന്താണോ പഠിപ്പിച്ചത് അതേ നമ്മളെ കയ്യിലുണ്ട്. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ എന്തേ കൊണ്ടുവന്നത് അതേ നമ്മളെ കയ്യിലുണ്ട്. അവിടുന്ന് കുറച്ചും കൂടി പുറകോട്ട് പോയാലോ, അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിൽ എന്തേ കൊടുത്തത് അതേ നമ്മുടെ കയ്യിലുണ്ട്. ഒരു പുതിയ ആശയവും സമത്വം മുന്നിൽ വെച്ചിട്ടില്ല. ഒരു പുതിയ സിദ്ധാന്തവും സമത്വം മുന്നിൽ വെച്ചിട്ടില്ല. സമത്വം മുന്നിൽ വെച്ചത് മുഴുവൻ പണ്ട് കാലത്ത് കാരണവന്മാർ എന്താ പറഞ്ഞത് തന്നെ. ഇതനുസരിച്ച് സമത്വം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ കേരളം അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒപ്പം നിന്നു. മൗലിദ് ഓതണ്ടെന്ന് പറഞ്ഞവർ പരാജയപ്പെടുക ചെയ്തത്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം മഹലിലും ഇപ്പോഴും മൗലിദുണ്ട്. റബീഉൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലാത്ത കാലഘട്ടത്തിൽ അതുപോലെ തന്നെ കേരളത്തിലെ 95% മഹലിലും ഇപ്പോഴും ഖുത്ബ അറബി ഭാഷയിൽ തന്നെയാണ്. മാറ്റം വന്നിട്ടില്ല. എന്താ കാരണം? അത് സമത്വയുടെ സാന്നിധ്യവും കറാമത്തുമാണ്. സമത്വ ഇവിടെ ചെയ്ത ഏറ്റവും വലിയൊരു സേവനം അതാണ്. പരിശുദ്ധ ഹറമിൽ 20 റക്അത്ത് തറാവീഹ്, സമത്തിന്റെ മഹലിലൊക്കെ 20 റക്അത്ത്. നിങ്ങൾ നോക്ക്, ബൈത്തുൽ മുഖദ്ദസിൽ ഞാൻ ജുമുഅക്ക് കൂടി, അവിടെയുണ്ട് ജുമുഅക്ക് 2 ബാങ്ക്. ബൈത്തുൽ മുഖദ്ദസിൽ ജുമുഅക്ക് 2 ബാങ്ക് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത്. ആ 2 ബാങ്ക് വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാർ കേരളത്തിൽ ന്യൂനപക്ഷമാണ്. നമ്മുടെ പള്ളികളിൽ മുഴുവനുണ്ട് ബാങ്ക് 2. അത് കാരണം സ്വഹാബത്ത് കൊണ്ടുവന്നത്, ആ സ്വഹാബത്തിന്റെ പ്രവർത്തനം ദീനിൽ തെളിവാ. സ്വഹാബത്ത് പറഞ്ഞത് അംഗീകരിക്കണമെന്നാണ് നബിതങ്ങൾ പറഞ്ഞത്. ഫഅലൈക്കും ബിസുന്നത്തി എന്ന് പറഞ്ഞ് നിർത്തിയില്ല. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനിൽ മഹ്ദിയീൻ, അതുകൂടി കൂട്ടിപ്പിടിക്കണം എന്നാ പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ ചര്യയും സ്വഹാബത്തിന്റെ ചര്യം രണ്ടും കൂടുമ്പോഴേ ദീനുണ്ടാവും. റസൂലുള്ളാഹിന്റെ ചര്യ മാത്രം പോരാ, സ്വഹാബത്തിന്റെ ചര്യ മുറുകെ പിടിക്കണം എന്ന് നമ്മളെ കൽപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ.
കൃത്യമായി നമുക്കത് പഠിപ്പിച്ചു തരണം. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും ഇസ്ലാമിന്റെ പ്രത്യേകതയും. ആ പ്രത്യേകത ശരിക്കും സമൂഹത്തെ ബോധ്യപ്പെടുത്തി തരികയാണ്. അങ്ങനെ ബോധ്യപ്പെട്ട് പഠിച്ച ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ സമത്തെ കേട്ടും പഠിച്ചും വളരുമ്പോൾ നമ്മുടെ മുമ്പിൽ രണ്ട് നേതാക്കന്മാരുണ്ടായിരുന്നു, രണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ. ഒന്ന് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്, ഒന്ന് ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ രണ്ട് വലിയ മനുഷ്യന്മാരെ കണ്ടു വളർന്നവരാണ് നമ്മൾ. ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ട് മഹത്തുക്കളെ കുറിച്ച് നമുക്ക് എന്തറിയാം? ഇനി ഞാൻ പറയുന്ന വിഷയം എന്റെ മുമ്പിലുള്ള മുഴുവൻ ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന പേരിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന മാത്രമേ ഉള്ളൂ. എന്നാൽ 989 ശേഷം സമത്വ എന്ന പേരിൽ ഒരു വിഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വിഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ സാഹചര്യം എന്താ ഉണ്ടായത്? സമത്വ കേരള ജംഇയ്യത്തുൽ പിളർപ്പൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു വിഭാഗം സമത്വ എന്ന പേരിൽ എങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങി? ആ വിഷയം ശരിക്കും നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ആഴത്തിൽ പഠിച്ച് ചിന്തിച്ച് നിങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടി. ആരെയും ആക്ഷേപിച്ചു എന്ന് വെറുതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കണം. ഒരു വിഷയം പറയുമ്പോൾ അതിന്റെ അടിത്തറ വൃത്തിയായി മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ചോ, ഇതൊരു മഹല്ല, സുന്നത്ത് ജമാഅത്തിന്റെ കീഴിൽ മുന്നോട്ട് പോകുന്ന മഹല്ലിൽ സമത്വ എങ്ങനെ രണ്ടുണ്ടാകും? എന്താണ് അതിന്റെ പശ്ചാത്തലം? സമത്വ കേരള ജംഇയ്യത്തുൽ തലപ്പത്ത് നമ്മൾ കണ്ടത് ഒന്ന് കണ്ണിയത്ത് ഉസ്താദിനെ, ഒന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ. എന്നാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും ഈ ലോകത്തോട് ഇവിടെ വാങ്ങിയത്? കണ്ണിയത്ത് ഉസ്താദ് മരിച്ചത് 93-ൽ, ശംസുൽ ഉലമ മരിച്ചത് 96-ൽ. 1993-ലാണ് കണ്ണിയത്ത് ഉസ്താദ് മരിക്കുന്നത്. 1996-ലാണ് ശംസുൽ ഉലമ മരിക്കുന്നത്. ഇവര് രണ്ടുപേരും ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തിനാ പുതിയൊരു സമത്വ എന്നൊരു സംഘടന ഉണ്ടാക്കി ഇവർ പോയത്? ഇവര് രണ്ടുപേരും മരണപ്പെട്ടിട്ടാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാമായിരുന്നു. ഈ രണ്ട് മഹാന്മാർ ജീവിച്ചിരിക്കുമ്പോൾ എന്തിന് പുതിയൊരു സംഘടന ഉണ്ടാക്കി? അവിടെയാണ് നമ്മൾ ഈ രണ്ട് മഹത്തുക്കളെ കുറിച്ച് പഠിക്കുക. ആരാണ് ഈ രണ്ട് മഹാന്മാർ? ഒന്ന് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്. നമുക്ക് അവിടുന്ന് തുടങ്ങാം. കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതം, പ്രവർത്തനം ഒന്ന് നോക്ക് നിങ്ങൾ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സൂക്ഷ്മത, പ്രവർത്തനങ്ങൾ. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യ കാലഘട്ടത്തിൽ കണ്ണിയത്ത് ഉസ്താദ് 926 മുതൽ മെമ്പറാണ്. 1926 മുതൽ സമത്വയുടെ മുഷാവറ മെമ്പറാണ്. 26-ൽ തുടങ്ങുന്ന കാലത്ത് 93-ൽ മരിച്ചു. നമ്മൾ കാണുന്ന കാലത്ത് സമത്വ തുടങ്ങിയപ്പോൾ ജീവിച്ചിരിക്കുന്ന സമത്വയുടെ തുടക്ക മുഷാവറയിലുള്ള ഒറ്റ മനുഷ്യനെ, ആ മനുഷ്യനെ ഇരുത്തിയിട്ട് 89-ൽ പുതിയൊരു പ്രസിഡന്റിനെ കൊണ്ടുവരേണ്ട ഒരു കാര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ 100% തെറ്റാണ്. അതിന്റെ പേരിൽ ഇനി എന്ത് ആക്ഷേപമുണ്ടെങ്കിലും ശരി, പറയാതിരിക്കാൻ നിർവാഹമില്ല. ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതവും പ്രവർത്തനവും നോക്ക്. അദ്ദേഹം സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് കോഴിക്കോട്ടേക്ക് നടന്നു പോകും. മുഷാവറ യോഗം ഉണ്ടാവും. സുബഹിക്ക് മുമ്പ് വാഴക്കാട്ട് എഴുന്നേൽക്കും, തഹജ്ജുദ് നിസ്കരിക്കും, കോഴിക്കോട്ടേക്ക് പോകും. കോഴിക്കോട് മൂതാക്കര പള്ളിയിലാണ് മുഷാവറ നടക്കുക. ആ മുഷാവറ യോഗത്തിൽ സംബന്ധിച്ച് തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തിന്റെ കീശയിൽ ഒരു നാണയമുണ്ടാകും. ഒരു നാണയം. അത് ബസ്സിന് മാത്രം അദ്ദേഹം കരുതി വെക്കുന്ന, കൂടുതൽ പൈസ കയ്യിലുണ്ടാവില്ല. ആ മഹാനായ മനുഷ്യൻ ഈ ഒരണ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ചെന്ന് ബസ് കയറി ബസ്സിന് കൊടുത്ത് ചൂണ്ടത്തിറങ്ങും. തിരിച്ചു വരുമാന്തര തിരിച്ചു വരുന്നത് വേഗത്തിലായാലും വേഗം ദാറുൽ ഉലൂമിൽ പോയി ഒരു സെബുക്കെങ്കിലും ദർശനം പറ്റും. ആ ഒരു സെബുക്ക് ഒരു അധ്യായം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വേഗം വരാൻ വേണ്ടി ഒരു നാണയം കൊണ്ടുപോകണം. എന്നാ പിന്നെ അങ്ങോട്ട് ബസ്സിൽ പോയി കൂടെ, പൈസ ഇല്ല, ചുങ്കം വരെ ബസ്സുമില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവർ സുബൈക്ക് ചുങ്കത്തെത്തും, ഫറോക്ക് ചായ കുടിക്കും, സുബൈ നിസ്കരിക്കും, നേരെ നടക്കും കോഴിക്കോട്ടേക്ക്. യോഗം ചേരും. വൈകുന്നേരമാകുമ്പോൾ പിരിയും. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തുള്ള ചോദ്യങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, പരിഹരിച്ച് മുഷാവറ കൂടി പിരിയും. അങ്ങനെ തിരിച്ച് ദാറുൽ ഉലൂമിലെത്തും. അദ്ദേഹം നേരത്തെ എത്തി ഒരു സബുക്കൊക്കെ ക്ലാസ് 1-2 സബുക്ക് എടുത്തിട്ട് അന്ന് വിശ്രമിക്കും. ഒരു ദിവസം ബഹുമാനപ്പെട്ടവർ ഇതുപോലെ മുഷാവർക്ക് പോയി വൈകുന്നേരം ബസ് സ്റ്റാൻഡിലെത്തി. കീശയിൽ കരുതി വെച്ചിരുന്ന ഒരു മുക്കാലുണ്ട് അവിടെ. ആ സന്ദർഭത്തിൽ ഒരു യാചകൻ വന്ന് കൈ നീട്ടി, പട്ടിണി കിടക്കുന്ന പാവം കൈ നീട്ടിയപ്പോ കണ്ണിയത്ത് ഉസ്താദ് നാണയം അങ്ങ് കൊടുത്തു. ഇനി ബസ്സിന് പൈസ ഇല്ല, ആരോടും ചോദിക്കാനും പറ്റില്ല. കണ്ണിയത്ത് കോഴിക്കോട് നിന്ന് നടത്തം ആരംഭിച്ചു. പാവം ആ മഹാനായ മനുഷ്യൻ കോഴിക്കോട് മുതൽ നടക്കുകയാണ്. കോഴിക്കോട്ട് നിന്ന് നടന്ന് ഫറോക്കിലെത്തി. പിന്നെയും നടന്നു. സാധാരണ മുഷാവറ യോഗം കഴിഞ്ഞ് എത്തുന്ന സമയത്ത് എത്താതിരുന്നപ്പോൾ കുട്ടികൾ വിഷമിച്ച് കാത്തിരുന്ന് പലരും ഉറങ്ങിപ്പോയി. അന്നത്തെ പള്ളി ദർസിൽ പഠിച്ച മഹത്തുക്കളിൽ നിന്ന് ഞാൻ പറഞ്ഞു കേട്ടതാണ്.
നിരവധി ആളുകൾ എന്നോട് സൂചിപ്പിച്ച് ഞാൻ ഉറപ്പുവരുത്തിയ പ്രശ്നമാണ്. കണ്ണിയത്ത് ഉസ്താദ് വളരെയധികം പ്രയാസപ്പെട്ട ആളുകളൊക്കെ ഉറങ്ങിയപ്പോൾ നടന്ന് ക്ഷീണിച്ച് ഇടയ്ക്ക് വിശ്രമിച്ച് പിന്നെയും നടന്ന് വാഴക്കാട്ട് ദാറുൽ പ്രവേശിക്കുന്നു. കുട്ടികൾ കരുതി വീട്ടിൽ പോയിരിക്കുമെന്ന് കരുതി അവർ കടന്നുറങ്ങി. ഭക്ഷണം കൊണ്ടുവരുന്ന ആ പ്രായമായ മനുഷ്യൻ മാത്രം കാത്തു നിൽക്കുന്നു. കണ്ണിയത്ത് ഉസ്താദ് അങ്ങ് കയറി വന്നപ്പോൾ മുഖത്ത് വല്ലാത്ത ക്ഷീണം. അദ്ദേഹത്തിന്റെ ശരീരം വിയർത്തിരിക്കുന്നു. അദ്ദേഹത്തിന് ക്ഷീണമുണ്ട്, വിശപ്പുണ്ടെന്ന് ഉറപ്പാണ്. ഭക്ഷണം കൊണ്ടുവന്നു വെച്ച ഈ സാധു മനുഷ്യൻ ഉസ്താദിനോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾക്ക് കൊണ്ടുവന്നു വെച്ച ഭക്ഷണമാണ്, ഇത് കഴിച്ചിട്ട് വിശ്രമിക്കുക, കാരണം നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ. ആ മഹാനായ പണ്ഡിതൻ അത് കേട്ടപ്പോൾ ആ ഭക്ഷണത്തളികയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, കൂട്ടരെ, നിങ്ങൾ പഠിക്കണം. എന്റെ മുമ്പിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും ചിന്തിക്കണം. ആ ഭക്ഷണത്തളികയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ഈ ഭക്ഷണം കമ്മറ്റിക്കാർ കൊടുത്തയക്കുന്നത് ഇവിടെ ദർസ് നടത്തുന്ന മുദരിസിന് ഭക്ഷണമായിട്ടാണ്. ഞാൻ ഇന്ന് നേരം എടുത്തിട്ട് ഈ സമയം വരെ ഒരൊറ്റ സുബുക്കും ദർസ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ ഭക്ഷണം എനിക്ക് ഹറാമാണ്. ഞാൻ ഈ ഭക്ഷണം കഴിക്കണമെങ്കിൽ നിങ്ങൾ മുകളിൽ പോയി കുട്ടികളെ വിളിച്ചുകൊണ്ട് വന്നാൽ അവർക്കൊരു സബുക്ക് ഞാൻ എടുത്തു കൊടുക്കാം. ആ സബുക്ക് അഥവാ ആ അധ്യായം പഠിപ്പിച്ചു കൊടുത്തതിന്റെ ശേഷം വേണമെങ്കിൽ ഭക്ഷണം ഹലാലാണ്. ആ സാധുവായ മനുഷ്യൻ പോയി കുട്ടികളെ വിളിക്കുന്നു, കുട്ടികൾ വരുന്നു, ദർസ് നടത്തുന്നു. നീണ്ട ഒരധ്യായം കുട്ടികൾക്ക് ഓതിക്കൊടുത്ത ശേഷമാണ് ബഹുമാനപ്പെട്ടവർ ഭക്ഷണം കഴിക്കുന്നത്. ആ ഭക്ഷണത്തിന്റെ ഹലാല് ഹറാമ് പോലും ചിന്തിച്ച മനുഷ്യനെ നോക്ക് നിങ്ങൾ. അതാണ് കൂട്ടരെ സൂക്ഷ്മത. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ചു, തർക്കുൽ ലുഖമത്തിൻ മിൻ ഹറാം. ആ ഹദീസ് ഒന്ന് നെഞ്ചിലേറ്റനെ, തർക്കുൽ ലുഖമത്തിൻ മിൻ ഹറാം, ഹറാമിന്റെ ഒരു പിടി ഭക്ഷണം ഒഴിവാക്കൽ, ഖൈറുൻ, അതാണ് ഏറ്റവും ഉത്തമം, മിൻ അൽഫി റകഅത്തിൻ തതവ്വുഅ, 1000 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഒരു പിടി ഹറാമിന്റെ ഭക്ഷണം ഒഴിക്കലാണ് എനിക്ക് ഇഷ്ടമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. സത്യത്തിൽ ഇത് ഹറാമൊന്നുമല്ല, എന്നാലും അതിനെ ഹറാമ് കൽപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ മാറ്റി നിർത്തിയത് കണ്ടോ നിങ്ങൾ? നിങ്ങളെ മനസ്സിൽ എന്ത് തോന്നുന്നു? ഇത് പറയുമ്പോൾ നിങ്ങളെ മനസ്സ് എവിടെ നിൽക്കുന്നു ചിന്തിക്കും നിങ്ങൾ. അതാണ് പടച്ചവനെ പേടി, അതാണ് പടച്ചറപ്പിനെ ഭയപ്പെടുന്ന കണ്ണിയത്ത് ഉസ്താദിന്റെ ഉദാഹരണം. ഒന്നുകൂടി കൂട്ടിച്ചേർത്ത് പറയട്ടെ. എം ടി ഉസ്താദ് ഒരിക്കൽ എന്നോട് പറഞ്ഞതും അദ്ദേഹം പ്രസംഗിച്ചതും ഞാൻ കേട്ടതാ. പട്ടിക്കാട് കോളേജിൽ ദർസിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണിയത്ത് ഉസ്താദ്, ഉസ്താദാണ് എം ടി ഉസ്താദ് ശിഷ്യൻ. ശിഷ്യന്മാരൊക്കെ ശ്വാസലിക്ക ഉസ്താദിങ്ങനെ ദർസെടുത്ത കസേരയിൽ മൂട്ട കടിച്ചപ്പോ കണ്ണിയത്ത് എഴുന്നേറ്റു, കസേര നീക്കിയിട്ട് മേശപ്പുറത്ത് കയറി നിന്നിട്ട് കാല് തൂക്കിയിട്ട് ദർസെടുത്തി. കാലിങ്ങനെ തൂക്കിയിട്ട് ദർസെടുത്തുമ്പോ കുറച്ച് കഴിഞ്ഞപ്പോ കണ്ണിയത്ത് ഉസ്താദ് രസം വന്നപ്പോ ഇങ്ങനെ, അതാ നല്ല ഇബാദത്തൊക്കെ വായിച്ചതിന് വിശേഷം കാലിങ്ങനെ ആട്ടി, കുട്ടികൾ ശ്രദ്ധിച്ചില്ല, കാലാട്ടി കുറച്ച് കഴിഞ്ഞ് ക്ലാസ് ഇങ്ങനെ തുറന്നു പോകുമ്പോൾ ഉസ്താദിന് ഓർമ്മ വന്നു. പെട്ടെന്ന് കിതാബ് അടച്ചു വെച്ചിട്ട് മേശപ്പുറത്ത് ചാടി എഴുന്നേറ്റിട്ട് ഉറക്ക, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, ഒരൊറ്റ ശബ്ദമാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം. കുട്ടികളാകെ ബേജാറായി പോയി. എം ടി സാഹബ് പറയുന്നു, ആ ക്ലാസ്സിൽ ആ ശബ്ദത്തിന്റെ മുദ്രിതമായി ഞങ്ങളാകെ ബേജാറായി നിൽക്കുന്ന സമയത്ത് കണ്ണിയത്ത് ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കണ്ണിയത്ത് ഉസ്താദ് കരയാണ്. മഹാനായ റഈസുൽ മുഹഖഖീന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ്. എന്തിനാണ് ഉസ്താദ് കരഞ്ഞത് എന്ന് കുട്ടികൾ നോക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു, മക്കളെ, എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഉയരത്തിൽ ഇരുന്നു കൊണ്ട് കാലാട്ടൽ കിബറിന്റെ ലക്ഷണമാണ്. മിസ്കാലു ഹബ്ബത്ത് കിബർ കൽബിലുള്ളവൻ സ്വർഗത്തിൽ പോകൂല. അഹമ്മദിന്റെ കയ്യിൽ ആ തെറ്റ് സംഭവിച്ചിരിക്കുന്നു. അഹമ്മദ് മേശപ്പുറത്തിരുന്ന് കാലാട്ടി, എന്റെ തെറ്റ് പടച്ചറപ്പ് പൊറുക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, എന്റെ സ്വർഗം നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണേ. ആരായി പറയുന്നത്? ഇബാദത്തിൽ മുഴുകി നിൽക്കുന്ന വലിയ സൂക്ഷ്മതയിലൊരു മനുഷ്യൻ ചിന്തിക്കണം. നിങ്ങൾ തന്റെ തിൽമീദുമാരോട് തനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയുന്ന കരയുന്ന മനസ്സ് ഓർക്കണേ. ഈ മനുഷ്യന്റെ മനസ്സിന്റെ നൈർമല്യം, ആ മനുഷ്യനാണ് സമത്വയുടെ പ്രസിഡന്റ്. ആ മനുഷ്യനാണ് സമത്വയുടെ പ്രസിഡന്റ്. ആ മഹാനുഭാവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട എന്ത് കുറ്റമാണ് അദ്ദേഹം ചെയ്തത്? ഒരാൾക്കും അദ്ദേഹത്തെ സ്വാധീനിക്കാൻ കഴിയില്ലല്ലോ. ഈ വിഷയത്തിൽ അല്ലാഹു ഇല്ലേ കൂടെ, പടച്ച റബ്ബില്ലേ കൂടെ? ആ മഹാനുഭാവനെ വഴിതെറ്റിക്കാൻ ഒരു മനുഷ്യനെയും പടച്ച റബ്ബ് അനുവദിക്കില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും വഴിതെറ്റിച്ചാൽ അവർക്ക് ഭൂമുഖത്ത് വെച്ച് തന്നെ അതിന്റെ ഗുരുത്തക്കേട് കാണുമല്ലോ. എന്താ നിങ്ങൾ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് മനസ്സിലാക്കിയത്? വാഴക്കാടിന്റെ തൊട്ടപ്പുറത്തുള്ളൊരു സ്ഥലം, അതിന്റെ പേര് ചെറുമുറ്റമെന്നാണ്. ആ പ്രദേശത്ത് ഇതുപോലെ കൊടുംവേനലിൽ മഴ കിട്ടാത്ത സമയത്ത് കണ്ണിയത്തിനെ കൊണ്ടുപോയി 2 കൈയും പൊന്തിച്ച് കണ്ണിയത്ത് പടച്ചറബിനോട് ദുആ ചെയ്യാ വദൂദിയാ വദൂദിയാ വദൂദ്.
എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം അദ്ദേഹം ദുആ കൂട്ടിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അസ്കിനൽ ഗൈസ വറഹ്മത വലാ തജഅൽനാ മിനൽ ഖാനിതീൻ. കരഞ്ഞുപോയി കണ്ണിയത്ത് കണ്ണിനൊരു തുള്ളി വീണു സ്റ്റേജിൽ. ദുആ കഴിഞ്ഞ് ജനങ്ങളൊക്കെ പിരിഞ്ഞു പോകുന്ന പെണ്ണുങ്ങളെ ശ്രദ്ധിക്കണേ. ആളുകൾ മുഴുവൻ പിരിഞ്ഞു പോകുമ്പോൾ കണ്ണിയത്ത് ഉസ്താദ് ഉറക്കെ പറഞ്ഞു, പടച്ചവനെ, ഞാൻ നിന്നെ കണ്ടുകൊണ്ട് ദുആ ചെയ്തതാണ്, നീ മഴ തരാഞ്ഞാൽ അഹമ്മദ് ഇവിടുന്ന് എഴുന്നേൽക്കില്ല കേട്ടോ. ഇരുന്നിട്ട് പറയാ, ഈ മഴ തരാതെ അഹമ്മദ് ഇവിടുന്ന് എഴുന്നേൽക്കൂലെന്ന് കണ്ണിയത്ത് ഉസ്താദ് പടച്ചവനോടെ. പോയ ആൾക്കാരൊക്കെ തിരിച്ചു വന്നു, കണ്ണിയത്ത് എഴുന്നേൽക്കുന്നില്ലെങ്കിൽ ഞങ്ങളും എഴുന്നേൽക്കുന്നില്ല. എല്ലാവരും അവിടെ ഇരുന്നു. എല്ലാവരും അവിടെ ഇരുന്നപ്പോ കണ്ണിയത്ത് ഉസ്താദ് എന്തോ ദിക്ർ ചെല്ലുക, മൈക്കൊക്കെ എടുത്തു വെച്ചു. അത് മൈക്കിലൂടെ ജനങ്ങൾ കേട്ടുപോയത് ആ കണ്ണിയത്ത് കേൾക്കാൻ പറഞ്ഞതല്ല, പടച്ചവനോട് സ്വന്തം പറഞ്ഞതാ. മൈക്ക് ഓഫാക്കാത്തതുകൊണ്ട് ജനങ്ങൾ കേട്ടുപോയി എന്നുള്ളൂ. കണ്ണിയത്ത് അത്രയല്ലേ ഉള്ളൂ. ആ മഹാനവർകൾ ശുദ്ധന. അതുകൊണ്ട് തന്നെ ആളുകൾ മുഴുവനോടെ ഇരുന്നു. മഴ പ്രതീക്ഷിച്ചിരിക്കുക, മഴ പെയ്തിട്ടേ പോകുള്ളൂ. വലിയ പ്രതിസന്ധിയാണ്. അവിടെ എങ്ങാനും മഴ പെയ്തില്ലെങ്കിൽ കണ്ണിയത്ത് ഉസ്താദ് വഷളാവും, സമസ്ത മാനം കെടും, ആലിമീങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാവും, ജനങ്ങൾക്ക് പടച്ചറപ്പിൽ വിശ്വാസം വരെ നഷ്ടപ്പെടും, അല്ലെങ്കിൽ കണ്ണിയത്തിൽ വിശ്വാസം നഷ്ടപ്പെടും. രണ്ടിലൊന്നുണ്ടാവും. എന്താ സംഭവിച്ചത്? ഒരു 5 മിനിറ്റ് ജനങ്ങളിങ്ങനെ മൗനമായിരുന്നു. എവിടുന്ന് ഒരു വലിയ കാറ്റ് ഒരു മേഘത്തെ വഹിച്ചുകൊണ്ടുവന്നു ആ നാട്ടിൽ. അതുവരെ ഇല്ലാത്തൊരു വലിയ മഴ. അന്വേഷിച്ച് നോക്കുമ്പോൾ ചുറ്റുവട്ടത്ത് എവിടെയും മഴയില്ല, അവിടെ മാത്രമേ മഴ ഉള്ളൂ, വേറെ എവിടെയും മഴയില്ല. ആ മഴ കൊണ്ടിട്ടാണ് ആൾക്കാരൊക്കെ പോയത്, കണ്ണിയത്ത് ഉസ്താദ് അടക്കം. എന്താ ഈ സംഭവിച്ചത്? പടച്ചോനെ, ഞാൻ നിന്നെ കണ്ട് മഴ ചോദിച്ചു, നീ മഴ തരാതെ എഴുന്നേൽക്കൂല. ആ വാചകം അങ്ങ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അല്ലാഹുവിന്റെ അടിമകളിൽ ചില മനുഷ്യരുണ്ട്, അവർ പടച്ചറപ്പിനെ വിളിച്ചുകൊണ്ടൊരു കാര്യം അങ്ങ് അണയിട്ടാൽ ലഅബറഹു, പടച്ചറപ്പ് അത് നടപ്പാക്കി കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. സ്വലാത്ത് ഉറക്കെ ചൊല്ലിക്കൂടെ, എന്റെ ബാക്കിയുണ്ടാവും. അങ്ങനെ ആ പറഞ്ഞ വാക്ക് പടച്ചവനാണ് നടപ്പാക്കി കൊടുക്കാൻ കൽപ്പുള്ള പണ്ഡിതനാണ്, വലിയാണ് കണ്ണിയത്ത് ഉസ്താദ്. ഒരു വലിയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. അങ്ങനത്തെ ഔലിയാക്കന്മാർക്ക് തെറ്റുപറ്റൂല. 93 അദ്ദേഹം മരിച്ചുപോയി. എന്തിനെ 89 അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്? ആ ചോദ്യത്തിന് എന്താ മറുപടി? ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലമയാണ് രണ്ടാമത്തെ ആള്. ശംസുലമ സമസ്ത കേരള ജമിയത്തിലൂടെ തലപ്പത്തിരുന്നപ്പോ ഈ സംഘടനയെ വിശ്വപ്രശസ്തമാക്കി എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? ലോകത്ത് ഇത്ര വലിയ കറാമത്ത് കാണിച്ച, ദഅ്വാ രംഗത്ത് തന്റെ കറാമത്ത് വിനിയോഗിച്ച ഒരു മനുഷ്യനുണ്ടോ? മിഷണറി പ്രവർത്തനത്തിന് ഒറ്റ പ്രസംഗം പോലെ. ഫാദർ ജോൺ ചങ്ങനാശ്ശേരി ഒറ്റ മനുഷ്യൻ 40 ആളെയും കൊണ്ടാണ്, 40 പാതിരിമാരെയും കൊണ്ടാണ് വണ്ടൂരിലെ സാഹിബിന്റെ ഹോസ്പിറ്റലിൽ യോഗം ചേർന്നത്. കിഴക്കൻ ഏറനാടിലെ വണ്ടൂർ സാഹിബിന്റെ ഹോസ്പിറ്റലിൽ ഇന്നും പോയി ചോദിച്ചാൽ വണ്ടൂരുകാരെ പറഞ്ഞില്ല, 40 പാതിരിമാർ ഒന്നിച്ചവ 40 ആൾ. അവരെ ശരിക്കും റോമെന്ന് നേരിട്ട് നിയോഗിച്ചതുപോലെ വന്നത്. ഏറനാടൻ മലമടക്കുകളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യന് ബൈബിള് കൊടുത്തിട്ടും വീട് വെച്ച് കൊടുത്തിട്ടും പണം കൊടുത്തിട്ടും അവരെ ക്രൈസ്തവതയിലേക്ക് കൊണ്ടുവരാൻ അവർ തുടങ്ങി പ്രവർത്തനം. 10-28 കുടുംബങ്ങളിൽ മാറ്റം വരാൻ തുടങ്ങി. അപ്പോഴാണ് എടക്കരയിലുണ്ട് KC ജമാലുദ്ദീൻ മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരാൾ. അല്ല, C ജമാലുദ്ദീൻ മുസ്ലിയാർ. KC ജമാലുദ്ദീൻ സമസ്തയുടെ ആലിമൻ C ജമാലുദ്ദീൻ മുസ്ലിയാർ. അദ്ദേഹം എടക്കര കാദിയിൽ. അദ്ദേഹം ഒരു യോഗം വിളിച്ചു മഹലിന്റെ. എന്നിട്ട് പറഞ്ഞു, ഇതിന് പരിഹാരം കാണണം, കുടുംബങ്ങളൊക്കെ ക്രൈസ്തവതയിലേക്ക് പോകുന്നു, പട്ടിണിയുണ്ട്. അപ്പൊ തന്നെ ആ യോഗത്തിൽ വെച്ച് തീരുമാനമായി, ഇതിന് പറ്റിയ ഒരാളെ തെരഞ്ഞു. എല്ലാവരും കൂടി ആലോചിച്ചു, ഒറ്റ മനുഷ്യനെ ഇതിന് പറ്റൂ. വെള്ളിമാട് കുന്നിലുണ്ട് ശൈഖുനാ ശംസുലമ പോയി അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുവന്ന് എടക്കരയിൽ അദ്ദേഹത്തിന്റെ ഒറ്റ പ്രസംഗം. അദ്ദേഹം നേരെ വേദിയിൽ കയറിയിട്ട് പാതിരിമാരെ മുഴുവൻ നിരത്തിയിരുത്തിയിട്ട് സലാമുൻ അലാ മനിത്തബഅൽ ഹുദാ എന്ന് പറഞ്ഞ് തുടങ്ങി. സാധാരണ ഭിന്നമായൊരു പ്രസംഗം. ആദ്യത്തെ ദിവസത്തെ പ്രസംഗം എന്താ? ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയമ റസൂലുള്ളാഹി. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനാണ്, ദൈവമല്ല, ദൈവപുത്രനല്ല. ശരിക്ക് തന്റെ പ്രസംഗത്തിൽ അങ്ങ് സ്ഥാപിച്ചു. രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ കയ്യിൽ ബൈബിളുണ്ട്. 4 ദിവസത്തെ പ്രസംഗമാണ്. പിന്നെയുള്ള ദിവസങ്ങളിൽ ബൈബിളിൽ എന്തൊക്കെ കടത്തിക്കൂട്ടിയെന്നാണ് പ്രസംഗം. സുറിയാനി ഭാഷയിലുള്ള ഒരു ബൈബിൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ. ബാക്കിയാത്ത് സ്വാലിഹാത്ത് അറബി കോളേജിൽ അദ്ദേഹം പഠിക്കുന്ന കാലത്ത് അവിടെ ഒരു ക്രൈസ്തവ പാതിരി മുസ്ലിമായി വന്നു. അയാൾക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ ശൈഖുനെ ചുമതലപ്പെടുത്തി. അയാൾക്ക് അറബി ഭാഷ പഠിപ്പിച്ചു കൊടുത്തപ്പോ പകരം അയാൾ സുറിയാനി ഭാഷ ഇങ്ങോട്ടും പഠിപ്പിച്ചു. സുറിയാനി ലിപിയിലുള്ള ഒരു ബൈബിൾ അദ്ദേഹം ശൈഖുനാക്ക് കൊടുത്തു. അതാണ് അസ്ലി ബൈബിൾ. ആ ബൈബിൾ ശരിക്കും വായിച്ചിട്ട് മുമ്പിലിരിക്കുന്ന ഫാദർമാരോട് ചോദിച്ചു, ഇത് ശരിയല്ലേ? അവർക്ക് സുറിയാനി അറിയില്ല. നിങ്ങളെ ബൈബിളിൽ തെറ്റല്ലേ പറഞ്ഞത്? അത് കടത്തിക്കൂട്ടിയതല്ലേ? സുവിശേഷങ്ങളിൽ കടത്തിക്കൂട്ടപ്പെട്ട വചനങ്ങൾ വായിച്ചു കൊടുത്തു.
അതാണ് അദ്ദേഹം മരിച്ചപ്പോൾ മർത്തിയത്ത് കവിതയിൽ വന്നത്. ഖദ് ബയ്യനത് തഹരീഫ ഫിൽ ഇൻജീലി വമാ ഹുവൽ കദിബു വമൽ ഇൽഗാഉ. ഇൻജീലിൽ വരുത്തിയ തെളിവ് സഹിതം അദ്ദേഹം അതിന്റെ വ്യതിചലനങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. അതങ്ങ് വിശദീകരിച്ചു കൊടുത്തപ്പോൾ അവർ പതറിപ്പോയി. ഫാദർ പോയിട്ട് ചോദിച്ചു സഭയിൽ. ആ പണ്ഡിതൻ പറഞ്ഞൊരു മറുപടി എന്താ? മറുപടിയില്ല. റോമിലേക്ക് എഴുതി വത്തിക്കാൻ എന്ന മറുപടി വന്നു. ആ പണ്ഡിതന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി തേടണ്ട, നിങ്ങൾ മിഷണറി പ്രവർത്തനം വേറെ വഴിക്ക് തിരിച്ചുവിട്ടോ, പണം എത്ര വേണമെങ്കിലും തരാം. അതിന്റെ പേരിൽ ഫാദർ ജോൺ ചങ്ങനാശ്ശേരി അടക്കമുള്ള ആളുകൾ രാജിവെച്ചു. ലോഹ അയച്ചുവെച്ച് ഇസ്ലാമിലേക്ക് വന്നു. 5 ആൾ അപ്പം തന്നെ മാറി എന്നാ പറയുന്നത്. 40-ൽ 5 പേര് മാറി. ബാക്കി പലരും മാറാമെന്ന് വരെ പിടിച്ചുവെച്ചു, ആനുകൂല്യം കൊടുത്തു. മാറ്റത്തിന്റെ തുടക്കമിട്ട ആൾ ഇന്നും ജീവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേർ ഇന്ന് മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്ന മനുഷ്യൻ നിങ്ങൾക്കറിയില്ലേ? ആ ഫാദർ ഇന്നും മലപ്പുറം ജീവിക്കുന്നുണ്ട്. അദ്ദേഹം മുസ്ലിമായി മാറി, ശൈഖുനാന്റെ ശിഷ്യനായി. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഈ രീതിയിലൊരു ഫാദറെ മാറ്റാൻ മാത്രമുള്ള ആവേശത്തോടെ പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മതസൗഹാർദ്ദം തകർന്നില്ല. അതാ ചിന്തിക്കേണ്ടത്. ഈ രീതിയിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്തിന് വിനിയോഗിച്ച ഒരു മനുഷ്യൻ എല്ലാവരും അത് സ്മരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ മലപ്പുറം ജില്ലയിൽ ഇടയ്ക്കരി പോയി ചോദിക്കും. കേരളം മുഴുവൻ പിടിച്ചു കുലിക്കൊരു സംഭവമാണ്. ഇല്ലെങ്കിൽ അവിടെ ഒരുപാട് ആളുകൾ ക്രൈസ്തവതയിലേക്ക് മാറുമായിരുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നു. ഐക്യം ഈ ഉമ്മത്തിലുണ്ടാക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയില്ലേ, ശരീഅത്തിന്റെ സംവാദകാലത്ത്, ശരീഅത്ത് സംവാദ കാലഘട്ടത്തിൽ അദ്ദേഹം മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് മുഴുവൻ ആൾക്കാർ ഇരുത്തി. എല്ലാവരും ഒന്നിച്ചിരുത്തി. എന്താ ഇരുത്താൻ കാരണം? അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഇസ്ലാമിക ശരീഅത്ത് ഇന്ത്യയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ഇസ്ലാമിക ശരീഅത്ത് ചോദ്യം ചെയ്യപ്പെട്ട സന്ദർഭത്തിൽ ഇസ്ലാമിക ശരീഅത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ചോദ്യം ചെയ്യപ്പെട്ടപ്പോ YB ചന്ദ്രചൂഡിന്റെ വിധിക്കെതിരെ പാർലമെന്റ് നിയമം കൊണ്ടുവരണം. അന്ന് പാർലമെന്റിൽ ഈ വിഷയം എടുത്തു ധരിച്ചുകൊണ്ട് ഗുലാം മുഹമ്മദ് ബനാത്വാല നല്ലൊരു പ്രസംഗം ചെയ്തു. ബനാത്വാല ചെയ്ത പ്രസംഗം ചരിത്ര പ്രസിദ്ധമായി. ആ പ്രസംഗം കേട്ടപ്പോൾ ഹിന്ദു മെമ്പർമാർ ഒരു തരിച്ചിരുന്നു പോയൊരു മതത്തിന്റെ വികാരം തന്മയത്വത്തോടുകൂടി അദ്ദേഹം അവതരിപ്പിച്ചു. ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പറഞ്ഞു, ആ ബില്ല് നിങ്ങൾ കൊണ്ടുവരേണ്ട, സ്വകാര്യ ബില്ല് വേണ്ട, ഞങ്ങൾ ഏറ്റെടുക്കാം. മുസ്ലിങ്ങളുടെ അവകാശം സംരക്ഷിക്കൽ ഈ ഗവൺമെന്റിന്റെ കടമയാണ്, നിങ്ങൾ സംരക്ഷിക്കാം. പക്ഷേ എനിക്കൊരു കാര്യം അറിയണം, ഈ വികാരം നിങ്ങളുടേത് മാത്രമാണോ, നിങ്ങളെ പാർട്ടിക്കാരുടേത് മാത്രമാണോ, അതോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മുഴുവൻ ഈ വികാരമുണ്ടോ? അത് പരിശോധിക്കാൻ ഞാൻ സംവിധാനമുണ്ടാക്കും. എന്റെ രഹസ്യാന്വേഷണ വിഭാഗം അത് പരിശോധിക്കുന്ന ബഹുമാനപ്പെട്ട രാജീവ് ഗാന്ധി പറഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെ രഹസ്യാന്വേഷണ വിഭാഗം അത് അന്വേഷിക്കാൻ തത്രപ്പാട് കൂട്ടി. മുസ്ലിങ്ങൾ ഈ വിഷയത്തിൽ എവിടെ നിൽക്കുന്നു, സ്പെഷ്യൽ ബ്രാഞ്ച് അന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബ് യോഗം വിളിച്ചത്. നദ്വി സാഹിബ് യോഗം വിളിച്ചിട്ട് ഈ വിഷയത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ വളരെ മുമ്പിലാണ്. കേരള മുസ്ലിങ്ങളുടെ പിൻബലം ഇതിന് കിട്ടണമെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ മതസംഘടന സമത്വയാണ്. സമത്വയുടെ ജനറൽ സെക്രട്ടറി EK അബൂബക്കർ മുസ്ലിയാരെ കാണണം. ആ യോഗത്തിൽ വെച്ചു തന്നെ കാണാൻ ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെ ചുമതലപ്പെടുത്തി. സേട്ട് അന്ന് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മെമ്പറാണ്. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മെമ്പർ എന്ന രീതിയിൽ സേട്ട് സാഹിബ് നേരെ വന്ന് വെള്ളിമാടുകുന്നിൽ നദ്വി സാഹിബ് ചുമതലപ്പെടുത്തിയിട്ടാണ് വന്നത്. ആ നദ്വി സാഹിബ് പറഞ്ഞതനുസരിച്ച് വന്നിട്ട് ഒരു പാർട്ടിക്കാരൻ എന്ന രീതിയിലോ MP എന്ന രീതിയിലോ അല്ല വരവ്, മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മെമ്പർ എന്ന രീതിയിലാണ്. നേരെ വെള്ളിമാട് കുന്നിൽ വന്ന് ശൈഖുന ശംസുലമയെ കണ്ട് ശംസുലമയുടെ വിവരം പറഞ്ഞു. ശംസുലമ പറഞ്ഞു, ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം, യാതൊരു ഭിന്നതയും പാടില്ല. കാരണം സമത്വയുടെ ഭരണഘടനയിലുണ്ട്. സമത്വയുടെ ഭരണഘടനയിൽ 5 ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് സമത്വം. അതിൽ ഒന്നെന്താ? മുസ്ലിം സമുദായത്തിന്റെ മതപരവും സാമുദായികവുമായ അവകാശ അധികാര സംരക്ഷണം. വലിയ വലിയ മഹാന്മാർ ഒരു വാചകം എഴുതുമ്പോൾ 100 വട്ടം സൂക്ഷിക്കും. ഇത് മഹാന്മാരുണ്ടാക്കിയത്. ഇബാറത്തിന്റെ ഗൗരവം നോക്കുക. എന്താണ് പറഞ്ഞത്? മുസ്ലിം സമുദായത്തിന്റെ മതപരവും എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട. പക്ഷെ അവിടെ സാമുദായികവും ഒന്ന് കൂട്ടിച്ചേർത്തു. എന്തിനാ മതപരം എന്ന് പറഞ്ഞത്? പിന്നെ എന്തിനാ സാമുദായികം? ഒരു സമുദായമായി നിൽക്കേണ്ട സ്ഥാനത്ത് അങ്ങനെ നിൽക്കേണ്ടി. മതപരമായി നമ്മുടെ സുന്നത്യമായതിന്റെ വർദ്ധിക്കപ്പുറം പോകില്ല. പക്ഷെ സമുദായ പ്രശ്നം വരുമ്പോൾ ഇന്ത്യയിലെ എല്ലാ ജാതി മതസ്ഥരും അതുപോലെ തന്നെ സമുദായങ്ങൾ, ഇപ്പൊ മുസ്ലിം സമുദായം എന്ന് പറയുമ്പോൾ അതിൽ നിസ്കരിക്കുന്നവരും നിസ്കരിക്കാത്തവരും ശരീഅത്തുള്ളവരും ഇല്ലാത്തവരൊക്കെ പെട്ടു. പേര് മുസ്ലിമായനൊക്കെ അവരൊക്കെ എണ്ണമതിൽ. അപ്പൊ എല്ലാവരും ഒന്നിച്ചു നിർത്തണം. സാമുദായികമായ അവകാശം, നമ്മളെ അവകാശമാണ് ശരീഅത്ത്. അതിനുവേണ്ടി എല്ലാവരും നിർത്തിയിട്ട് അന്ന് ശൈഖുന ചെയ്ത പ്രസംഗം അറിയോ നിങ്ങൾക്ക്? അന്ന് മുതലക്കുളത്ത് ശൈഖുന ചെയ്ത പ്രസംഗത്തിന്റെ കാസറ്റ് ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ കേട്ടുകളൂ, ആവർത്തിച്ച് കേട്ടോളൂ. ശൈഖുന പറഞ്ഞു, ഇന്ത്യയിൽ നിലനിൽക്കുന്നത് മദ്ഹബ് അധിഷ്ഠിതമായ ശരീഅത്ത്. ഇന്ത്യൻ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. 937 മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്, മുസ്ലിം പേഴ്സണൽ ലോ അതാ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട്. ആ ആക്ട് ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ആ ആക്ടിന്റെ അടിത്തറ മദ്ഹബാണ്. ഇന്ത്യയിൽ 2 വിഭാഗം, ഷിയാക്കളും സുന്നികളും. സുന്നികളിലാണ് എല്ലാവരും വരുന്നത്. എല്ലാ വിഭാഗവും സുന്നികളിലാണ്.
ഈ സുന്നി എന്ന് പറയുന്ന വിഭാഗത്തിൽ ഇന്ന് കേരളത്തിലെല്ലാം അവാന്തര വിഭാഗം പെട്ട് ഇന്ത്യയിൽ നിയമത്തിന് മുമ്പിൽ അവര് സുന്നി തന്നെയാണ്. ബാക്കി ഷിയാക്കൾ രണ്ടു കൂട്ടർ ഇന്ത്യയിലുള്ളൂ. ഈ സുന്നികളുടെ ശരീഅത്ത് എന്ന് പറയുന്നത് മദ്ഹബിൽ അധിഷ്ഠിതമാണ്. ശൈഖുന പറഞ്ഞു, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ മദ്ഹബ് അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷെ ശരീഅത്ത് മദ്ഹബിലാണ്. മദ്ഹബിന്റെ ശരീഅത്ത് സംരക്ഷിക്കാൻ മദ്ഹബ് ഇല്ലാത്തവരും ഞങ്ങളും ഒന്നാണ്. അതുകൊണ്ട് ശരീഅത്തിന്മേൽ ആരും തെറ്റ് കളിക്കാൻ വരണ്ട. ഇതൊരു വാക്കാ. അവിടെ സുന്നത്ത് ജമാഅത്തിന് വിജയമല്ലാതെ പരാജയം എവിടെയാ? അപ്പോഴാണ് ചില ആളുകൾ ഇരുന്ന് പ്രസംഗിച്ചത്, ശൈഖുന തെറ്റിപ്പോയി, നമ്മൾ ശരീഅത്ത് സംരക്ഷിക്കാൻ ഒറ്റയ്ക്ക് നിൽക്കണം, നമ്മൾ വേറുള്ളവന്റെ കൂടെ കൂടാൻ പാടില്ല. നമ്മൾ ശരീഅത്ത് സംരക്ഷിക്കാൻ ഒറ്റയ്ക്ക് നിൽക്കണം, വേറുള്ളവന്റെ കൂടെ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കണമെന്ന് പറഞ്ഞ ആളുകൾ പിന്നെ എത്ര പ്രശ്നത്തിൽ ഒന്നിച്ചുകൂടി, ഏതൊക്കെ പ്രശ്നത്തിൽ ഒന്നിച്ചുകൂടി നമ്മൾ കണ്ടില്ലേ? ഏതൊക്കെ പ്രശ്നത്തിൽ ഒന്നിച്ചുകൂടിയത്? ഏറ്റവും അവസാനം നമ്മൾ കണ്ടു, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ തസൗഫിന്റെ സമ്മേളനം എന്ന് പറയുന്ന സൂഫി സമ്മേളനത്തിന് പോയി. എന്താ കൂട്ടരെ സൂഫിസം? പെണ്ണുങ്ങളെ തട്ടമിടാതെ അങ്ങനെ ഇരുന്നിട്ട്, തട്ടമിടാത്ത പെണ്ണുങ്ങൾ ഇരുന്നിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് ശിരോവസ്ത്രം ആവശ്യമില്ല എന്ന് പറയലാണ് തസൗഫ്. എന്ത് സൂഫിസ? സൂഫിസ് എന്ന് പറഞ്ഞാൽ പൊറാട്ട നടക. ആ തസൗഫ് എന്ന് പറഞ്ഞാൽ എന്താ? തസൗഫ് എന്ന് പറഞ്ഞാൽ അത് പഠിക്കണം. ഇൽമുൻ തുഅറഫു ബിഹി അഹ്വാലു തസ്കിയത്തിൻ നുഫൂസ്. സൂഫിസ് എന്ന് പറഞ്ഞാൽ ഇൽമുൻ തുഅറഫു ബിഹി അഹ്വാലു തസ്കിയത്തിൻ നുഫൂസി. മനസ്സിന്റെ സംസ്കരണത്തെക്കുറിച്ച്, അതിന്റെ അവസ്ഥയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ശാഖയാണത്. വതസ്ഫിയത്തിൽ അഖ്ലാഖി, സ്വഭാവത്തിന്റെ സംസ്കരണത്തിന്റെയും വതഅമീരിൽ ളാഹിരി വൽ ബാത്തിനി ലിനൈലി സഅദത്തിൽ അബ്ദിയ, ആത്യന്തിക വിജയം നേടാൻ വേണ്ടി ഉള്ളും പുറവും നന്നാക്കി മനുഷ്യനെ സൽ സ്വഭാവിയും നല്ല പ്രവർത്തകനുമാക്കി മാറ്റിയ ഒരു വിജ്ഞാന ശാഖയാണ് തസൗഫ്. റിസാലത്തുൽ ഖുശൈരിയിൽ മനോഹരമായി പറഞ്ഞ നിർവചനമാണ് ഞാൻ സൂചിപ്പിച്ചത്. അതാ തസൗഫ്. അത് കുറച്ചാൾ യോഗം ചേർന്നിട്ട് ജനങ്ങളെ മുമ്പിൽ പൊറാട്ട് നാടകം നടത്തലല്ല. തസൗഫ് പ്രകടനപരതയല്ല, അത് കൊട്ടിഘോഷിക്കേണ്ട സാധനമല്ല. പെണ്ണുങ്ങൾ യോഗം ചെയ്ത് തലയെ തട്ടടാതെ പെണ്ണുങ്ങളെ സൂഫി, വനിതാ സൂഫി സമ്മേളനം ഒറ്റന്നിന് തട്ടല്ല. എന്ത് സൂഫി അത്? തമ്മാടിത്തം. ഞാൻ വഴിമാറുന്നില്ല, ഞാൻ പറഞ്ഞ വിഷയത്തിൽ തന്നെ നിൽക്കുക. ആ രീതിയിൽ ഈ സമൂഹത്തിൽ ശംശലമാ ശരീഅത്ത് സംരക്ഷിച്ചു. അതിനുവേണ്ടി അദ്ദേഹം നേതൃത്വം കൊടുത്തൊരു തെറ്റും അദ്ദേഹം ചെയ്തില്ല. ചരിത്രം അറിയാം. ആ മഹാനായ ശൈഖുന ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം ചെയ്ത കറാമത്തുകൾ എത്രയാ? ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്ന ഒരൊറ്റ സംഭവം പറഞ്ഞു. മഹാനവരുടെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനുണ്ട്, ഹൈദ്രോസുലൈം, ചെറുപാട് ഹൈദ്രോസുലൈം, അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ആ മഹാൻ ഇപ്പൊ ജോലി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ പുലിക്കണ്ണിയിലെ ദാറുൽ തഖ്വ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രിൻസിപ്പളാണ്, വാഫി കോളേജ്. അദ്ദേഹം നേരത്തെ ജോലി ചെയ്തിരുന്ന ചെറുപാട് ഒരു പള്ളിയിലാണ്. അവിടെ ദർസ് നടത്തുമ്പോൾ ചെവിക്കൊരു വേദന, ശരിക്കും മനസ്സിലാക്കണം ചെറുപ്പക്കാർ, ചെവിക്കൊരു ചെറിയ വേദന. ഈ വേദന ചെവിക്കിങ്ങനെ വന്നപ്പോൾ ബഹുമാനപ്പെട്ടവര് ആകെ വിഷമിച്ചു. ഒരു ഡോക്ടറിൽ നിന്ന് ഡോക്ടർ പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ചെവിന്റെ ഉള്ളിലെ ഡ്രമ്മിന് ചെറിയ ദ്വാരം, കേൾവിക്കുള്ള ഡ്രം, രണ്ട് ചെവിക്കുണ്ട്, അവിടെ ദ്വാരം ഓപ്പറേഷൻ ചെയ്ത് ഫില്ല് ചെയ്യണം. ഓപ്പറേഷൻ അല്ലാതെ വേറെ മാർഗം ചോദിച്ചില്ല എന്നും പറഞ്ഞു. അപ്പൊ നമുക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടാവും, എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. ഒരു ഡോക്ടർ നമ്മളോട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞ ഡോക്ടർ വേറെണ്ടോന്ന് പോയി ഉറപ്പാ പോയി നോക്കി. 5 ഡോക്ടർമാരെ മാറി മാറി കണ്ടു. ഒന്ന് കോയമ്പത്തൂരിലെ പ്രഗത്ഭനായ പ്രൊഫസറാ, അയാളും പറഞ്ഞ അവസാനം ഓപ്പറേഷൻ അല്ല, വേറെ മാർഗമില്ല, നിങ്ങളെ പ്രായത. മുത്തവക്കുൻ അലഹിയായി ഓപ്പറേഷൻ വന്നപ്പോ പിന്നെ അദ്ദേഹം ചെയ്തു, ഓപ്പറേഷന് വേണ്ടി തൃശ്ശൂരിൽ വന്നു, ഡോക്ടറെ കണ്ടു, അതിന് ഡേറ്റ് വെച്ചു, എക്സ്റേ എടുത്തു, ദ്വാരൊക്കെ കണ്ടു, ബോധ്യം. ഓപ്പറേഷന് ഡേറ്റ് വെച്ച ശേഷം നേരെ വെള്ളിമാട് കുതിർ വന്നു, തന്റെ പ്രിയപ്പെട്ട ഉസ്താദാകുന്ന ശൈഖുന ശംസുലമയെ കണ്ട് ഒന്ന് ദ്വാരപ്പിക്കാൻ. ശൈഖുനാന്റെ അടുത്തിരുന്നു. ശൈഖുന ഉയർന്ന തറയിൽ ഗതിക്കാൻ വടാപ്പുറത്ത്, അദ്ദേഹം താഴത്തവിടെ ഇരുന്നു. ശൈഖുനയുടെ സങ്കടമൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഓപ്പറേഷന് പോവാ, ശൈഖുന ദ്വാരക്കണം എന്ന് പറഞ്ഞു. ശൈഖുന തലയും താക്കിയിട്ട് ഇങ്ങനെ നിന്ന് ഒന്നും പറഞ്ഞില്ല. ദ്വാരന്നതുമില്ല, ദ്വാരപ്പെന്ന് പറഞ്ഞതുമില്ല, ഒരക്ഷരവുമില്ല, ഒരു പ്രതികരണവുമില്ല. കുറെ സമയം തലങ്ങനെ തൂക്കിയിട്ടിരുന്നു. ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ ശൈഖുന തല കുതിച്ചിട്ട് പറഞ്ഞു, എടാ ഓപ്പറേഷനൊക്കെ എന്റെ വഴിക്ക് നടക്കട്ടെ, ഞാൻ നിന്റെ കേസ് മുത്തപ്പേട്ട ദാവൂദിലൊക്കെ തങ്ങളുമായിട്ട് മുഷാവറ ചെയ്യായിരുന്നു, മുഷാവറ ചെയ്തിട്ടുണ്ട്, നീ അവിടത്തേക്ക് ഫാത്തിഹയും യാസീനും ഓതിക്കോ, പോയിക്കോന്ന. വേറൊന്നുമില്ല. അദ്ദേഹം അത് കേട്ടതോടുകൂടി നേരെ വീട്ടിൽ പോയി രാത്രി യാസീൻ ഓതി, ഫാത്തിഹ ഓതി കിടന്നു. പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ എണീച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ തീർത്ത് ഉച്ചയ്ക്ക് ശേഷം നേരെ പോവാണ് തന്റെ ജോലി സ്ഥലത്തേക്ക്. തൃശ്ശൂരെത്തി. അദ്ദേഹം നേരെ ഏലംകുളമാണ്, ഞങ്ങളെ ജില്ലക്കാരനാണ്. ഏലംകുളത്ത് നേരെ ഷൊർണൂരെത്തി. ഷൊർണൂരിൽ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറി. പള്ളിയിൽ കയറിയപ്പോൾ അദ്ദേഹത്തിന് നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ തലക്കെന്തോ ഒരു വല്ലാത്ത ഭാരം തോന്നിയപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ ഈ പറയുന്ന വിഷയം നിങ്ങൾ മുഴുവൻ കേട്ടതിന്റെ ശേഷം അദ്ദേഹത്തെ നേരിട്ടൊന്ന് കണ്ടു ചോദിച്ചാൽ ഒന്നുകൂടി നിങ്ങൾക്ക് ബോധ്യം. അദ്ദേഹം ഒരു സാത്വികനായ പണ്ഡിതനാണ്. ഇപ്പോ ദാറുൽ തഖ്വ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന
പുലിക്കണ്ണിയിലെ ആ സ്ഥാപനം നിലനിൽക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് ദ്വാരക്കാൻ പറ്റുന്ന ചില ആൾക്കാർ കൊടുക്കുന്ന പൈസ ഉണ്ടാകും. ഒരു ജാടിയില്ലാത്തൊരു പാവം മനുഷ്യൻ, ഞാനായിട്ട് നല്ല ബന്ധമുള്ളതാണ്. ആ മനുഷ്യൻ ഒരു കളവ് പറയുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവമോ പെരുമാറ്റമോ കണ്ടാൽ ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല. അങ്ങനത്തെ മുത്തക്കിയ മനുഷ്യൻ തൃശ്ശൂരൊക്കെ ദ്വാര സമ്മേളനത്തിൽ അദ്ദേഹത്തെ കൊണ്ടുപോകാറുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം പലരോടും പറഞ്ഞു, അവർക്കും അറിയാം, ഇന്നും നിങ്ങൾ ചോദിച്ചാൽ പറയും കൊട്ടിഘോഷിക്കുക. ഈ വല്ലാത്ത തലവേദന വന്നപ്പോ കിടന്നപ്പോൾ ഉറങ്ങിയപ്പോ അദ്ദേഹത്തെ ആരോ എടുത്തുകൊണ്ടുപോകുന്ന പോലെ അനുഭവം, സ്വപ്നം. ഞാനിത് ഇത്ര പറയാൻ കാരണം ഇന്ന് സ്വപ്നം കാണാനായിട്ട് ചില ആൾക്കാർ ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ അത് പറയുമ്പോൾ ഒരു വിശ്വാസം കൂടെ ഉണ്ടാവും. ഇതങ്ങനെയല്ല. ആ മഹാനായ മനുഷ്യൻ പറഞ്ഞു, എന്നെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തൊരു പ്രതീതി എനിക്കുണ്ടായി. ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത പോലെ ഞാൻ ചികിത്സയ്ക്ക് വിധേയനായ പോലെ പെട്ടെന്ന് വേദന വന്നപ്പോൾ എഴുന്നേൽപ്പോ വേദന ഉണ്ട്. ഞാൻ നേരെ ഡോക്ടറിൽ നിന്ന് പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു, നിങ്ങളോ ചെവിയുടെ ഡ്രമ്മിന്റെ ദ്വാരം അടഞ്ഞിട്ടുണ്ടല്ലോ, ആരാണ് ഓപ്പറേഷൻ ചെയ്തതെന്നാണ് ഡോക്ടർക്ക് അറിയുന്നത്. ഇയാൾക്കും അറിയേണ്ടത് തന്നെയാണ്, രണ്ടാൾക്കും അറിയേണ്ട വിഷയമാണ്. ഇവിടെ ഷെയ്ഖുനെ പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ കേസ് ഞാൻ മുത്തുപേട്ട ദാവൂദുൽ തങ്ങളുമായി മുഷാവറ ചെയ്യുന്നുണ്ട്. ആ മുഷാവറിന്റെ ഗൗരവം നോക്കുക. ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ല സുന്നികൾക്ക്. ഇന്ന് ഹൈദ്രോസ് വയസ്സ് ജീവിച്ചിരിപ്പുണ്ട്. ഒരു ചികിത്സ അദ്ദേഹം വേറെ തേടിയിട്ടില്ല. അദ്ദേഹം എക്സ്റേ എടുത്തതും ദ്വാരം കണ്ടതും ഡോക്ടർ വിധിച്ചതും ഓപ്പറേഷന്റെ ഡേറ്റും ഒക്കെ അവിടെ ഉണ്ട്. പക്ഷെ ആ മനുഷ്യന് യാതൊരു കുഴപ്പമില്ലാതെ സുഖമായിട്ട് പോകാൻ കഴിയും. ഷെയ്ഖുനാൻ ഒറ്റ വാക്കാ, നിന്റെ കേസ് ഞാൻ മുത്തുപേട്ട ദാവൂദുൽ തങ്ങളുമായി മുഷാവറ ചെയ്യുന്നത്. എന്താണ് പറഞ്ഞ വാക്ക്? ആ ബന്ധം എത്ര വലുതാ. നന്ദിയിലെ കുട്ടികൾ എഴുതിയ സ്മരണികന്റെ ഒരു സംഭവം. ആതിര പട്ടണത്തെ മുഹമ്മദ് കുട്ടി ഹസരത്ത് എന്ന പണ്ഡിതൻ ഒരിക്കൽ ഷെയ്ഖുനായ 979 കൊണ്ടുപോയി ആതിര പട്ടണത്തേക്ക് ഒരു പ്രശ്നം തീർക്കാൻ. ഷെയ്ഖുന പറഞ്ഞു, എനിക്ക് മുത്തുപേട്ട പോകണമെന്നാണ്. പോയി മുത്തുപേട്ടയിൽ കയറി എല്ലാവരും സിയാറത്തേക്ക് ദ്വാരുന്നു. ഷെയ്ഖുന എല്ലാവരോടും പുറത്തു പോകാൻ പറഞ്ഞു. അപ്പൊ ഹസരത്ത് ചോദിച്ചത്ര, എന്താ ഷെയ്ഖുന നിങ്ങളൊക്കെ പുറത്തു നിൽക്കി, എനിക്ക് മുത്തുപേട്ടയിലെ മഹാനുമായിട്ട് സ്വകാര്യമായിട്ടൊന്നും സംസാരിക്കാനുണ്ട്. സ്വകാര്യമായിട്ട് നമ്മളാരെങ്കിലും പറഞ്ഞാൽ അവന് സുഖല്യെന്നിരിക്കും. മഹാനവർകൾ അവിടെ അടച്ച് ഇരുന്നു കൊണ്ട് ആ ഖബറിൽ കിടക്കുന്ന മഹാനുമായി സംസാരിച്ചു. ആ ഒരു ബന്ധമല്ലാത്തതാ. ഞാൻ കേട്ടിട്ടുണ്ട്, ബഹുമാനപ്പെട്ടവർ 4 ദിവസത്തെ സിയാറത്തിന് പോയി കോഴിക്കോട് സിയാറത്തിന് പോകുമ്പോൾ അദ്ദേഹം നല്ല മനോഹരമായ ഒരു മർസിയത്ത് കവിത, ഒരു മദ്ഹ് കവിത, ഒരു തവസ്സുൽ ബൈത്ത് എഴുതിണ്ടായി. ഫ്രെയിം ചെയ്ത് പൊതിഞ്ഞിട്ടാ കൊണ്ടുപോയതെന്ന്. അത് കൊണ്ടുപോയിട്ട് മുത്തുപേട്ടിൽ ചെന്ന് ദർഗ അടച്ചിട്ട് രാത്രി ദർഗ പൂട്ടുന്ന സമയത്ത് അവരെ സമ്മതത്തോട് അല്ലേ തന്നെ ഷെയ്ഖുൻ എന്നാണല്ലോ ബഹുമാനം. അവരൊക്കെ ഇരുത്തിയിട്ട് ഉറക്കങ്ങനെ അദ്ദേഹം ഷെയ്ഖുനെന്നെ ചൊല്ലിക്കൊടുത്തു. എല്ലാവരും ചൊല്ലി മൗലിദ്. ഇതിന് ആവേശം പൂണ്ട് അവർ പറഞ്ഞു തന്നെ, ഷെയ്ഖുന ഈ ബെയ്ത്ത് കൊണ്ടുപോകാൻ പറഞ്ഞത് ഇവിടെ തൂക്കിയിടണം. അതിനെന്നെ ഷെയ്ഖുനെ കൊണ്ടത് തൂക്കിയിട്ടു. ഇന്നും നിങ്ങൾ മുത്തുപേട്ട ദർഗാ ഷെരീഫിലേക്ക് ചെന്നാൽ മക്കാമിലേക്കാണ് കിടക്കുമ്പോൾ വലതുവശത്തും നോക്കിയാൽ ഒരു ബെയ്ത്ത് ഇങ്ങനെ തൂക്കിയിട്ട് കാണും. അൽഹംദുലില്ലാ, നമ്മുടെ ഷെയ്ഖുനാന്റെ ഒരു ബെയ്ത്ത് മാത്രമേ അവിടെ ഉള്ളൂ. അതവിടെ പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യുന്നതും കാണും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. ആ ബെയ്ത്ത് ഷെയ്ഖുന എഴുതിയതാണ്. ആ ബെയ്ത്തിന്റെ തുടക്കം തന്നെ വളരെ മനോഹര. യാ റബ്ബന യാ ശൈഖന യാ ശൈഖ ദാവൂദുൽ ഹകീമുൽ അഅ്ലമു യാ ശൈഖന യാ ശൈഖ ദാവൂദുൽ ഹകീമുൽ അക്രമു അൻത ബഹറുൽ ജൂദി വൽ ഇഫ്ളാൽ യാ ശൈഖൽ വറ അൻത ബല്ലഗ്ലാ വഅഗ്ലാ മിൻഹു യാ ശൈഖൽ തറാ كل من يأتي جناب القدس راض فيك يا شافي الأمراض من قلب وجسم عافيا. ഇതൊക്കെ ചെല്ലുമ്പോ ആളുകളെ കൊണ്ട് ഇങ്ങനെ ഉറക്കെ ചെല്ലിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ഇന്നിവിടെ ബദ്രിയത്തിൽ മങ്കൂസിയെ ചെല്ലുന്നത് പോലെ, മജ്ലിസുൻ നൂർ ചെല്ലും പോലെ ഒന്ന് ചെല്ലി നോക്കിയേ നിങ്ങൾ ഷെയ്ഖുനെ ചെല്ലിയ ബൈത്തിന്റെ ഒരു ബർക്കത്ത് എത്ര ഉണ്ടാവും. ആ ബർക്കത്ത് അല്ലാഹു നമുക്കും നൽകുമാറാവട്ടെ. മഹാനവർകൾ അതിന്റെ അവസാനം എഴുതിയ 2-3 വരികളുണ്ട് തവസ്സുല്. ആ തവസ്സുൽ ബൈത്തിനെ ചെയ്യാ റബ്ബന ബിഹഖി ഹാദാ ശൈഖ് ദാവൂദൽ വലി ഇഫ്തഹൻ അബ്വാബ ബറകാതിൻ വഖൈരിൻ മുംതലി ലാ ഇലാഹ ഇല്ലല്ലാഹു. ഉറക്ക ചൊല്ലിക്കോ, ശൈഖുനെ ചൊല്ലിയാണ് ബർക്കത്തുണ്ടാവും. അങ്ങനെ തന്നെ അദ്ദേഹം പറഞ്ഞു. ആ വലിയ ബൈത്തിലുണ്ട് യാ റബ്ബന ബിഹഖി ഹാദാ ശൈഖ് ദാവൂദൽ വലി ഇദ്ഫഅൻ ഫഖറൻ വഫാഖാതിൻ ബിദഫഇകൽ ജലീല ഇലാഹ. അങ്ങനെ ആ മഹാന്മാരുമായി അഥവാ ഖബറിൽ കിടക്കുന്ന വലിയ ഔലിയാക്കളുമായി ബന്ധപ്പെട്ട മഹാനാണ് അയിലക്കാട് സിറാജുദ്ദീൻ ഷെയ്ഖ്. ഷെയ്ഖുനായുടെ ഏറ്റവും വലിയ ഷെയ്ഖായിരുന്നു. ആ മക്കാമിൽ അടച്ചിരുന്നു കൊണ്ട് പലപ്പോഴും സ്വകാര്യ സംഭാഷണം നടന്ന് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അൽ അർവാഹു ജുനൂദും മുജന്നദ. ഷെയ്ഖിന്റെ പള്ളിയിൽ ബഹുമാനപ്പെട്ടവർ പലപ്പോഴും വന്ന് കുറെ സമയം മക്കാമിൽ ഇരിക്കുന്നത് കണ്ടവരുണ്ട്.
ഈ രീതിയിൽ മഹാന്മാരായ ഔലിയാക്കളുമായി അഭേദ്യ ബന്ധമുള്ള ശംസുൽ ഉലമ, ആ മഹാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഓർക്കണേ നിങ്ങൾ, അദ്ദേഹത്തിന്റെ വാക്ക്, നോട്ടം, പ്രവൃത്തി മുഴുവൻ തർബിയത്താണ്. ഒറ്റ സംഭവം ഞാൻ പറയട്ടെ, നിങ്ങൾ ഞെട്ടിപ്പോകും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകനായിരുന്ന വലിയൊരു പണ്ഡിതനുണ്ടായിരുന്ന ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. കേട്ടിസാനെ ഓർമ്മയുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ ചിറ്റുമുറി മുസ്ലിം എന്ന് പറയാം. വയന്ന് പറഞ്ഞിട്ട് ചിറ്റണ് മുറിച്ചണം. പെണ്ണുങ്ങളുടെ വയതാണ് പറഞ്ഞാൽ പെണ്ണുങ്ങൾ ചിറ്റണ് മുറിച്ചു കൊടുക്കും. 10 പെണ്ണുങ്ങൾ കൊടുക്കുമെന്ന് അറിയില്ല, അന്ന് കൊടുക്കും. ആ രീതിയിൽ മനോഹരമായി വയന്ന് പറഞ്ഞിരുന്ന ആളാ ആ മഹാനായ മനുഷ്യൻ. അദ്ദേഹം എഴുതി വെച്ചൊരു ലേഖനം എന്റെ കയ്യിൽ, മുഹമ്മദ് മുസ്ലിയാർ എഴുതി വെച്ചൊരു ലേഖനുണ്ട്. ചെറുപ്പക്കാർ മനസ്സിലായിക്കോ. ഒരു ദിവസം ബഹുമാനപ്പെട്ട ഒരു ഷെയ്ഖുനാനെ കാണാൻ വേണ്ടി വീട്ടിൽ ചെല്ലുകയാണ്. അപ്പൊ ഷെയ്ഖുനാന്റെ വീട്ടിൽ കന്ന് പൂട്ടുന്ന ആൾ അവിടെ ഉണ്ട്. ഈ കന്ന് പൂട്ടുന്ന ആള് കാളകളെ പൂട്ടി അവരിങ്ങനെ കൊണ്ടുവന്ന് അവിടെ കെട്ടിയിരിക്കുക. അപ്പൊ അതിന്റെ അടുക്ക് സംഭവിച്ചത്, ഷെയ്ഖുനാന്റെ ഒരു മകൻ, ആ മകൻ, ഷെയ്ഖുനാന്റെ ഒരു മകൻ ഈ അവിടെ ഉണ്ടായിരുന്ന 2 കാളകളെ ലാഭത്തിന് വേറെ 2 കാളകളായിട്ട് മാറ്റി. കുറഞ്ഞൊരു ലാഭം കിട്ടിയപ്പോ മാറ്റി പഴയ കാളകളെ. അപ്പൊ 2 കാളകൾ അവിടെ ഉണ്ട്. ഈ 2 കാളകൾ എങ്ങനെ വെച്ചിട്ട് ഇയാളെ പൂട്ടാൻ പോയി. അപ്പൊ പൂട്ടാൻ പോയി നോക്കുമ്പോൾ ഒരു കാള എന്തായാലും നടക്കൂല, ഒരു നിലക്കും ഒരു കാള നടക്കൂല. അപ്പൊ ഈ കാള നടക്കാത്തപ്പോ ഇയാൾ വന്നിട്ട് ഷെയ്ഖുനാനോട് പരാതി പറയണം. അപ്പൊ വീട്ടിലിങ്ങനെ സ്ഥിരമായി ജോലി ചെയ്യുന്ന ആൾക്കാര് വീട്ടുനാഥനോട് പരാതി പറയുമ്പോൾ കുറച്ച് ഗൗരവത്തിലൊക്കെയാണ് പറയാം. അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ. എനിക്കിതിനെ പൂട്ടാനൊന്നും ആവൂല, എന്തിനാ 2 നല്ല കാളകളെ വിട്ടത്? ആ 2 കാള വിറ്റ് നഷ്ടമാണ്, ഇത് തീരെ നടക്കണില്ല. അപ്പൊ ഷെയ്ഖുന ഇതിനെ കേട്ടോണ്ടിരിക്കുക. അപ്പൊ ആദർശേരി വെച്ചില്ല. അപ്പൊ ആദർശേരി പറയാണ്, അദ്ദേഹം എഴുതാണ്, ഷെയ്ഖുന വെച്ച് ഏതാണ് ആ കാളാന്ന് വെച്ചു. ഇതാക്കണ കാളാണ് കാണിച്ചത്. അപ്പൊ ഷെയ്ഖുന റൂമിൽ നിന്ന് ഇറങ്ങി. ഷെയ്ഖുന റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഷെയ്ഖുന നേരെ ചെന്നിട്ട് എവിടെയെന്ന് വെച്ച് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ എഴുതിയത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, എന്റെ വക ഒന്നും കൂട്ടണില്ല. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഷെയ്ഖുന ആ കാളന്റെ നേരെ ഇങ്ങനെ നോക്കി, കാളങ്ങോട്ടും നോക്കി. ആ കാളന്റെ 2 കണ്ണ് ഇങ്ങോട്ടും, ഷെയ്ഖുനാന്റെ 2 കണ്ണ് അങ്ങോട്ടും. ഒരു 2 മിനിറ്റ് 2 ആൾ അങ്ങോട്ടും കൂടെ നോക്കുക. ഷെയ്ഖുന എന്തൊരു ദിക്റും ചെല്ലുന്നത് ഒന്നുമില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഷെയ്ഖുന കണ്ണെടുത്തിട്ട് കൂട്ടുകാരോട് കൊണ്ടുപോയി പൂട്ടടാം. ഇയാൾ കൊണ്ടുപോയി പൂട്ടി നോക്കുമ്പോൾ ആദ്യത്തെ കാളിനേക്കാൾ ഉഷാറിലിപ്പോ ഈ കാളെ നടക്കും. ഇതാരെ എഴുതിയത്? ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ കിട്ടുകയല്ല. ആ മനുഷ്യന് ഇത് എഴുതേണ്ട യാതൊരു കാര്യമില്ല. സമത്തൊക്കെ ഈ രീതിയിൽ ഭിന്നാഭിപ്രായം ഉണ്ടാകുന്നതിന് മുമ്പ് എഴുതപ്പെട്ട സംഗതിയാ. ഒരു കാളയെ എങ്ങനെ നോക്കിയിട്ട്, ഒരു മൃഗത്തെ എങ്ങനെ നോക്കിയിട്ട് തെർബിയത്ത് ചെയ്യാൻ കെൽപ്പുള്ള മഹാനാ ശംസുലമ അറിയോ? ആ ശംസുലമയെ കുറിച്ച് ഇവിടെ ചില ആൾക്കാർ പറഞ്ഞെന്താ, അദ്ദേഹത്തിന് ആദർശം പഴച്ചുപോയി. ശംസുലമക്ക് ഒരു തുറന്ന കത്തെഴുതി പെണ്ണുങ്ങളെ ചോദിക്കും, നിങ്ങളോട് പറഞ്ഞില്ലേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹാന്മാരതാണ്. മഹാന്മാരാണെങ്കിൽ കണ്യത്തിനേക്കാളും ശംസുലമക്കാളും വലിയ മഹാനാരവിടെ. ആ 2 മഹത്തുക്കൾ പഠിപ്പിച്ചതല്ലാത്ത എന്താ അവിടെ ഉള്ളത്? ഞങ്ങൾ ഷെയ്ഖുന ശംസുലമന്റെ ശിഷ്യന്മാരല്ല, ഓക്കെ ഉസ്താദിന്റെ ശിഷ്യന്മാരാന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ ശിഷ്യത്വം എന്താ? ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ എഴുതി വെച്ചു, നന്ദിയിലെ സ്മരണികയിലുണ്ട്. ഞാൻ ബാക്കിയാത്തിൽ പഠിക്കാൻ ചെല്ലുമ്പോ ഷറഫുൽ മവാഖിഫ് ഓതി തന്നത് ഷെയ്ഖുന ശംസുലമയാണ്. ശംസുലമ ഗുരുവ. ഓർക്കണം നിങ്ങൾ, മഹാനവറുകൾ കിഴക്കേപ്പുറത്ത് ദർശിക്കുന്ന കാലത്ത് ഫത്വ ചോദിക്കാൻ ചെന്നാൽ ചെമ്മാട്ടിന്ന് ആര് ചെന്നാലും പറയും, ചെമ്മാടത്തിന് ചെന്നാൽ മതി, ചെമ്മാട്ടിന് തന്നെ ഫത്വ നീട്ടുന്ന സൈനുദ്ദീൻ മുസ്ലിയാരിലെ പോയി ചോദിക്കുന്നത്. അങ്ങനെ പറയാം. അത്ര വലിയ അംഗീകാരം കൊടുത്ത വലിയ മഹാൻ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തലപ്പത്തിരുന്ന 2 മഹത്തുക്കളാണ് ഞാൻ പറഞ്ഞത്. ഈ ഷെയ്ഖുന ശംസുലമയും കണ്യത്ത് ഉസ്താദും ജീവിച്ചിരിക്കുമ്പോൾ എന്തിനാ അവരെ വിട്ടുപോയത്? ആ 2 മഹാന്മാരെ ആക്ഷേപിച്ചത് എന്തിനാ? ഷെയ്ഖുനാന്റെ ആദർശം ചോർന്നു പോയി എന്ന് പറഞ്ഞില്ലേ? ഷെയ്ഖുന ശംസുലമയുടെ ആദർശം ചോർന്നുപോയി. കണ്യത്ത് ഉസ്താദ് ഉപ്പൻ ചാക്ക് പോലെ ചുമന്നു കൊണ്ടുപോകുക എന്ന് പറഞ്ഞില്ലേ? ആക്ഷേപം ഒന്നിനും പരിഹാരമില്ല. അപ്പൊ നമ്മളിത് പറയാനിവിടെ വരുന്ന കാണുമ്പോൾ ആരാ വരുന്നവനെ കുറിച്ച് തെറ്റ് പ്രചരിപ്പിക്കുക. അങ്ങനെ പ്രസംഗിച്ചു പോയാൽ എന്നെ മോശാക്കും, പ്രസംഗിക്കാൻ വരുന്നതിന് നമ്മ മോശാക്കും. ഇവർക്കാർക്കും അറിയില്ല. വ്യക്തിപരമായി നമ്മുടെ ജീവിതം, പ്രവർത്തനം ഒന്നും ഇവർക്കാർക്കും അറിയില്ല. ഒരു മനുഷ്യനെ കുറിച്ച് അടുത്തറിയാൻ അവനെ നാട്ടിൽ വന്ന് അന്വേഷിക്കണം. നമ്മുടെ ജീവിച്ച നാട്ടിലും ചുറ്റുപാടിലും വന്ന് പഠിക്കുക. എന്റെ ബാപ്പാനാണ് മനസ്സിലായിരിക്കുന്നത്. അവരുടെ കൂടെ ജോലി ചെയ്ത ആൾക്കാരാണ്, പണ്ഡിതന്മാരൊന്നിച്ച് ജോലി ചെയ്തതാണ്. ഞാൻ ആക്ഷേപിക്കല്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വിഷയം പറയാം. ശംസുലമയും കണ്യത്തിനെയും മാറ്റി നിർത്താൻ മാത്രം ആ 2 മഹത്തുക്കൾ എന്ത് തെറ്റാ ചെയ്തത്? എന്താ ഇവിടെ പ്രശ്നങ്ങളുണ്ടായത്? ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശബ്ദം വേറിട്ടുണ്ടാക്കാൻ ആകെ കാരണം എന്താ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നല്ല നിലക്ക് മുന്നോട്ട് പോകുമ്പോ 74 ഇന്നത്തെ അഖിലേന്ത്യാ നേതാവ് സമസ്തയിൽ മുഷാവറ അംഗമായി വരുന്നത്. 1974 മുഷാവറ മെമ്പറായി വന്ന് 79 സുന്നിയൽ സംഘത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായി വന്ന് സുന്നിയൽ സംഘത്തിന്റെ തലപ്പത്ത് വന്നതോടുകൂടി സുന്നിയൽ സംഘത്തിന്റെ തലപ്പത്ത് വന്നിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യം എന്താ? ആ വിഭാഗം ആളുകൾ ആവശ്യപ്പെട്ടത് സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ SYS സമസ്തയുടെ രാഷ്ട്രീയ പാർട്ടിയാക്കണം. സമസ്തക്ക് രാഷ്ട്രീയ പാർട്ടി വേണം.
സമത്വം ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? മുഷാവറ ചർച്ച ചെയ്തതുപോലെ മുഷാവർ പറഞ്ഞു സമത്വക്ക് പണ്ടേരുന്നായിട്ട് വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം. ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് ഓരോ രാഷ്ട്രീയം ഉണ്ടാവും. വോട്ട് ചെയ്യും, വോട്ട് ചെയ്യാതിരിക്കും, പാർട്ടി ഉണ്ടാവും, പാർട്ടി ഇല്ലാതിരിക്കും. സമത്വക്കൊന്നുമില്ല. വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, സമത്വക്ക് രാഷ്ട്രീയമില്ല. ഇതാണ് സമത്വയുടെ പൊതുനയം. ആ നയത്തിൽ നിന്ന് ഭിന്നമായി സമത്വക്ക് ഒരു പാർട്ടി ഉണ്ടാക്കണമെന്ന് ഇവർ പറഞ്ഞു. സമത്വ പറഞ്ഞു പറ്റില്ല, സമത്വന്റെ പഴയ നയത്തിൽ നിൽക്കും. 79 സമത്വ മുഷാവറ ഇത് പറഞ്ഞ ശേഷം ഇവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. സമത്വ കേരള ജമിയത്ത് ഉലമക്ക് സുന്നത്യമായത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ, സുന്നികളല്ലാത്ത സ്ഥാനാർത്ഥികളെ നമ്മൾ സഹായിക്കാൻ പാടില്ല. മലബാറിലാണ് ഈ വിഷയം പ്രത്യേകം മലയടിച്ചത്. കാരണം ഇവിടെയുള്ള വലിയ വിഷയമാവില്ല. നിങ്ങൾക്കത് അറിയില്ല. എന്താ കാരണം? മലപ്പുറം ജില്ലയിലാണ് ഭൂരിപക്ഷവും അവർ എതിർക്കുന്ന പാർട്ടിക്കാർ മത്സരിക്കാറുണ്ട്. സമത്വക്ക് ഏത് പാർട്ടി മത്സരിച്ചാലും കുഴപ്പമില്ല, ഏത് പാർട്ടി ജയിച്ചാലും കുഴപ്പമില്ല. പക്ഷെ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, സ്ഥാനാർത്ഥികളൊക്കെ സുന്നികളാകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു സുന്നിയല്ലാത്ത ഒരാൾ സ്ഥാനാർത്ഥി ആയാൽ നമ്മൾ അതിനെ പരസ്യമായി തോൽപ്പിക്കാൻ നടക്കാറില്ല. അങ്ങനത്തെ ഒരു സമീപനം പണ്ട് ചെയ്തിട്ടില്ല. നമ്മൾ പറയും ആമുഖത്ത്. കൊണ്ടോട്ടിയിൽ അതുപോലെ തന്നെ മേപ്പയൂരിലൊക്കെ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്കെതിരെ ഒരേപോലെയാണ് പ്രചരണം നടത്തിയത്. ഒരേപോലെ പ്രചരണം നടത്തി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കൊണ്ടോട്ടി മണ്ഡലക്കാരനാണ്, ഇപ്പൊ മലപ്പുറം മണ്ഡലം. പി സീതി ഹാജി കൊണ്ടോട്ടിയിൽ മത്സരിക്കുന്ന സമയത്ത് സീതി ഹാജിക്കെതിരെ പ്രസംഗിച്ചു. സമത്വയുടെ കൊടി കെട്ടി SSFന്റെ പ്രവർത്തകർ വേദിയിൽ അതുപോലെ തന്നെ ജീപ്പിന്റെ ബോണറ്റിൽ കയറി പ്രസംഗിച്ചു, പരസ്യമായിട്ട് പ്രസംഗിച്ചു. പരസ്യമായ പ്രസംഗം. ആ പ്രസംഗത്തിൽ അവർ പറഞ്ഞു സീതി ഹാജിയെ തോൽപ്പിക്കണം, അത് അനിവാര്യമാണ്, സീതി ഹാജി മുജാഹിദ. ഈ വിഷയം വലിയൊരു ചർച്ചയായി മലപ്പുറം ജില്ലയിൽ. പ്രത്യേകിച്ച് സമത്വം അങ്ങനെ ഒരു ഇലക്ഷനിൽ ഇടപെടുന്ന സ്വഭാവമില്ല. വോട്ട് ചെയ്യുന്നവർ ചെയ്തോട്ടെ, ചെയ്യാത്തവർ ചെയ്യേണ്ട, അത്രയും. കാരണം മഹല്ലത്തിലൊക്കെ അത് പ്രശ്നമാവും. കാരണം ഒരു മഹലിൽ പല രാഷ്ട്രീയ പാർട്ടിക്കാരൻ, അതിന്റെ അടുത്ത് നമ്മൾ ഈ വിഷയം എടുത്തിട്ട് പ്രശ്നമല്ലേ. അപ്പൊ മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ, അവർ ജയിക്കട്ടെ, പരാജയപ്പെട്ട അതിന് സമത്വക്കൊരു പങ്കുമില്ല. പക്ഷെ ഇത് വലിയ വിഷയമായപ്പോ KV മുഹമ്മദ് മുസ്ലിയാർ സമത്വയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ പത്രക്കാർ കണ്ട് KV സാറോട് ചോദിച്ചു, ഉസ്താദ് കൊണ്ടോട്ടിയിൽ ഇങ്ങനെ തീരുമാനം സമത്വക്കുണ്ടോ? ഇല്ല. KV സാറിന്റെ മറുപടി. അപ്പൊ പത്രക്കാരന് വാർത്ത ഉണ്ടാക്കണമെന്ന പത്രക്കാരൻ പിന്നെയും ചോദിച്ചു, മുജാഹിദായ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണ്ടേ? KV സാദ് പറഞ്ഞു, ഇലക്ഷനിൽ പരാജയപ്പെടുത്തൽ സമത്വ ലക്ഷ്യമല്ല. അപ്പൊ അത്തരം സ്ഥാനാർത്ഥികൾ എതിർക്കുന്നില്ലേ? ഞങ്ങൾ വിദേഹത്തിനെ എതിർക്കും. വിദേഹത്തിനെ എതിർക്കാൻ എല്ലാ കാര്യങ്ങളും സമത്വം ചെയ്യും, പക്ഷേ ഇലക്ഷനിൽ എതിർക്കാനുള്ള സമത്വ നയമല്ല. ആ പത്രക്കാരൻ ചോദിച്ചത് എന്തുകൊണ്ട്? അപ്പൊ KV സാദ് പറഞ്ഞു, ഇലക്ഷനിൽ ഇയാൾ ജയിച്ചു പോകുന്നത് കേരള നിയമസഭയിലേക്കാണ്. കേരള നിയമസഭയിൽ മാലയും മൗലൂദും ചർച്ച ചെയ്യാനല്ല അയാൾ പോകുന്നത്, കൊണ്ട് പോയിക്കോട്ടെ. അതാണ് സമത്വയുടെ നയം എന്ന് KV സാദ് വ്യക്തമാക്കി. കാരണം ആ നയം കൊണ്ടോട്ടിയിൽ നടപ്പാക്കിയപ്പോ തൊട്ടപ്പുറത്ത് എന്താ നയം? മേപ്പയൂരിൽ AV അബ്ദുറഹ്മാൻ ഹാജി മത്സരിച്ചു. AV അബ്ദുറഹ്മാൻ ഹാജി അറിയപ്പെടുന്ന മുജാഹിദ് നേതാവായിരുന്നു. AV അബ്ദുറഹ്മാൻ ഹാജിയെ തോൽപ്പിക്കണമെന്ന് പ്രസംഗിച്ചു. അപ്പൊ തിരിച്ച് നമ്മൾ അവിടെ ചെന്ന് പ്രസംഗിക്കേണ്ടി വന്നു. AV അബ്ദുറഹ്മാൻ ഹാജി പരാജയപ്പെട്ടാൽ ആരാ ജയിക്കുക? ഒരാള് പരാജയപ്പെട്ടാൽ മറ്റയാൾ ജയിക്കുമല്ലോ. AV അബ്ദുറഹ്മാൻ ഹാജി പരാജയപ്പെട്ടാൽ ജയിക്കുന്ന ആൾ കണാരനാ. കണാരൻ ജയിച്ചിട്ട് എന്താ സമസ്തക്ക് മുഷാവറയിൽ എടുക്കാൻ പറ്റൂല്ലോ? കണാരൻ വിജയിച്ചിട്ട് സമത്വക്ക് പ്രയോജനമൊന്നുമില്ലല്ലോ. AV അബ്ദുറഹ്മാൻ ഹാജി പരാജയപ്പെട്ട് കണാരനെ ജയിപ്പിച്ചിട്ട് സമത്വക്ക് എന്തിട്ടാനാ? അതുകൊണ്ടാണ് സമത്വയുടെ ആലിമികൾ പറഞ്ഞ ആ വിഷയത്തിൽ ഇടപെടണ്ട. മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ, ജയിക്കുന്നവർ ജയിക്കട്ടെ, പരാജയപ്പെടുന്നവർ പരാജയപ്പെട്ടെ. സമത്വയുടെ ആളുകൾക്ക് താല്പര്യമുള്ളവർക്ക് വോട്ട് ചെയ്യാം, ചെയ്യാതിരിക്കാം. ഇതാണ് സമത്വ പണ്ടേ സ്വീകരിച്ചൊരു നയം. ബാഫയ്ക്ക് തങ്ങൾ സമത്വയുടെ തലപ്പത്തുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു പാർട്ടിയുടെ തലപ്പത്തുണ്ടായിരുന്നു. അന്ന് ആരും പറഞ്ഞില്ല സമത്വ രാഷ്ട്രീയം കളിച്ചു. പൂക്കോയ തങ്ങൾ സമത്വയുടെ തലപ്പത്തുണ്ടായിരുന്നു, സുന്നി സംഘത്തിന്റെ പ്രസിഡന്റായിരുന്നു, അദ്ദേഹം സമത്വയുടെ തലപ്പത്തുണ്ടായിരുന്നു, ഒരു പാർട്ടിയുടെ അധ്യക്ഷനായിരുന്നു. അന്ന് ആരും പറഞ്ഞില്ല സമത്വ രാഷ്ട്രീയം കളിച്ചു. ഷെയ്ഖുന ശംസുൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസിന് വേണ്ടി പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് ആരും പറഞ്ഞില്ല സമത്വ രാഷ്ട്രീയം കളിച്ചു എന്നാരും പറഞ്ഞിട്ടില്ല. വ്യക്തികൾക്കാകാം, സംഘടനയെ ഇതുവരെ ആരും അതിനുപയോഗിച്ചിട്ടില്ല. നമ്മളിവിടെ സമത്വയുടെ വേദി കെട്ടി രാഷ്ട്രീയം പറയാറില്ല. ഇതിന് വിരുദ്ധമായി കേരളത്തിൽ ഈ ഒരു ചേരിതിരിവുണ്ടാക്കിയത് ആരാ പഠിക്കുന്നത്? ആ ചേരിതിരിവിന്റെ പശ്ചാത്തലത്തിൽ അത്തരമൊരു ചേരിയെ 10 കൊല്ലം ഈ കേരളത്തിൽ വാർത്തെടുത്ത് അതിനുവേണ്ടി ആദ്യമായി സുന്നി പാർലമെന്ററി ബോർഡ് രൂപീകരിച്ച് SPB എന്നാണ് എന്റെ പേര്. കോഴിക്കോട് ടൗൺ ഹാളിൽ യോഗം ചേർന്നു. സുന്നി പാർലമെന്ററി ബോർഡ്. എന്തിനാ പാർലമെന്ററി ബോർഡ് സുന്നിക്ക്? പാർലമെന്ററി ബോർഡ് രാഷ്ട്രീയ പാർട്ടിക്ക് കൊണ്ട് സുന്നിക്ക് വേണ്ട. പാർലമെന്ററി രാഷ്ട്രീയത്തിന് സമത്തുണ്ടാവാറില്ല. പിന്നെ എന്തിന് പാർലമെന്ററി ബോർഡ് രൂപീകരിച്ചു? ആ പാർലമെന്ററി ബോർഡ് രൂപീകരിച്ചതിന്റെ ശേഷം കോഴിക്കോട്ട് യോഗം ചേർന്ന് ഇന്നവരെയൊക്കെ തോൽപ്പിക്കണമെന്ന് പ്രസ്താവന ഇറക്കി. സമൂഹത്തിൽ വലിയ ചർച്ചയായി. അപ്പോൾ ഇവരെ പിന്തുണക്കാൻ രാഷ്ട്രീയ പാർട്ടി വന്നു. അങ്ങനെയാണ് എറണാകുളത്തൊരു സമ്മേളനം വെക്കുന്നത്. എറണാകുളത്ത് സമ്മേളനം വെച്ചപ്പോൾ ആ എറണാകുളം സമ്മേളനം സുന്നി യുവജന സംഘത്തിന്റെ സമ്മേളനമാണ്. 89-ലെ സമ്മേളനം.
എന്തുകൊണ്ട് രണ്ടായി പിരിയേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി? രണ്ടായിട്ടില്ല. രണ്ടായി പിരിയേണ്ട ഒരു ഘട്ടത്തിലേക്ക് എങ്ങനെ എത്തിയെന്ന് ഞാൻ പറയുന്നത്. 89 എറണാകുളത്ത് സമ്മേളനം വെച്ചപ്പോ ഒരു സമ്മേളനം വെക്കുമ്പോ, കാസർകോട്ട് സമ്മേളനം വെക്കുമ്പോ സുന്നിയ സംഘം എല്ലാവരെയും വിളിച്ച് കമ്മിറ്റി ഉണ്ടാക്കിയില്ലേ? ആലപ്പുഴയിൽ സമ്മേളനം വിളിച്ചപ്പോ എല്ലാവരും വിളിച്ച് കമ്മിറ്റി ഉണ്ടാക്കിയില്ലേ? എന്ന പോലെ സുന്നിയ സംഘത്തിന്റെ യോഗം ചേർന്നപ്പോ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോ പ്രധാനപ്പെട്ട ചില ആൾക്കാരെ വിട്ടു. നാട്ടിക മൂസ മൗലവിയെ ബോധപൂർവ്വം വിളിച്ചില്ല. നാട്ടിക സുന്നത്ത് ജമാഅത്തിന്റെ ജീവൽ പ്രതീകമായി. എറണാകുളത്താണ് യോഗം, എം മൊഹീദ്ദീൻ മൗലവി വിളിച്ചില്ല. എറണാകുളത്താണ് യോഗം, അവിടുത്തെ സുന്നി നേതാവ് എം പരീദിനെ വിളിച്ചില്ല. SSFന്റെ സംസ്ഥാന തലപ്പത്തിണ്ടായിരുന്ന ആളാ പരീദിനെ വിളിച്ചില്ല. പാണാവള്ളി മുഹമ്മദ് മുസ്ലിയാരെ വിളിച്ചില്ല. തൊട്ടുപുറത്ത് തൃശൂർ ജില്ലയിൽ MK കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാരെ വിളിച്ചില്ല. ഈടെ മരിച്ച അവിടെ തന്നെ ഉണ്ടായിരുന്ന സമത്തിന്റെ വൈസ് പ്രസിഡന്റ് ഹാമിദ് കോയമ്പത്തങ്ങളെ വിളിച്ചില്ല. സുന്നിയുടെ സംഘത്തിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും വിളിച്ചില്ല. VK കുഞ്ഞഹമ്മദും PP യൂസുഫ് മുസ്ലിയാരും CKM സാദിഖ് മുസ്ലിയാരെ വിളിച്ചില്ല. അങ്ങനെ പ്രഗത്ഭരായ ഒരു നിര പണ്ഡിതന്മാരെ മാറ്റിവെച്ചു. നാട്ടിക മൂസ മൗലവി ഇവരുടെയൊക്കെ ലിസ്റ്റ് എടുത്തു. എന്നിട്ട് ഈ സുന്നിയ സംഘത്തിന്റെ യോഗത്തിന്റെ സ്വസംഘക്കാരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ ഇത്രയും ആളുകളെ വിളിക്കാതിരുന്നത്? അവര് നാട്ടികയോട് പറഞ്ഞ മറുപടി, പാണക്കാട്ടെന്ന് പറയുന്നതിന് ഒന്നാം സ്ഥാനം കൽപ്പിക്കുന്നവരെ ഞങ്ങൾക്ക് വേണ്ട, സമസ്തക്ക് ഒന്നാം സ്ഥാനം കൽപ്പിക്കുന്നവരെ മതി. ധിക്കാരം. നമ്മൾ പാണക്കാട്ടെന്ന് പറഞ്ഞതും കേൾക്കും, ശംസുലമ പറഞ്ഞതും കേൾക്കും, സമത്ത പറയുന്നതും പാണക്കാടെന്ന് പറയുന്നത് നമ്മൾ ഒരുപോലെ കേൾക്കും. പാണക്കാട് തങ്ങൾ വരെ സമത്തയോട് കാര്യങ്ങൾ ആലോചിക്കാൻ പതിവ്. പാണക്കാട് തങ്ങന്മാർക്ക് സുന്നത്ത് ജമാഅത്തില്ല എന്ന് പറയാൻ പറ്റുമോ? പാണക്കാട് എന്ന് പറയുന്നതിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരെ ഞങ്ങൾക്ക് വേണ്ടാന്നാ പറഞ്ഞു. അപ്പ നാട്ടിക മൂസ മൗലവി പറഞ്ഞു, എങ്കിൽ ആ ഒന്നാം സ്ഥാനം കൽപ്പിക്കുന്ന ഞങ്ങൾ സമത്വക്കും ഒന്നാം സ്ഥാനം കൽപ്പിക്കുന്നുണ്ട്, ഞങ്ങളൊരു യോഗം വേറെ ചേരും. അങ്ങനെ മധ്യമേഖലാ സുന്നി സമ്മേളനം നാട്ടിക മൂസ മൗലവി പ്രഖ്യാപിച്ചു. SYSന്റെ സമ്മേളനം എറണാകുളത്ത്, മധ്യമേഖലാ സമ്മേളനം എറണാകുളത്ത്. ചേരിതിരിവിന് വേദിയൊരുങ്ങി 2 യോഗം. അപ്പോഴാണ് പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന സമത്ത പറഞ്ഞു, രണ്ടായി യോഗം ചേരാൻ പാടില്ല. മസ്ലഹത്തിന് കമ്മിറ്റിക്കാരിറക്കി. ചർച്ചയോട് ചർച്ച. ബാപ്പുട്ടി ഹാജിന്റെ കാറിന് 30,000 രൂപയുടെ പെട്രോൾ അടിച്ചു. 30,000 രൂപയുടെ പെട്രോൾ. ആ പെട്രോൾ അടിച്ച സാധു നടന്ന് നിരന്തരമായി ചർച്ച ചെയ്ത് അവസാനം 1988 89 സമ്മേളനം 88 ഡിസംബർ മാസം 12 കോഴിക്കോട് യോഗം കൂടി. ശരിക്കും മനസ്സിലാക്കണം, ചെറുപ്പക്കാർക്ക് വേണ്ടിയാ പറയണത്. ഈ സംഭവം നടക്കുന്നത് 1989. 89 മുതൽ 2016 27 കൊല്ലത്തെ ദൂരമുണ്ട്. 27 കൊല്ലത്തെ ദൂരമുള്ളപ്പോൾ ഒരു 15 വയസ്സ് നിങ്ങൾക്ക് അന്നുണ്ടെങ്കിലേ ബോധ്യമുള്ളൂ. അപ്പൊ 42 വയസ്സുള്ള മനുഷ്യന്മാർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. 42ന്റെ താഴെയുള്ളവർക്ക് മനസ്സിലാവില്ല. 42 വയസ്സിന്റെ താഴെയുള്ളവർക്ക് രണ്ടും ഒരുപോലെ. അതും പണ്ഡിതൻ, ഇതും പണ്ഡിതൻ, അതും താടി, ഇതും താടി, അതും മുസ്ലിം, ഇതും മുസ്ലിം, അത്രയുണ്ട്. അങ്ങനെയല്ല കൂട്ടരെ. വളരെ ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കണം, രണ്ടും ഒരുപോലെയല്ല. ലാ യസ്തവിൽ ഖബീസ് വത്വയ്യിബ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, രണ്ടും ഒരുപോലെയല്ല. എന്താ കാരണം? ഒന്ന് കണ്ണീത്ത് ഉസ്താദ തലപ്പത്ത്, ശംസുലമയ തലപ്പത്ത്. അങ്ങനെ ഈ 2 രീതിയിൽ 2 സമ്മേളനം നടക്കാൻ തീരുമാനിച്ചപ്പോൾ 1988 നവംബർ മാസം 12 കോഴിക്കോട്ട് യോഗം കൂടി. വിദ്യാഭ്യാസ ബോർഡ് ഷെയ്ഖുനാണല്ലോ നമ്മുടെ നേതാവ്. ശംസുലമ എഴുന്നേറ്റ് പറഞ്ഞു, 2 സമ്മേളനം എന്തായാലും നടത്താൻ പറ്റൂല, നമുക്ക് 2 സമ്മേളനം ഒന്നാക്കാം, എന്നിട്ട് ഒന്നിച്ചൊരു സമ്മേളനം നടത്താം. എന്നാൽ സുന്നികൾ ഭിന്നിപ്പുണ്ടാവില്ല, ഭിന്നിപ്പ് പാടില്ല. ആ പറഞ്ഞ വാചകം ശരിയോ തെറ്റോ നിങ്ങൾ പറ. ശംസുലമ പറഞ്ഞു, നമുക്ക് 2ഉം ഒന്നാക്കാം. ആ സദസ്സിൽ വെച്ച് 3 തീരുമാനമെടുക്കും. ശരിക്കും ശ്രദ്ധിക്കണം, 3 തീരുമാനം. 1, എറണാകുളത്ത് ഇപ്പോൾ നടത്താൻ തീരുമാനിച്ച 2 സമ്മേളനം മാറ്റിവെക്കുക. 2 കൂട്ടരും കൂടിയിട്ട് ഒരു സമ്മേളനം നടത്തുക. ആ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം അടുത്ത ശനിയാഴ്ച ഇവിടെ കൂടി ഉണ്ടാക്കുക. അടുത്ത ശനിയാഴ്ച ഈ യോഗം ചേരുന്ന നവംബർ 12 ഒരു ശനിയാഴ്ച. അടുത്ത ശനിയാഴ്ച നവംബർ 19. അടുത്ത ശനിയാഴ്ച നമുക്കൊക്കെ ഇവിടെ കൂടാം. 2 സ്വാസംഘത്തിലെ ആൾക്കാരെ കൂട്ടി ഒരു സ്വാസംഘം ഉണ്ടാക്കി ഒരു സമ്മേളനം സമത്ത നടത്താം. എല്ലാവർക്കും സമ്മതമായി. ഭിന്നിപ്പ് പോയല്ലോ. എറണാകുളം സമ്മേളനം 2 കൂട്ടരും നടത്തണ്ട, ബാപ്പ ഇടപെട്ട് കുട്ടികൾക്ക് തീരുമാനം പറഞ്ഞു കൊടുക്കും പോലെ മധ്യമേഖലക്കാർക്കും SYSനും ശംസുലമ തീരുമാനം പറഞ്ഞു കൊടുത്തു. 3 തീരുമാനം. 2ഉം നിർത്തിവെക്കുക, ഒരു സമ്മേളനം നടത്തുക. അടുത്ത ആഴ്ച 2 കൂട്ടരും കൂടി ഒരു സ്വാസംഘം ഉണ്ടാക്കുക. സ്വാസംഘത്തിന് മറ്റൊരിടത്തിലാണെന്നുള്ള പ്രശ്നമുള്ളത്. അപ്പൊ അവർ പറഞ്ഞ മറുപടിയല്ലേ കുഴപ്പമായത്? ആ രാഷ്ട്രീയ ചേരിതിരിവ് വേണ്ട, പാണക്കാടിന്റെ രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ടാണത് പറഞ്ഞത്, അതുകൊണ്ട് അത് വേണ്ട, ഒന്നിച്ചുണ്ടാക്കാൻ. നല്ല തീരുമാനം. അങ്ങനെ തീരുമാനമായി. നവംബർ 12 യോഗം പിരിഞ്ഞു. നവംബർ 19 യോഗം വിളിച്ചു. നവംബർ 19 ശനിയാഴ്ച കോഴിക്കോട് ഓഫീസ്. ആ യോഗത്തിലേക്ക് എല്ലാവരും വന്നു.
ആ യോഗത്തിൽ വെച്ച് ശൈഖുന ശംസുലമ ദുആക്ക് ശേഷം എഴുന്നേറ്റ് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം. ശൈഖുന ഇത് പറഞ്ഞ ഉടനെ കോഴിക്കോട് ജില്ലാ സുന്നിയ സംഘത്തിന്റെ പ്രതിനിധി എഴുന്നേറ്റ് പറഞ്ഞു, SYSന്റെ സമ്മേളനം മാറ്റിവെക്കൂല. അത് ധിക്കാറില്ലേ? ശംസുലമ ഇരിക്കുന്ന വേദിയിൽ SYSന്റെ സമ്മേളനം മാറ്റൂല എന്ന് പറയാൻ ആരാ ഒരു ജില്ലാ SYSകാരൻ? SYSന്റെ സംസ്ഥാന പ്രസിഡന്റിന് പറയാൻ പാടില്ല, SYSന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പറയാൻ പാടില്ല. ശംസുലമല്ലേ ഇരിക്കുന്നത്? ശൈഖുന പറഞ്ഞു, കഴിഞ്ഞ യോഗ തീരുമാനമാണ്, എല്ലാ സമ്മേളനവും മാറ്റിവെച്ചിരിക്കുന്ന, ഒരു സമ്മേളനം ഉണ്ടാവും. ഉടനെ കുറച്ച് ആൾക്കാർ എഴുന്നേറ്റ് മുദ്രാവാക്യം, എറണാകുളം സമ്മേളനം നടത്താൻ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടൂല. നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടോ ഇത്? സമസ്തന്റെ ഓഫീസിൽ വെച്ച് ആലിമീങ്ങൾക്കെതിരെ മുദ്രാവാക്യം. അവര് മുദ്രാവാക്യം വിളിച്ച് പുറത്തിറങ്ങി. അവർ വിളിച്ച മുദ്രാവാക്യം എന്താ? എറണാകുളം സമ്മേളനം നടത്താൻ അനുവദിച്ചില്ലെങ്കിൽ ഒറ്റ നേതാക്കളെയും പുറത്തിറങ്ങാൻ അനുവദിക്കൂല. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ചരിത്രത്തിൽ ആദ്യത്തെ വെല്ലുവിളിയാണ്. കോഴിക്കോട് ഓഫീസിൽ സമസ്തയുടെ ആലിമീങ്ങൾക്കെതിരെ മുദ്രാവാക്യം. ഗത്യന്തരമില്ലാതെ ഉസ്താദുമാർ പോലീസിനെ വിളിച്ചു. ഈ ചരിത്രമൊന്നും മറന്നാൻ പറ്റൂല. 42 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് ഇത് അറിയില്ല. കോഴിക്കോട് ഓഫീസിലേക്ക് എന്റെ ഉമ്മമാര് മനസ്സിലാക്കണം, ശംസുലമ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. പോലീസ് വന്നിട്ട് ശംസുലമയോട് ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? ശംസുലമ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, ഞങ്ങൾക്കിതിരെ പോകാനൊരു വഴിയുണ്ടാക്കി തന്നാ മതി. ഉസ്താദുമാർക്ക് പോകാൻ ശരിക്കൊരു വഴിയുണ്ടാക്കി കൊടുത്തു. ഉസ്താദുമാർ പോലീസ് പ്രൊട്ടക്ഷനിൽ പുറത്തുപോയി ഒരു ലോഡ്ജിൽ യോഗം ചേർന്നിട്ട് ബഹുമാനപ്പെട്ട ശംസുലമ പറഞ്ഞു, നമുക്കൊരു സമ്മേളനം നടത്തണം, അതിന് മുഷാവറ കൂടണം. ഡിസംബർ 1 മുഷാവറ വിളിച്ചു. ഡിസംബർ 1 മുഷാവറ വിളിച്ചപ്പോൾ ഡിസംബർ 1 മുഷാവറ ഒരു സുന്നിയ സംഘത്തിന്റെ നേതാവിനെ കൊണ്ട് കോടതിയിൽ സ്റ്റേ ചെയ്യിച്ചു. അയാളെ കൊണ്ട് കോടതിയിൽ കൊടുപ്പിച്ച പെറ്റീഷനിൽ 3 കാര്യമാണ് പറഞ്ഞത്. എന്റെ ശബ്ദം കേൾക്കുന്നവർ ഓർക്കണം, ദൂരെ നിന്ന് വീക്ഷിക്കുന്ന, ഒരുപക്ഷെ മറുപടിക്ക് കോപ്പ് കൂട്ടുന്ന എന്റെ പ്രിയപ്പെട്ട സാധുക്കളായ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, ആഖിറം നഷ്ടപ്പെടേണ്ട എന്നുള്ള ബോധമുണ്ടെങ്കിൽ ചിന്തിച്ച 3 കാര്യമാണ് പറഞ്ഞത്. 1, സമത്വയുടെ പോക്ക് ശരിയായ ദിശയിലല്ല. 2, ഇപ്പോഴത്തെ നേതാക്കളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. 3, സമത്വയുടെ പ്രവർത്തനം റിസീവറെ ഏൽപ്പിക്കണം. ഈ 3 വാദവും കേരളത്തിലെ സുന്നികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. സമത്വയുടെ പ്രയാണം ശരിയല്ല എന്ന് പറയാൻ ഇവരാരാ? ഇപ്പോഴത്തെ നേതാക്കളിൽ വിശ്വാസമില്ല എന്ന് പറയാൻ കണ്ണിയത്തിലും ശംസുലമിനും വിശ്വാസമില്ലാന്നോ? എന്നാ പിന്നെ ഇവന്റെ സുന്നി എന്ത് സുന്നിയ? 3ാമത്തെ വാചകം എന്താ? സമത്വയുടെ പ്രവർത്തനം റിസീവർ ഏൽപ്പിക്കണം. കണ്യത്തിന് വിശ്വാസമില്ല, റിസീവറെ വിശ്വാസം. ആരാ റിസീവർ? ഒന്നുകിൽ വില്ലേജ് ഓഫീസർ, അല്ലെങ്കിൽ തഹസീൽദാർ, ഗവൺമെന്റ് റിസീവർ. എന്താ ഈ പറഞ്ഞ വാക്ക്? ഈ വാചകത്തിന്റെ ഗൗരവം ചെറുതാണ്. നഊദുബില്ല, ഇതാ കോടതിയിൽ വാദിച്ചത്. കോടതി ഉടനെ തന്നെ ആ വാദം സ്വീകരിച്ച് സമത്വയുടെ യോഗത്തിന് സ്റ്റേ കൊടുത്തു. യോഗം ചേരാൻ പാടില്ല. യോഗം ചേരാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഡിസംബർ 1 വിളിച്ച മുഷാവറ കോടതി വിലക്കി. ചരിത്രത്തിൽ ആദ്യമായി 2 സംഭവം ശ്രദ്ധിച്ചോ നിങ്ങൾ? 1, സമത്വ മുഷാവറ നടക്കുന്ന ഹാളിൽ, സമത്വയുടെ കേന്ദ്ര ഓഫീസിൽ, സമത്വയുടെ ആലിമീങ്ങളെ മുമ്പിൽ നിങ്ങളെ ഞങ്ങൾ പുറത്തേക്ക് വിടില്ല എന്നുള്ള മുദ്രാവാക്യം വിളിച്ച് പോലീസിനെ വരുത്തേണ്ടി വന്നു. കാലങ്ങളായി പ്രവർത്തിച്ച സമത്വ കേരള ജംഇയ്യത്തുലമക്കെതിരെ ഒരു വിദ്യാർത്ഥികാരനും കോടതിയിൽ കേസ് കൊടുത്ത് സമത്വ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. സമത്വന്റെ മുഷാവറ ചേരാൻ പാടില്ല എന്ന് കോടതി പോയി പറഞ്ഞ് സ്റ്റേ വാങ്ങി. ഇത് രണ്ടും ശരിയോ തെറ്റോ നിങ്ങൾ വിധിച്ചോ, പൊതുജനം വിധിക്കട്ടെ, ഞാൻ പറയുന്നില്ല. കണ്ണിയത്തും ശംസുലമയും ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് മുഷാവറ വിളിക്കാൻ പാടില്ല എന്ന് കോടതിയെ കൊണ്ട് പറയിപ്പിക്കുന്നത് ശരിയോ തെറ്റോ, അതബോ അതബുകേടോ? നിങ്ങൾ പറ, അത് അതബാണോ അതബുകേടാണോ? ഒരു കേസും സമത്ത് അവർക്കെതിരെ അപ്പൊ കൊടുത്തിട്ടില്ലല്ലോ. സമത്വക്കെതിരെ ഇങ്ങോട്ടല്ല കേസ് കൊടുത്തത്. അവസാനം ശംസുലമ മുഷാവറ നിർത്തിവെച്ചു എന്ന വിഷയം പറഞ്ഞപ്പോ ആ മുഷാവറ നിർത്തിവെച്ച വിവരം 11 മണിക്ക് യോഗം ചേരുന്നതിന് 10 മണിക്കാണ് അറിയുന്നത്. ഡിസംബർ 1 കോടതിയിൽ സ്റ്റേ വരുന്നത്. അന്നാണ് യോഗം 10 മണിക്ക് ഓർഡർ വരുന്നത്. ഉടനെ തന്നെ മാനുമുസ്ലിയാരും ചേതൂസ്ലിയാരും കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ വിട്ടു. കാരണം കണ്ണിയത്തിന് പുറപ്പെടും. പാവം കണ്ണിയത്തിന്റെ വീട്ടിൽ ചെന്നപ്പോ കണ്ണിയത്ത് പുറപ്പെടാൻ നിൽക്കുക. മഹാനായ റഈസുൽ മുഹഖഖീഖിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് അവർ വിവരം പറഞ്ഞു. സമത്വയുടെ യോഗം ചേരാൻ പാടില്ല, കേസ് കൊടുത്തിരിക്കുന്നുവെന്ന് മാനുമുസ്ലിയാർ പറഞ്ഞപ്പോ കണ്ണിയത്ത് ഉസ്താദ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, സമത്വക്കെതിരെ കേസ് കൊടുത്തല്ലേ, ഇനി എന്നെങ്ങനെയാണ് നമ്മൾ ദീൻ നടത്തുക? കൂട്ടത്തിൽ കണ്ണിയത്തൊരു ചോദ്യം ചോദിച്ചു, എന്നെ പോലീസ് പിടിക്കുമോ? പാവം, ഞാനതിന്റെ പ്രസിഡന്റല്ലേ, എന്നെ പോലീസ് പിടിക്കുമോ യോഗം ചേർന്നാൽ? മാനുമുസ്ലിയാരാണ് ധൈര്യം കൊടുത്തത്. മുഷാവറയെ ചേരാൻ പാടില്ലാത്തുള്ളൂ, നമുക്ക് വമ്പിച്ച സമ്മേളനം ചേരാം. ഞാൻ ചോദിക്കട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മുത്തമുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞിരുന്ന കണ്ണിയത്ത്, സുബഹിക്ക് മുമ്പ് ചൂട്ടുകെട്ടി കോഴിക്കോട്ടേക്ക് മുഷാവറക്ക് നടന്നുപോയ കണ്ണിയത്ത്, ആ കണ്ണിയത്ത് സമത്വയുടെ മുഷാവറ സ്റ്റേ ചെയ്തുവെന്ന് പറഞ്ഞപ്പോ കണ്ണുനീരൊലിപ്പിച്ചുവെങ്കിൽ ആ കണ്ണുനീര് ഭൂമിയിൽ വീഴ്ത്തിയത് ശരിയോ തെറ്റോ, അതബോ അതബുകേടോ?
ഒന്ന് പറയും നിങ്ങളെ മനസ്സിനോട് ചോദിക്കുക, ആരെ കൂടെയാണ് നിങ്ങൾ നിൽക്കേണ്ടത്? ആരെ കൂടെയാണ് നിങ്ങൾ നിൽക്കേണ്ടത്? അറിയാത്ത, ചരിത്രമറിയാത്ത ചെറുപ്പക്കാര് നിങ്ങളെ മുമ്പിൽ വന്നിട്ട് ആദർശത്തിന്റെ പേര് പറഞ്ഞ് അറിവില്ലാതെ കാര്യം പറയുമ്പോൾ പഠിച്ചിട്ട് പറയണ്ടേ? ഈ മഹാനായ കണ്ണിയത്ത് ഉസ്താദും ശംസുലമയും മുന്നിൽ നിൽക്കുമ്പോൾ സമത്വക്കെതിരെ സ്റ്റേ വാങ്ങാൻ പാടുണ്ടോ? ഒന്ന് പഠിക്കും നിങ്ങൾ. ഇനി ഒന്നും വേണ്ട, പറയാൻ പാടില്ല, എങ്കിലും ഞാൻ സൂചന മാത്രം തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. ആ കേസ് കൊടുത്തവർക്കെതിരെയാണ് കണ്ണിയത്ത് കോഴിക്കോട്ട് യോത്തിന് ദ്വാർന്ന് അവരെ മുഖം കെടുത്തട്ടെ. ഒന്നാമത്തെ മുഖം കെടൽ എപ്പോഴോ നമ്മൾ കണ്ടു. സമത്വക്കെതിരെ കേസ് ഇവർ ഒരു സാധു മനുഷ്യനെ കൊണ്ടാ കൊടുപ്പിച്ചത്. ആ കൂട്ടുകാരന്റെ പാവം അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ആ മനുഷ്യൻ എങ്ങനെയാണ് മരിച്ചത് എന്നൊന്ന് പോയി അന്വേഷിക്കുന്നത്. പറയാൻ പാടില്ല. ഒരു മനുഷ്യന്റെ മരണത്തെക്കുറിച്ച് നല്ലതേ പറയാൻ പാടില്ല. എങ്ങനെ മരിച്ചു എന്ന് പോയി പഠിക്കും. നാട്ടിൽ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വാ. സമത്വക്കെതിരെ കേസ് കൊടുത്തവർ ഏത് പരിണിതിയിലെത്തി എന്ന് പഠിച്ചിട്ട് വാ. എന്റെ ശബ്ദം ദൂരെ കേൾക്കുന്നവർക്ക് എന്നിട്ട് പറവാക്കി. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അബദ്ധം പറ്റിയാൽ പറ്റി. നമ്മൾ അത്തരം അബദ്ധത്തിൽ ചെന്ന് ചാടാൻ പാടില്ല. മഹാന്മാരോടാ കളിച്ചത്, സമത്വയോടാ കളിച്ചത്. അതിന് വിധിക്കപ്പെട്ടവർക്ക് ആ കുഴപ്പമുണ്ടാവും. നല്ലോണം ശ്രദ്ധിച്ചോ. പടച്ചറപ്പ് നമ്മുടെ ആക്കിമത്ത് നന്നാക്കി തെരുമാറാവട്ടെ. നല്ലോണം തോരന്നോടി. അങ്ങനെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും ശംസുലമയും കൂടി 2 വിശദീകരണ യോഗം വെച്ചു. കോഴിക്കോട്ടെ വിശദീകരണ യോഗം. ആ കോഴിക്കോട്ടെ വിശദീകരണ യോഗത്തിൽ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, സമത്വക്കെതിരെ കേസ് കൊടുത്തവരെ അല്ലാഹു മുഖം കെടുത്തട്ടെ. അപ്പൊ ഇവരാകെ പരിഭ്രാന്തരായി. കേസ് കൊടുത്തത് ഇവരെന്നെ, വേറാരും കൊടുത്തില്ല. കേസ് കൊടുത്തവരെ എന്നാ കണ്ണിയത്ത് വെച്ച് ദുർവ്യാഖ്യാനം ചെയ്യാൻ പോലും ആർക്കും വകുപ്പില്ല. കാരണം സമത്വക്കെതിരെ കേസ് കൊടുത്തവരെ, നമ്മൾ കേസ് കൊടുത്തില്ല, കേസ് അവരാ കൊടുത്തത്. കേസ് കൊടുത്തവരെ അല്ലാഹു മുഖം കെടുത്തട്ടെ. അപ്പൊ ഇവര് പറഞ്ഞു, കണ്ണിയത്തിനതാരോ പറഞ്ഞു കൊടുത്തത്. കണ്ണിയത്ത് ഒരിക്കലും അങ്ങനെ പറയില്ല. കണ്ണിയത്തിനാരോ പറഞ്ഞു കൊടുത്ത, പറയിപ്പിച്ചതാണ് കണ്ണിയത്തിന്. അപ്പോഴാണ് മലപ്പുറത്തെ യോഗം. കോഴിക്കോട് യോഗം കഴിഞ്ഞ് മലപ്പുറത്തെ യോഗത്തിൽ കണ്ണിയത്ത് ഉസ്താദ് അതേ വാക്ക് ആവർത്തിച്ചിട്ട് പറഞ്ഞു, ഞാൻ കോഴിക്കോട്ട് വെച്ചിട്ട് പറഞ്ഞപ്പോ ആരോ എനിക്ക് പറഞ്ഞു തന്നതാണ്. ചിലർ പറഞ്ഞു, ആരും പറഞ്ഞു തന്നതല്ല, ഞാൻ തന്നെ പറയുന്നു, സമത്വക്കെതിരെ കേസ് കൊടുത്തവർ അല്ലാഹു മുഖം കെടുത്തട്ടെ. അവരെയും അവരുടെ അഹ്ലുകാരെയും അല്ലാഹു ഖൈറിലാക്കാതിരിക്കുമാറാവട്ടെ. ഒന്ന് കൂട്ടിവാർന്നു കണ്ണിയത്ത് ഉസ്താദിന്റെ ആ ദുആ. ഇതാണ്ട് കേട്ടപ്പോ ഇവരാകെ ബേജാറായി. കാരണം കണ്ണിയത്ത് പറഞ്ഞു കൊടുത്തു എന്ന് തന്നെ പറയും. തെറ്റിദ്ധാരണ എല്ലാവരും അംഗീകരിക്കില്ല. കണ്ണിയത്തിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവരെ പ്രചരിപ്പിച്ചു, കണ്ണിയത്ത് ഉസ്താദിന് അത്തും വിത്തുമാണ്, ബുദ്ധി ശരിയല്ല. ശബ്ദമാക്കല മക്കളെ, കണ്ണിയത്ത് ഉസ്താദിന്റെ ബുദ്ധി ശരിയല്ല. കണ്ണിയത്ത് ഉസ്താദിന്റെ ബുദ്ധി ശരി. അത് നിങ്ങൾ ആ മജ്ലിസുദൂർ നടക്കുമ്പോൾ കൊടുത്താൽ മതിയായിരുന്നു. എന്റെ അടുക്ക് അസ്വാരസ്യം ഉണ്ടാക്കി. കണ്ണിയത്ത് ഉസ്താദിന്റെ ബുദ്ധി ശരിയല്ല എന്ന് പറഞ്ഞു. കണ്ണിയത്ത് ഉസ്താദിന്റെ ബുദ്ധി ശരിയല്ല എന്ന് പറഞ്ഞപ്പോ കണ്ണിയത്ത് ഉസ്താദ് ആ വിവരം അറിഞ്ഞു. എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നത്, കാസർഗോഡ് കണ്ണൂർ ജില്ലയിൽ ഒരു പൊതുയോഗത്തിന് വേണ്ടി കണ്ണിയത്ത് ഉസ്താദ് വരികയാണ് വിശദീകരണം. കോഴിക്കോട്ട് നിന്ന് കാറ് പുറപ്പെടുമ്പോൾ തന്നെ കാറിന്ന് കണ്ണിയത്ത് ചോദിക്കുന്നുണ്ട്, നന്ദിയിലെത്തിയോ. ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ ഉമ്മമാരൊക്കെ. അപ്പൊ എന്തിനാണ് നന്ദിയിലെത്തിയോ ചോദിക്കുന്നവർക്ക് മനസ്സിലായില്ല. ശംസുലമ അവിടെ ഉണ്ട്. ശംസുലമ അദ്ദേഹത്തിന്റെ ശിഷ്യനെ കാണാനായിരിക്കും. അങ്ങനെ നന്ദിയിലെത്തിയപ്പോ പറഞ്ഞു, നന്ദിയിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ കണ്ണിയത്ത് ഉസ്താദിന്റെ കാറ് ഇവിടെ കയറ്റുന്ന കോളയിൽ കയറ്റിയപ്പോ ശംസുലമ കണ്ണിയത്തിന്റെ കാറ് വരുന്നത് കണ്ട് ഇറങ്ങി വന്നു. ഉസ്താദിന്റെ കാറാണ്. ശംസുലമ കണ്ണിയത്തിന്റെ ശിഷ്യനല്ലേ. നേരെ വന്ന് ഉസ്താദ് കാറിലിരിക്കുക. ഉസ്താദ് ശംസുലമയോടാ പറഞ്ഞത്, എനിക്ക് ഒതു കൊടുക്കണം എന്ന് പറഞ്ഞു. ഒതു കൊടുത്തപ്പോ ഇവിടെ വരെ നന്ദിയിൽ വരേണ്ട കാര്യമൊന്നുമില്ല, അല്ലെ തന്നെ ദായിമുള്ളതായിരുന്നു. ഏതായാലും ഒതു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ക്യാൻറ്റീനിലേക്ക് ആളെ പറഞ്ഞയച്ച് ചൂടാക്കി പാകപ്പെടുത്തിയ വെള്ളം കൊണ്ടു കാറിന് കയ്യെ പിടിച്ചിറക്കി ഒഴിച്ചു കൊടുക്കണം. ഒതുക്കാൻ ഒഴിച്ചു കൊടുത്ത് ഒതു തുടങ്ങുന്ന സമയത്ത് എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം. അതിന്റെ അടുത്ത് ശ്രദ്ധ വ്യതിരിപ്പിക്കരുത്. ഒഴിച്ചു കൊടുത്ത് ആ ഉദുവും കണ്ട് തുടങ്ങുന്ന സമയത്ത് കണ്ണിയത്ത് ഉസ്താദ് ശംസുലമന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ ഉദു എടുക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കണം. ശംസുലമാൻ മുഖത്ത് നോക്കിയിട്ട് ഈ കെ ശ്രദ്ധിക്കണം എന്നാണ്. ശംസുലമ ഓത് പറഞ്ഞു. ഊതൊക്കെ ശ്രദ്ധിച്ചു. ഊതൊക്കെ കഴിഞ്ഞ് ഉദുവിന്റെ ദുആ നിർവഹിച്ചു. എന്നിട്ട് കണ്ണിയത്ത് ഉസ്താദ് ശംസുലമയോട് ചോദിച്ചു, ഞാൻ ഉദു എടുക്കുന്നത് ശ്രദ്ധിച്ചോന്ന് വെച്ചു. ശ്രദ്ധിച്ചു. എന്റെ ഉദുവിൽ വല്ല കുറവുണ്ടോന്ന്. ഉസ്താദിന്റെ ഉദുവിൽ യാതൊരു കുറവുമില്ല. ഇടതു കൈയിന്റെ ചെറുവിരൽ കൊണ്ട് കാലിന്റെ വിരലുകൾ തിക്ക കിട്ടുന്ന സുന്നത്ത് വരെ ഉസ്താദ് എടുത്തിട്ടുണ്ട്. ഉസ്താദിന്റെ ഉദു കാമിലായിട്ടാണ് ഞാൻ കണ്ടത്. ഇത് ശംസുലമ എന്ന് പറഞ്ഞപ്പോ കണ്ണിയത്ത് 2 കയ്യും മുതിച്ചത്. അൽഹംദുലില്ലാഹ് 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 3 വട്ടം പറഞ്ഞിട്ടുണ്ട്. കണ്ടു നിന്നവർക്കൊന്നും എന്താ സംഗതി എന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് വരിക, ഒതുക്കണമെന്ന് പറയാ, ശംസുലമനോട് നോക്കാൻ പറയാ, അൽഹംദുലില്ലാഹ് പറയാ. എന്താ
ആളുകൾക്ക് ഒരു പിടുത്തവും കിട്ടാത്തപ്പോൾ ആളുകൾ കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുലമയുടെയും മുഖത്ത് നോക്കി. കണ്ണിയത്തൊന്നും പറയില്ലല്ലോ. ശംസുലമ തന്നെ കണ്ണിയത്ത് ഉസ്താദ്, ശംസുലമക്ക് കാര്യം എന്താണെന്നറിയാം, പക്ഷെ അദ്ദേഹം തന്നെ കണ്ണിയത്ത് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, ഉസ്താദ് ഇപ്പൊ ഈ ചെയ്തത് എന്താന്ന് ആർക്കും മനസ്സിലായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ കണ്ണിയത്ത് ഉസ്താദ് കണ്ടമിടറിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണിന്ന് വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് അത്തും വിത്തുമാണ്, എന്റെ ബുദ്ധി ശരിയല്ല എന്ന് ചില കുട്ടികളൊക്കെ പ്രസംഗിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. എന്റെ ബുദ്ധി ശരിയല്ലെങ്കിൽ ഒതു ശരിയാവൂലല്ലോ. ഒതു ശരിയാണ് നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, അള്ളാഹു എന്റെ ബുദ്ധിക്ക് ഒരു കുഴപ്പവും വരുത്തിയിട്ടില്ല, എന്റെ ഇബാദത്ത് പഴക്കൂലല്ലോ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അതാണ് കണ്ണിയത്ത്. ആ കണ്ണിയത്തിനെതിരെയാണ് കേസ് കൊടുത്തത്. ശരിയാണ്. ആ കണ്ണിയത്ത് ഉസ്താദിന്റെ നിലപാടെന്താ? ആക്ഷേപിച്ചപ്പോ ആക്ഷേപം എന്നിലുണ്ടോ എന്ന് പഠിക്കുക ചെയ്തു. ഈ കണ്ണിയത്ത് ഉസ്താദ് സമൂഹത്തിന് കാഴ്ചവെച്ച മാർഗരേഖ എന്താ? അവരെ തുടർന്ന് ജീവിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? അവര് പോയ വഴിയാണ് ശരിയായ വഴി എന്ന് പടച്ചോ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? എങ്ങനെയൊക്കെ പറഞ്ഞു തന്നു? ഓരോന്നെടുത്തുകൾ. ഈ ഭിന്നതയുണ്ടായതിന്റെ ശേഷം മരണപ്പെട്ട പ്രമുഖരായ പണ്ഡിതന്മാരെ പഠിക്കും. ഒന്ന് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമ തന്നെ അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. ഏറ്റവും കൂടുതൽ ആരോപണ വിധേയൻ അദ്ദേഹമാണ്. 96 അദ്ദേഹം മരിക്കുന്നു. 89 ഇവര് വേറെ പാർട്ടി ഉണ്ടാക്കി പോകുന്നു. അവര് പാർട്ടി ഉണ്ടാക്കിയപ്പോൾ ആരെ പ്രസിഡന്റാക്കിയത്? ശംസുലമന്റെ ദർസിൽ 4 കൊല്ലം പഠിച്ചാണ്. കണ്ണിയത്ത് ഉസ്താദ് മുഷാവറിൽ വന്ന് 30 കൊല്ലം കഴിഞ്ഞിട്ട് മുഷാവറിൽ വന്നാണ്. ഒന്ന് വ്യത്യാസം മനസ്സിലാക്കുന്നത്. ആ മഹാനായ ശംസുൽ ഉലമ മരിക്കുന്ന സമയത്ത് പടച്ചറബ് നമുക്ക് കാണിച്ചത് ദലീൽ എന്തൊക്കെ? ഒന്നാമത്തെ ദലീൽ അദ്ദേഹം കെലിമ ചൊല്ലി മരിച്ചു എന്നുള്ളതാണ്. എന്തിനാണ് അദ്ദേഹത്തെ സുബൈക്ക് തന്നെ മരിപ്പിച്ചത്? എന്തിനാണ് അദ്ദേഹത്തെ ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ മരിപ്പിച്ചത്? അതിലൊക്കെ അള്ളാഹു ഒരു സിർ വെച്ചിട്ട് എപ്പോഴും മരിപ്പിക്കാനോ? എന്തിന്റെ സുബൈന്റെ സമയത്ത് ആരും ശബ്ദം ഉണ്ടാവും, ഒരു ശബ്ദം ഉണ്ടാകും, സൈലന്റ് അന്തരീക്ഷം. സുബഹിയുടെ സമയം സൈലന്റാ, അപ്പൊ എന്തോ കേൾക്കാണ്. 2 ബാങ്ക് വിളിക്കുമ്പോ തീരെ ആരും മിണ്ടൂല. അപ്പൊ എല്ലാവരും കേൾക്കണം ഈ സംഗതി. ഏത്? അദ്ദേഹം കെലിമ ചെല്ലുന്നത് ചുറ്റും നിൽക്കുന്നവർ കേൾക്കണം. ഒരു മനുഷ്യനും പുറത്ത് എവിടെ ഒരു ബഹളില്ലാത്ത സമയത്താ മരണം. ആ കെലിമ എന്തിനാ പഠിച്ചോ നമ്മൾ കേൾപ്പിച്ചത്? ഒരാൾ കെലിമ ചെല്ലിയാ പോരാ, സമത്വം അവിടെ നിലനിൽക്കണം. ഏറ്റവും കൂടുതൽ ആക്ഷേപ വിധേയനായ ശംസുലമക്ക് തുറന്ന കത്തെഴുതി വിശ്വാസം പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്ന് എഴുതിയ ശംസുലമ സമത്തെ വഴിപഴപ്പിച്ചു എന്ന് പ്രസംഗിച്ച ആളുകൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് അള്ളാഹു സുബഹിന്റെ സമയത്ത് ഉറക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഅദ്ദിന്റെ അവസാനത്തെ വാക്കിന് ഉച്ചരിക്കുന്നതായി കാണിച്ചു. എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്ക ഉച്ചരിക്കാൻ പടച്ചറപ്പ് മരണസമയത്ത് ആർക്കെ അവസരം കൊടുക്കും? ജീവിതം നന്നായവൻ. നമൂതു അലാ മാ നഹിയാ വ നുബഅതു അലാ മാ നഹിയാ. ജീവിച്ചതനുസരിച്ചാണ് മരണം, അതനുസരിച്ചാണ് പുനരുദ്ധാനം. തമൂതൂന കമാ തഈശൂൻ. ജീവിതം പോലെയാണ് നിങ്ങൾ മരിക്കുക എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ശംസുലമ ശരിക്കും ഉറക്ക കിലിമണി ചൊല്ലി. അവസാനത്തെ വാക്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ എപ്പോഴും പറയും ആഖിറു അൽഫാദില്ലാദാനി മുഖാരിനുൻ ലിഅൻഫാസിഹിൽ ഉഖറല്ലതി ലം തുഅകബി. എന്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്ത്, ആത്മാർത്ഥമായി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ കേൾക്കുന്ന മുഴുവൻ ആളുകൾ മനസ്സിലാക്കിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെലിമ ശരിക്ക് ശൈഖുനെ കൊണ്ട് പടച്ചറപ്പ് ഉച്ചരിപ്പിച്ച് മരിച്ചത് ആ ശൈഖുനാക്ക് ഒരു ഇഞ്ച് പഠിച്ചു പോയിട്ടില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ശൈഖുന നിന്നേടത്ത് നിങ്ങൾ നിൽക്കണം. അതിന് നിന്ന സ്ഥലമേതാ? വരക്കല തങ്ങളാണ് സമത്വം ഉണ്ടാക്കിയത്. ആ വരക്കല തങ്ങൾ കടന്നുറങ്ങുന്ന മക്കാമാണ് സമത്വക്ക് തെരഞ്ഞെടുത്തത്. ബഹുമാനപ്പെട്ടവരുടെ മയ്യത്ത് വെക്കാൻ, നന്ദി ദാറുസലാമിന്റെ മുമ്പിൽ മയ്യത്ത് വെക്കാൻ ചിന്തിച്ചതാണ്. മക്കൾക്കത് പരാതിയുണ്ടെങ്കിൽ ഷെയ്ഖിന്റെ പള്ളിയിൽ കബറൊരുക്കാൻ അവർ റെഡിയായതാണ്. അതുമല്ലെങ്കിൽ വീട്ടിന്റെ മുമ്പിൽ ഒരു കബറൊരുക്കാൻ അവർ റെഡിയായതാണ്. മക്കൾക്ക് 12,000 ശിഷ്യന്മാരെ സന്ദർശനം മതി. 3 സ്ഥലം പോയി ഷെയ്ഖുനെ തെരഞ്ഞെടുത്തു. എന്റെ കബർ വരക്കല തങ്ങളെടുത്തായിരിക്കണം. എന്തിനാ? സമത്വക്കെതിരെ വലിയ ആക്ഷേപമുണ്ടായി, സെക്രട്ടറിക്കെതിരെ ആക്ഷേപമുണ്ടായി. മുല്ലക്കോയ തങ്ങളെ സമത്വം തന്നെയാണ്. അത് തെളിയിച്ചു കൊടുക്കാൻ ബാനി ഹദറത്തിന്റെ മക്കാമ അസ്വരി തങ്ങളെ കൊണ്ട് വിലക്കെടുപ്പിച്ചു. ഉണ്ടെങ്കിൽ സമത്തിന്റെ സ്ഥാപക നേതാവ് അസ്വരി തങ്ങൾ, സമത്തിന്റെ സ്ഥാപക നേതാവ് മുല്ലക്കോയ തങ്ങളെ കബറിന്റെ സ്ഥലം കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങി സമത്ത. ചുറ്റുവട്ടത്തിന് പൈസ കൊടുത്തു, മക്കാമിന് പൈസ ഒന്നുമില്ല. ആ പള്ളിയും മക്കാമും ഫ്രീ, ചുറ്റുവട്ടത്തെ സ്ഥലത്തിന്റെ വില. അത് വാങ്ങിയിട്ടുണ്ട്, പരിപാലിച്ചു. ഷെയ്ഖുനന്റെ കബർ അവിടെ വെച്ചു. എന്താ? ഷെയ്ഖുന ശംസുലമ ശരിക്ക് മുല്ലക്കോയ തങ്ങളെ പാതയാണ് വളർത്തിയത്. റസൂലുള്ളാഹിനെ സിദ്ദീഖ് തങ്ങളെടുത്ത് മറവ് ചെയ്ത് പറയും. സിദ്ദീഖ് തങ്ങളെ ഖലീഫയായപ്പോ കുറെ ആൾക്കാർ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. സക്കാത്ത് തരൂല എന്ന് പറഞ്ഞ ആൾക്കാർ, കള്ളപ്രവാചകന്മാര്, ഉസാമന്റെ സൈന്യത്തേക്കാൾ സിദ്ദീഖ് എന്താ അധികാരം നിയോഗിച്ച ആൾക്കാർ എന്ന പോലെ ഷെയ്ഖുന ശംസുലമക്കെതിരെ ഉറഞ്ഞു തുള്ളിയ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗദയിലേക്ക് സിദ്ദീഖ് തങ്ങളെ അടക്കം ചെയ്തുകൊണ്ട് ലോകം അടക്കി നിർത്തിയെങ്കിൽ
ശംസുലമയെ ബഹുമാനപ്പെട്ട വരക്കല തങ്ങളെ മക്കാമിൽ അടക്കം ചെയ്തുകൊണ്ട് പടച്ചറബ് നമുക്കത് കാണിച്ചു. മുല്ലക്കോയ തങ്ങൾ എവിടെയുള്ളത്? അവിടെയാണ് ശൈഖുന ശംസുലമുള്ളത്. അതാണ് സമത്ത. കൂടുതലൊന്നും നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹു ശൈഖുന കൊടുത്ത വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കാൻ പടച്ചറബ് തൗഫീക്ക് നൽകുമാറാവട്ടെ. അദ്ദേഹം 96 മരിച്ചത്. 89 ഇവർ മാറിപ്പോയത്. എങ്ങനെ മാറി? ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണ്. അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേസ് നടത്തി. കേസ് അവരെ സ്റ്റേ തള്ളിയപ്പോ 989 കഴിഞ്ഞു. ഡിസംബറിൽ കേസ് നടത്തി. ഒരു മാസം കേസ് നടത്തി. 89 കഴിഞ്ഞ് 90 88 കഴിഞ്ഞ് 89 89 ജനുവരി മാസം 16 തീയതി പൂർണ്ണ മുഷാവറ കൂടിയിട്ട് എല്ലാവരും ഉണ്ട്. ഈ പറഞ്ഞ മറുവശത്തുള്ള മുഴുവൻ ആൾക്കാരും 6 പേരും പുറത്താക്കപ്പെട്ടവരൊക്കെ എല്ലാവരും കൂടി മുഷാവറ കൂടി ചർച്ച ചെയ്തപ്പോ എല്ലാവരും പറഞ്ഞു, ഏതായാലും കേസായി, കൂട്ടായി, പ്രശ്നമായി, കേസ് കൊടുത്തോലെ അപ്പൊ തന്നെ പുറത്താക്കാം. സമത്തിൽ വിശ്വാസമില്ലാന്നും സമത്തിന്റെ പ്രവർത്തനം റിസീവർ ഏൽപ്പിക്കണമെന്നും സമത്തിന്റെ പ്രവർത്തനം ശരിയില്ല എന്ന് പറഞ്ഞ ആൾക്കാർ അപ്പം തന്നെ പുറത്താക്കാം. പക്ഷെ നമ്മുടെ നേതാക്കന്മാർ എടുത്തിയാടില്ല. നമ്മുടെ നേതാക്കന്മാർ ഒന്നുകൂടി ക്ഷമിച്ചിട്ട് പറഞ്ഞു, ഏതായാലും ഇത്രക്കായല്ലോ, ഇനി നമുക്ക് എല്ലാം നിർത്തിയേക്കാം. സമ്മേളനം വേണ്ട, ഒന്നും വേണ്ട, ഒരു സമ്മേളനം നടത്തി എന്തായാലും പ്രശ്നം. അവിടെ ഇപ്പൊ സമ്മേളനം തന്നെ വേണ്ട. നല്ലൊരു തീരുമാനമല്ലേ? നമുക്ക് സമ്മേളനം ഉണ്ടാക്കി ഭിന്നിക്കാനല്ലോ, സമത്വ വലുതാവാനല്ലേ? നമുക്ക് സമ്മേളനം തന്നെ വേണ്ട. 89 ജനുവരി 16 മുഷാവറ തീരുമാനം ചേളാരിലിന്റെ മിനിസ്റ്റർ എല്ലാവരും ഒത്തു സമ്മതിച്ച് ഐക്യകണ്ഠ്യേന പറഞ്ഞു, സമ്മേളനം ഒന്നും വേണ്ട, 2 സമ്മേളനം നിർത്തിവെക്കാം. മധ്യമേഖലക്കാർ പറഞ്ഞു ഞങ്ങൾ നിർത്തി, മറ്റവരും പറഞ്ഞു ഞങ്ങൾ നിർത്തിവെച്ചു. തീരുമാനമെടുത്ത് പുറത്തിറങ്ങിയപ്പോ ഇവരെന്ത് ചെയ്തു? പത്രക്കാരൻ നിങ്ങളെന്താ സമ്മേളനം നടത്തുന്നില്ലേ എന്ന് ചോദിച്ചു. നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അവർ സമ്മേളനം നടത്തി. മുഷാവറിൽ തീരുമാനം വേണ്ടാന്ന് പുറത്തുപോയി നടത്തി. ശരിയോ തെറ്റോ നിങ്ങൾ പറ. സമ്മേളനം നടത്തിയപ്പോ ആ സമ്മേളനത്തിൽ 6 മുഷാവറ മെമ്പർമാർ പങ്കെടുത്തു. ആ 6 മുഷാവറ മെമ്പർമാരെ സമത്വം നിരീക്ഷിച്ച് 89 ഫെബ്രുവരി 18 യോഗം ചേർന്ന് ആണ് പുറത്താക്കി. ഫെബ്രുവരി 18 യോഗം ചേർന്ന് 40 അംഗ മുഷാവറിൽ 6 പേരെ പുറത്താക്കി. 6 പേർക്കെതിരെയാണ് നടപടി. അങ്ങനെ അവരിനി പലതും പറയും, പല രീതിയിലും പ്രചരിപ്പിക്കും. 6 പേരെ പുറത്താക്കിയപ്പോൾ 34 പേര് പുറത്ത്, 34 ആളെ പുറത്തും 6 ആളെ പുറത്ത്. ഇനി 34 വേണ്ട, 2 എണ്ണം മതി. ഒരു കണ്ണിയത്തും ഒരു ശംസുലമി മാത്രം മതി, വരാനും വേണ്ട. കാരണം അവരാ ഗുരുനാഥന്മാർ. 2 ഗുരുനാഥന്മാര് മതി. പക്ഷെ 2 ഗുരുനാഥന്മാരെ കൂടെ 34 ആൾ ഉറച്ചു. 6 പേര് അപ്പുറത്തും 34 പേര് പുറത്തും. സമത്തിൽ പിളർപ്പുണ്ടായിട്ടില്ല. 6 ആളെ പുറത്താക്കിയിട്ടില്ല. ഈ പുറത്താക്കിയവരെന്താ ചെയ്യേണ്ടത്? ആ പുറത്താക്കിയവർ ചെയ്യേണ്ടത് മാപ്പ് പറയാൻ വേണ്ടത്. ഉസ്താദുമാരെ പുറത്ത് മാപ്പ് പറയുന്നതിന് പകരം അവർ അരവിന്ദാക്ഷമേനോന്റെ അടുത്ത് പോയി പുതിയൊരു സമത്വം ഉണ്ടാക്കി. അരവിന്ദാക്ഷമേനോൻ പറഞ്ഞു, നിങ്ങൾക്ക് സമത്വം എന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം സമത്വക്ക് മിനിമം ആ 10 ആള് വേണം മുഷാവറിൽ. നിങ്ങൾ 6 ആളേ ഉള്ളൂ. 10 പേരുണ്ടെങ്കിൽ യോഗം ചേരാൻ 6 പറ്റൂല. അവിടെ നിങ്ങൾ പേരിട്ടോ സമത്ത, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാം, ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാം. അത്രമാത്രം മതി. ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി ഇന്ന് വരെ മഹല്ലത്തുകളിൽ ഭിന്നത ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ എത്ര മദ്രസയ്ക്ക് ചുമര് വെച്ചു, എത്ര സ്ഥലത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കി. എന്തേ ഇതിന്റെ ആവശ്യം? കണ്ണിയത്തിന് പഴിച്ചോ? ശംസുലമക്ക് പഴിച്ചോ? ചേളാരി വിദ്യാഭ്യാസ ബോർഡ് പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതിക്ക് വല്ല കുഴപ്പമുണ്ടായോ? ലക്ഷങ്ങൾ പഠിക്കുന്നു, സമത്വം മുന്നോട്ട് പോകുന്നു, വല്ല പ്രശ്നമുണ്ടോ? മാത്രമല്ല അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ തീരുമാനം നോക്ക് നിങ്ങൾ. അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കൾ ചെയ്ത തീരുമാനം സമത്തയിൽ മുമ്പും ഭിന്നിപ്പുണ്ടായിട്ട് ഞാൻ ഉദാഹരണം പറയാം. സമത്തയിൽ മുമ്പുണ്ടായ ഭിന്നിപ്പിൽ വെച്ച പ്രധാനപ്പെട്ട ഒരു ഭിന്നിപ്പാണ് അഖില കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായത്. അഖില കേരള ജമിയത്തുൽ ഉലമ 1960 സമത്തെ പിടിച്ചു കുലുക്കി. പണ്ഡിതന്മാർ അപ്പുറത്ത് പോയി. തബ്ലീഗ് തെറ്റാന്ന് പറഞ്ഞതാണ് സമത്തക്കുണ്ടായ കുഴപ്പം. CH ഹൈദ്രോസ് മുസ്ലിയാർ സമത്തിന്റെ ഒരു പ്രധാന പണ്ഡിതനെ. ആ മഹാനായ മനുഷ്യൻ സമത്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രിയപ്പെട്ട ഉസ്താദ് അഖില കേരള ജമിയത്തുൽ ഉലമയിൽ പോയി. നല്ലോണം കേൾക്കണം പെണ്ണുകൾ. CH ഹൈദ്രോസ് മുസ്ലിയാർ ഉസ്താദ് അഖില കേരള ജമിയത്തുൽ ഉലമയിൽ പോയി. ബഹുമാനപ്പെട്ട ഹൈദ്രോസ് മുസ്ലിയാർ ഈ ഉസ്താദ് വിളിച്ചിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഹൈദ്രോസുലിയോട് പറഞ്ഞു, നിങ്ങൾ ഇനി മുതൽ അഖിലയിൽ പ്രവർത്തിക്കണം. ഉസ്താദാ പറഞ്ഞു. ഹൈദ്രോസുലിയാർ ആകെ വറച്ചുപോയി. ഇക്കാലം അത്രയും സമത്വത്തിന് വേണ്ടി പ്രവർത്തിച്ച് ഇനിയിപ്പോ എങ്ങനെ അഖിലയിൽ പ്രവർത്തിക്കാം? എന്നാ ഉസ്താദ് പറഞ്ഞ എങ്ങനെ കേൾക്കാതിരിക്കുക? 2 ദിവസം ഹൈദ്രോസ് മുസ്ലിയാർക്ക് ഉറക്കം വന്നില്ല. ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഉറങ്ങാൻ പോലും പറ്റാതെ ഹൈദ്രോസ് മുസ്ലിയാരെ വിഷമിച്ചിങ്ങനെ നിൽക്കുക. ഉറക്കം വരുന്നില്ല. കാരണം സമത്തിൽ പ്രവർത്തിക്കാതെ പറ്റൂല. എന്നാൽ അഖിലയിൽ പ്രവർത്തിക്കണം എന്ന ഉസ്താദ് പറഞ്ഞു. എന്ത് ചെയ്യും? കുടുങ്ങി. അപ്പോഴാണ് ഹൈദ്രോസ് മുസ്ലിയാർ ഒരു തീരുമാനത്തിലെത്തിയത്. എന്ത് കാര്യം ചാപ്പനങ്ങാടി ഉസ്താദിനോടാ ചോദിക്കാറുള്ളത്. വലിയായ ചാപ്പനങ്ങാടി ഉസ്താദിന്റെ അടുത്ത് പോയി ചോദിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് കേട്ടത് ചാപ്പനങ്ങാടി ഉസ്താദ് കോട്ടക്കല പാലപ്പുറ പള്ളിയിൽ റൂം അടിച്ച് സൽവത്തിലിരിക്കാൻ ആരും കാണൂല. കൊല്ലത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ കുറച്ച് ദിവസം ഉണ്ടാവും.
പടച്ചോനെ ചോദിക്കാനും പറ്റില്ല, ഇനിയിപ്പോ എന്താ ചെയ്യാ. അത്തരമൊരു പ്രത്യേക ഘട്ടം വന്നപ്പോ, ഉറങ്ങാൻ പോലും കഴിയാത്ത 3-ാമത്തെ ദിവസം വന്നപ്പോ ബഹുമാനപ്പെട്ട ഹൈദ്രോസിസ്കാർ തീരുമാനിച്ചു, ഇനി എന്തായാലും ചോദിക്കന്നെ. ഉത്തരം കിട്ടിയാലും ഉത്തരം കിട്ടിയില്ലെങ്കിലും വേണ്ട, നേരെ പള്ളിയിൽ ചെന്ന് പറയാ. പറഞ്ഞു പോലും ഒരു അസുമോട് കൂടി നേരെ രാത്രി പാലപ്പുറം പള്ളിക്കാണ് നടന്നു. ഇത് ഹൈദ്രോസിസ്കാർ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സ്മരണികയിലുണ്ട്, അദ്ദേഹത്തിന്റെ മക്കളോട് ചോദിച്ചാൽ അറിയുമേ. നിങ്ങൾ ശ്രദ്ധിക്കണം, നേരെ പാലപ്പുറം പള്ളിക്കാണ് നടന്നു രാത്രി. ഹൽവത്തിലിരിക്കുന്ന മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങട് സാർ. പുറത്തിറങ്ങൂല, നിസ്കരിക്കാനും ഭക്ഷണത്തിനും ഒന്നും ഇറങ്ങിയിട്ട് അപ്പത്തനകത്തേക്ക് ഒരാരോടും കൊണ്ടൂല. പക്ഷേ സമത്തിന്റെ കറാമത്ത് ഹൈദ്രോസിൽ ഇങ്ങനെ കയറി ചെല്ലുമ്പോ അരണ്ട വെളിച്ചത്തിൽ പള്ളിന്റെ പൂമുഖത്ത് ഇങ്ങനെ ഒരാളെ കാത്തു നിൽക്കുന്ന മാതിരി ഒരാൾ നിൽക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ രാത്രി ആരാ നോക്കുമ്പോ ചാപ്പനങ്ങട് സാദാ വരാൻ പറഞ്ഞിട്ട് ഒരാളെ കാത്തുക്കുന്ന മാതിരി സമത്തിന്റെ കറാമത്ത. കാത്തിങ്ങനെ നിൽക്കുക. കാത്തിങ്ങനെ നിന്നു. ഹൈദ്രോസിലേക്ക് ചെന്ന് സലാം പറഞ്ഞു, വഅലൈക്കും അസ്സലാം. ഹൈദ്രോസിലേക്കൊന്നും മിണ്ടാൻ കഴിയില്ല. കാരണം എന്താ, ഇങ്ങനൊരവസ്ഥ അദ്ദേഹം പ്രതീക്ഷയല്ല. ഇങ്ങനെ കാണൂലെന്ന് വിചാരിച്ച് വന്ന ആള് മുന്നിൽ നിൽക്കുകയാണ്. ഹൈദ്രോസിലൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. ചാപ്പനങ്ങാട് ഉസ്താദ് ഹൈദ്രോസിലെ തോളത്ത് കൈവച്ചിട്ട് പറഞ്ഞുത്രേ, ഇത് സമസ്തയാണ്, മഹാന്മാരുണ്ടാക്കിയ സംഘടനയാണ്, അതിൽ ഉറച്ചു നിൽക്കണം, ബാക്കിയുള്ളതൊക്കെ പോയിക്കോളും. മനസ്സിലെടുത്ത് വായിച്ചിട്ടാണ് മറുപടി. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണുവാൻ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോവർ. ഹൈദ്രോസിലാരോട് ചാപ്പനങ്ങാട് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു എന്ന് ഹൈദ്രോസിലാർ പറയുകയും ഹൈദ്രോസിലാർ സമത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ആരായി ചാപ്പനങ്ങാടി എന്നറിയോ? അത് മനസ്സിലാക്കണം. ചാപ്പനങ്ങാടിന്റെ നാവിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ ചാപ്പനങ്ങാടിനെ അറിയണം. നിങ്ങൾ മലപ്പുറത്തൊന്ന് വാ, ഞാൻ 2 മനുഷ്യന്മാരെ കാണിച്ചു തരാം. ഒന്ന് ചെമ്മുക്കം കുഞ്ഞാപ്പു ഹാജി, ഒന്ന് തോപ്പിൽ കുഞ്ഞാപ്പു ഹാജി. കേട്ടിസ്ഥാനൊക്കെ കടപ്പടയിൽ ആ 2 മഹാന്മാർ ഇന്ന് മലപ്പുറത്ത് കോട്ടക്കൽ ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ആ 2 ആള് ചാപ്പനങ്ങാട് ഉസ്താദിനെ കൊണ്ട് സിയാറത്തിന് പോയി. ഉസ്താദിന്റെ താല്പര്യപ്രകാരം അവർ 2 ആൾ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. നേരെ നാവൂര് മുത്തുപേട്ട കഴിഞ്ഞിങ്ങനെ വരികയാണ്. കിളക്കര കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലെ ഗ്രാമത്തിൽ കൂടെ കാറിങ്ങനെ ഓടുക. വരികയാണ്. മെല്ലെ പോണുള്ളൂ. കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് ഒരു ഊടുവഴി നിന്ന് ചാടി റോട്ട് ഒരു കുട്ടിക്ക് കാറ് തട്ടി കുട്ടി കാറിന്റെ ഉള്ളിലായി. കാറിന്റെ ഉള്ളിൽ കുട്ടി പെട്ടതോടുകൂടി ചാപ്പനങ്ങാട് ഉസ്താദ് ഉറക്കെ പറഞ്ഞു, വണ്ടി നിർത്തണ്ട വിട്ടോന്ന്. എന്താണ് ആ വാക്കൊരു കുട്ടിക്ക് കാറ് തട്ടിയിട്ടേ? കാറ് ഡ്രൈവ് ചെയ്ത് തോപ്പിലെ കുഞ്ഞാപ്പാജിക്ക് ധൈര്യം വന്നില്ല. ആന നിർത്തി വണ്ടിയാണ് നിന്നു. ആളുകൾ ഓടിക്കൂടി വണ്ടിമേൽ അടിക്കലും ബഹളം വെക്കലും. ചാപ്പനങ്ങാട് ഉസ്താദ് അവരോട് പറഞ്ഞു, നിങ്ങൾ ആ കുട്ടീനെ എടുത്തു നോക്കിയെന്ന്. ഒരു സൗമ്യനായൊരു മനുഷ്യൻ അങ്ങനെ പറഞ്ഞപ്പോ, അദ്ദേഹത്തിന്റെ മുഖവും ഭാവമൊക്കെ കണ്ടപ്പോ ആൾക്കാർ വണ്ടിന്റെ അടിയിൽ പേടിച്ചിരിക്കുന്ന കുട്ടികളെ വലിച്ചു. കുട്ടിയുടെ എഴുന്നേറ്റുന്നു. കുട്ടിക്കൊരു മുറിവില്ല, പൊളിവില്ല, പ്രശ്നമില്ല, ഒടിവില്ല, ചതവില്ല. കുട്ടി നേരെ വരെ കൂടെ നടന്നു പോവാ. കുട്ടിനെ വരുന്ന കൈ പിടിച്ച് ഒരു കുഴപ്പം കുട്ടിക്കില്ല. കുട്ടി കളിക്കുന്ന കുട്ടികളെ കൂടെ ഓടിയാണ് പോയി. ചാപ്പനങ്ങാട് ഉസ്താദ് പറഞ്ഞു, ഞാൻ നിർത്തണ്ടെന്ന് പറഞ്ഞില്ലേ, വണ്ടിയാണ് പോകുന്നു. ഈ സംഭവത്തിന് സാക്ഷികളായ 2 മനുഷ്യന്മാർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാവും. ചാപ്പനങ്ങാട് ഉസ്താദിന്റെ വാക്കിന്റെ കറാമത്ത്, അല്ലെങ്കിൽ ആ കുട്ടി പൊടിയോ. ഇന്ന് അവർ 2 പേരും പറയുന്നു ആ വാക്കിന്റെ വില. അങ്ങനത്തെ നാക്കിന്റെ വിലയുള്ള മനുഷ്യനാണ്. അള്ളാഹു അത്ര വലിയ കറാമത്ത് കൊടുത്ത മഹാന. ചിന്തിക്കണം നിങ്ങൾ. അതിന്റെ വീട്ടിൽ തെങ്ങുണ്ട്. ആ തെങ്ങ് നല്ല തെങ്ങ, കായ്ക്കുന്ന തെങ്ങ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ മലപ്പുറത്തുകാരൻ ഒരു വെട്ടുകാരുണ്ട്. അയാളെ കൊണ്ടുവന്നു, പ്രഗത്ഭനായ വെട്ടുകാരൻ. ഇത് വെട്ടാനാണ് വിളിച്ചത് തെങ്ങിന്റെ മുകളിൽ നോക്കിയിട്ട് വെട്ടുകാരൻ ചോദിച്ചു, എന്തിനാണ് ഉസ്താദ് ഇത് വെട്ടുന്നത്? ഈ തോന്നിയ കുഴപ്പമില്ലല്ലോ, ഈ വെട്ടിക്കോ. 2 കൊത്തേ കൊടുത്തുള്ളൂ. 3-ാമത്തെ കൊത്താണ് വീണ്. ഉള്ള ആകെ പൊതിരായി പോയി. 2 കൊത്തേ വീണ്. 3-ാമത്തെ കൊത്ത് വേണ്ടിയെന്നില്ല വീണത്. അതെങ്ങാനും ഒരു കാറ്റടിച്ചാൽ വീടിന്റെ മുകൾക്കാ വീട്. അതിന്റെ ഉള്ളു ആകെ പതിരായി പോയത് ആരും കാണില്ല. അതിങ്ങനെ നോക്കിയാൽ കാണുന്ന മനുഷ്യനാണ് ചാപ്പനങ്ങാട് ഉസ്താദ്. ചില്ലറല്ല. ആ ചാപ്പനങ്ങാടിയാണ് ഹൈദ്രോസുലരോട് പറഞ്ഞത്, സമത്തിൽ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിന്നു. ആ ഹൈദ്രോസുലർ ഏത് SYSന്റെ സെക്രട്ടറി ആയിട്ടാണ് മരിച്ചത്? ഷംസുൽ ഉലമയുടെ സെക്രട്ടറി ആയിട്ടാണ് മരിച്ചത്. പഠിക്കണം നിങ്ങൾ. ഷംസുൽ ഉലമയുടെ സെക്രട്ടറി ആയിട്ടാണ് മരിച്ചത്. ആ മഹാനുഭാവൻ നിന്നിടത്തല്ല നിങ്ങൾ നിൽക്കേണ്ടത്. പെണ്ണുങ്ങളെ, നിങ്ങളെ കുട്ടികളെ നിർത്തേണ്ടത്. ആരെന്തെങ്കിലും വ്യാജം പറഞ്ഞു വന്നാൽ അതിന്റെ പിന്നാലെ നിങ്ങൾ പോകണ്ട. സമത്വ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഈ സമൂഹത്തിന് ദീൻ പഠിപ്പിച്ച സംഘടനയാണ്. ഇതിനെ ഏറ്റവും എതിർത്ത ഏത് വിഭാഗമാണെങ്കിലും അവർക്ക് കാണിച്ചു കൊടുക്കാനാണ് ശംസുലമയെ കെലിമ ചൊല്ലി മരിപ്പിച്ചത്. മാനു മുസ്ലിയാരെ ശരിക്ക് വമ്പിച്ചൊരു ജനക്കൂട്ടത്തെ കൊണ്ട് നിസ്കരിക്കാൻ സൗകര്യമുണ്ടാക്കി മരിപ്പിച്ചത്. മാനുലേക്ക് അന്ന് കോഴിക്കോട്ട് വരേണ്ട ഒരു കാര്യമല്ല. സമ്മേളനത്തിന്റെ തുടക്കത്തിൽ മാനു മുസ്ലിയാർ മരിച്ചാൽ സമ്മേളനം ഇല്ല. മധ്യത്തിൽ മരിച്ചാൽ സമ്മേളനം കലങ്ങും. കഴിഞ്ഞിട്ട് മരിച്ചാലോ ഒറ്റക്കുട്ടി നിസ്കരിക്കാണ്ടാവില്ല. പക്ഷേ ആ മഹാനായ മനുഷ്യൻ സമ്മേളനത്തിന്റെ പൂർണ്ണ ഭാഗം കഴിഞ്ഞ് ജനങ്ങൾ ഒഴിയാത്തൊരു സമയത്ത് പുറത്തിറങ്ങി മരണപ്പെട്ടു. മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുവന്നു.
സമത്തന്റെ ഓഫീസിൽ കയ്യമ്മ ചുറ്റി കുളിപ്പിക്കാൻ പോലും ഒരു മുണ്ടില്ല. കഫംപടോ വേണമെങ്കിൽ പള്ളിയിൽ പോയാൽ കിട്ടും. അപ്പോഴാണ് കാറിന്റെ മുമ്പിൽ ഒരു തോർത്തമുണ്ട്. എങ്ങനെ തോർത്തമുണ്ട് അവിടെ വന്നത്? അന്ന് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ മകളോട് ചോദിച്ചു വാങ്ങിയതാണ് തോർത്തമുണ്ട്, പുതിയ തോർത്തമുണ്ട്. മരണം മുന്നിൽ കണ്ടുകൊണ്ട് ആ മനുഷ്യൻ തനിക്ക് വേണ്ടി മുണ്ടൊരുക്കി വന്നു. സമത്തന്റെ ആലിമ്യങ്ങളെ പ്രത്യേകത. നമ്മളെ ആലിമ്യങ്ങളെ മുഴുവൻ മരിച്ചപ്പോ ഉമർ അലി ശിഹാബ് തങ്ങൾ മരിക്കുന്നതിന്റെ തലേ ദിവസം തന്നെ വീട്ടിലെ പുല്ല് ചെത്തിച്ചു. പണിക്കാരൻ ചോദിച്ചു, എന്തിനാ ഈ പുല്ല് ചെത്തുന്നത്? അത് ചെത്തിക്കോ, കാര്യം ഉണ്ടാവും. അവിടെയാണ് മയ്യത്ത് നിസ്കരിക്കാൻ ആളുന്നത്. ചെറുശ്ശേരി ഉസ്താദ് ഈ കൊല്ലം റമദാൻ കഴിഞ്ഞ് ക്ലാസ് ആരംഭിക്കുന്ന സമയത്ത് സിലബസ് ഇട്ടപ്പോ, ടൈം ടേബിൾ ഇട്ടപ്പോ എല്ലാ കൊല്ലം അദ്ദേഹത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? ദാറുഹുദയിലെ 11ാം ക്ലാസ്സിൽ മഹല്ലിയും 12ാം ക്ലാസ്സിൽ തോഫയും. 2 വിഷയം. ഇക്കൊല്ലം ടൈം ടേബിൾ ഇട്ട് ചോദിച്ചു, എനിക്കെന്താ ക്ലാസ്? ചോദിക്കേണ്ട കാര്യമില്ല, ഒരു കൊല്ലം ചോദിക്കലില്ല. കൊല്ലം ചോദിച്ചപ്പോ ടൈം ടേബിൾ ഇട്ട് കൊണ്ടുചെന്ന ആള് പറഞ്ഞു, ഉസ്താദെ 11ാം ക്ലാസ്സിൽ മഹല്ലി, 12ാം ക്ലാസ്സിൽ തോഫ, ഫൈനൽ 2 ക്ലാസ് അവിടെ ഉള്ള ലാസ്റ്റ്. ഉസ്താദ് പറഞ്ഞു, പറ്റൂല, ഒരു ഫിഖ് വെട്ടിയിട്ട് ഒരു ഹദീസിന്റെ കിതാബ് വെക്കണം. അപ്പൊ ഉടനെ തന്നെ ചെന്നു ഓഫീസിൽ സഹപ്രവർത്തകർക്ക് ചെന്നു, ഉസ്താദെ ഈ ഫിഖിന്റെ വിഷയം ഉസ്താദിനെ എടുക്കണം. ഈ 2 ക്ലാസ്സുകളിലായി 2 കൊല്ലങ്ങളിലായി കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ട തൊലാഖ്, നിക്കാഹ്, വഖഫ്, അതുപോലെ തന്നെ ഫറായിദ് ശരിക്കും പഠിപ്പിച്ചുകൂടിയാണ്. ഉസ്താദ് അല്ലാതെ ആരാ പഠിപ്പിക്കാത്തത്? ഒരു മഹലിൽ പോയി നിൽക്കുമ്പോൾ അന്തസ്സോടെ പറയാൻ കഴിയണ്ടേ? ഉസ്താദ് പറഞ്ഞു, അതൊന്നുമല്ല വിഷയം. എന്റെ ഉസ്താദുമാർ, എന്റെ മശായിഖുമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവസാന കാലത്ത് ഒരു ഹദീസിന്റെ കിതാബുമായി തഅല്ലുഖ് വേണം. ദാറുഹുദി പോയി ചോദിച്ചിട്ട് പഠിക്കുക. ഈ അവസാന കാലത്തുള്ള വാക്ക് എങ്ങനെ പ്രയോഗിച്ചത്? എങ്ങനെ അവസാന കാലമായി തോന്നിയത്? ഇക്കൊല്ലത്തിന്റെ തുടക്കത്തിലാണത്. നിങ്ങൾ നോക്കണം, റമദാൻ കഴിഞ്ഞ് ശവ്വാലിൽ ക്ലാസ് തുടങ്ങുമ്പോൾ എങ്ങനെ അവസാന കാലഘട്ടത്തിൽ എന്ന് പറയല്? അതിന് ആരവിടെ സംസാരിക്കണേ? അതിന്റെ ശേഷമല്ലേ ഈ ഗൗരവമുള്ള വിഷയം വന്നത്? എന്നതുപോലെ നോക്കുന്നെങ്കിൽ ബഹുമാനപ്പെട്ടവർ തന്റെ വീട്ടിൽ വലിയൊരു ഖുത്ബഖാനുണ്ട്. വാപ്പപ്പാവന്മാരുടെ കാലത്തുള്ള കിതാബ സ്വന്തം വാങ്ങി വെച്ചതും. ഇക്കൊല്ലം ദാറുഹുദിക്ക് വരുമ്പോൾ ഓരോ കിതാബ് ഇങ്ങനെ കൊണ്ടുവരും. കൂടുതൽ മുജലദുള്ളതാണെങ്കിൽ, കൂടുതൽ വാളുള്ളതാണെങ്കിൽ ഒന്നിച്ചുകൊണ്ടിരും. കൊണ്ടുവന്ന് വീട്ടിലെ സകല കിതാബും ദാറുഹുദിലെത്തി. എന്നിട്ട് പറഞ്ഞു, ഈ കിതാബ് എന്റെ വക വഖഫാണ്. എന്താ ഇക്കൊല്ലം തന്നെ വഖഫ് ചെയ്തത്? എന്താ ഇക്കൊല്ലം വഖഫ് ചെയ്തത്? ഇതുവരെ വഖഫ് ചെയ്യാതെ. അതിന്റെ ശേഷമാണ് രോഗം, അതിന്റെ ശേഷമാണ് മരണം. അപ്പൊ ഇക്കൊല്ലം മരണം അവർക്ക് മുൻകൂട്ടി പടച്ചറപ്പ് കൊടുക്കും, അറിവ് കൊടുക്കും. ആ മഹാന്റെ ജീവിതം എത്ര നൈർമല്യം! നിങ്ങളോർക്ക് കൊണ്ടോട്ടി അങ്ങാണെന്ന് മീൻ വാങ്ങി തൂക്കി പിടിച്ച് വീട്ടിക്ക് പോകും. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു, ഇതാണോ സമത്തന്റെ സെക്രട്ടറി? ഇതാണോ സമത്തന്റെ സെക്രട്ടറി? നമ്മൾ സഞ്ചരിക്കുന്ന കാറിന്റെ വലിപ്പമോ ധരിച്ച വസ്ത്രത്തിന്റെ വലിപ്പമാണോ പാണ്ഡിത്യന്റെ മാനദണ്ഡം? അത് ആര് പഠിപ്പിച്ചതാ? എന്താ പരിശുദ്ധ ദീനുൽ ഇസ്ലാം? എന്താ കാറൂനിയത്താണോ? അതോ അള്ളാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച തവാദു? മീൻ വാങ്ങി വീട്ടിൽ അവനാൻ കൊണ്ടുപോവാ. മൻ ഹമല ബിലാഅതുഹു, ഒരാളെ ചരക്ക് അയാൾ തന്നെ ചുമന്നു കൊണ്ടുപോയാൽ ഫഖദ് ബരിഅ മിനൽ കിബ്ർ, അവൻ കിബ്റിൽ ഒഴിവായി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ചെറുശ്ശേരി ചെയ്തു. ഒരു കിബ്റുമില്ല. തൃക്കരിപ്പൂർ സംയുക്ത ജമാഅത്തിന്റെ കാന്തിസ്ഥാനം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം ഏതോ ഒരു പള്ളി ഉദ്ഘാടനത്തിന് വരുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പള്ളി ഉദ്ഘാടനം ഞാനുണ്ട്. തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് നിസ്കാരം കഴിഞ്ഞിട്ട് സ്റ്റേജിലേക്ക് ഇതുപോലെ പോവാ. സ്റ്റേജിൽ ഇറങ്ങി വരിക. പള്ളിയിൽ ഇറങ്ങുമ്പോൾ ഉസ്താദിന്റെ ചെരുപ്പ് കാണാനില്ല. ഞങ്ങളിങ്ങനെ നോക്കി. ഉസ്താദ് പറഞ്ഞ ചെരുപ്പ് കാണാനില്ലല്ലോ. ഓരോരുത്തരും നോക്കി. അവിടുത്തെ കാരണന്മാരൊക്കെ നോക്കി. കാദിയുടെ ചെരുപ്പല്ലേ, സമത്തിന്റെ സെക്കൻഡ് ചെരുപ്പല്ലേ, അതിനനുസരിച്ചുള്ള ദറജുള്ള ചെരുപ്പ് എല്ലാവരും നോക്കണം. കാണാനില്ല. അവസാനം എല്ലാ ചെരുപ്പും എടുത്ത് എല്ലാവരും പോയി. അപ്പൊ നോക്കുമ്പോൾ തൊട്ട് ദൂരെ ഒരു ചെരുപ്പ് ഇങ്ങനെ മറിഞ്ഞെടുപ്പുണ്ട്. ഉസ്താദ് പറഞ്ഞാൽ ചെരുപ്പ് നിർത്തി നോക്കി. അപ്പൊ അവിടുത്തെ ഒരു കാരണവർ പറഞ്ഞത് അവായി ചെരുപ്പാണ് ഉസ്താദെ. അതന്നെയാണ് എന്റെ ചെരുപ്പ്, അതന്നെയാണ് എന്റെ ചെരുപ്പ്. അതിട്ടുകൊണ്ട് അദ്ദേഹം നേരെ സ്റ്റേജിൽ പോകുമ്പോ അദ്ദേഹം ചോദിച്ചു, ഈ ചെരുപ്പാണ് ഉസ്താദ് ഇട്ടത്? ചെരുപ്പല്ലേ, അത്രയൊക്കെ മതിയല്ലോ. കണ്ടോ? അതാണ് തവാദു, അതാണ് തവാദു. മഹാനായ സി എച്ച് ചൈതന്യ നിങ്ങൾക്കറിയോ? കുറ്റിപ്പുറത്തിന്റെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തൊരു പള്ളി. ഒരു ദിവസം ബഹുമാനപ്പെട്ടവർ ആ പള്ളിയിലേക്ക് രാത്രി 9 മണിക്ക് ശേഷം പള്ളി അടക്കാൻ നേരത്തെ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു പരിപാടി കഴിഞ്ഞ് വരാം. പിറ്റേന്ന് കാസർകോട്ടേക്ക് വണ്ടി കയറാനുള്ള വീട്ടിൽ പോണ്ട. ആ പള്ളിയിൽ വരുമ്പോ പള്ളിയിൽ അന്ന് ഇമാമില്ല. ഇമാമിന് പകരം ഡ്യൂട്ടി തൽക്കാലം ഒരു ചെറുപ്പക്കാരൻ കുട്ടി ഏറ്റെടുത്തി. അന്നത്തെ ദിവസം ഇമാമ് വീട്ടിൽ പോയതാ. ആ കുട്ടി ഉസ്താദിന്റെ നിസ്കാരം കഴിയുന്നവരെ കാത്തിട്ട് ഉസ്താദ് അവിടെ തന്നെ വല്ല കിടക്കാൻ പരിപാടി നടന്നപ്പോ കുട്ടി പറഞ്ഞു, ഉസ്താദെ പള്ളി കിടക്കാൻ പാടില്ല, ഒരു വഴിപോക്കനെ കുട്ടി എഴുതിയിട്ടുണ്ട്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഞാനൊരു പായ എടുത്തിട്ട് പുറത്ത് കിടക്കാം. കുട്ടി പറഞ്ഞു, പള്ളിയിൽ നിന്ന് പായ് പുറത്ത് കിടക്കാനും പാടില്ല. ആയിക്കോട്ടെ ഉസ്താദ്, കുട്ടി അടിച്ചു പോയിക്കൂടെ. കുട്ടി വാതിലടിച്ചു പോയി. ആ കുട്ടി വാതിലടിച്ചു പോയി. ഉസ്താദ് ആ ഹൗദിന്റെ കരയിൽ നനഞ്ഞ സ്ഥലത്ത് തന്റെ മുണ്ട് വിരിച്ച് തന്റെ സ്വലാത്തിന്റെ ഏട് പുറത്തെടുത്ത് വെച്ച് ബാഗ് തലക്ക് വെച്ച് കിടന്നു. ഈ കുട്ടി രാവിലെ പള്ളി തുറക്കാൻ വരുമ്പോ ഉസ്താദ് ആ ഹൗദിന്റെ കരയിൽ ഇരുന്നു കൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നു. കുട്ടി പള്ളി തുറന്നപ്പോ ഉസ്താദ് പള്ളിക്ക് കുട്ടിക്കാളെ മനസ്സിലായില്ല.
സുബൈന്റെ ബാങ്ക് വിളിച്ചു. അവിടുത്തെ കാരണന്മാരൊക്കെ നിസ്കരിക്കാൻ വന്നു. കൈ പിടിക്കലും മുത്തലും ഉസ്താദിനെ കൂട്ടി ചുംബിക്കലും ഒക്കെ കണ്ടപ്പോഴേക്ക് കുട്ടി ബേജാറായി. കുട്ടി അന്വേഷിച്ചു ധാര അത് സമത്തന്റെ ആലിമ CHI കുട്ടിയാകെ സങ്കടപ്പെട്ടു. കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഈ കുട്ടി ഉസ്താദിനെ മുമ്പ് ചെന്നിട്ട് പറഞ്ഞു, ഉസ്താദെ പറ്റിപ്പോയതാണ്, ഞാൻ ആളറിഞ്ഞിട്ടില്ല. ഉസ്താദ് കുട്ടിയുടെ തലക്ക് കൈവച്ചത് കൊണ്ട്, മോനെ നീ നിന്റെ ജോലി ശരിക്കും നിർവഹിച്ചു, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ആരെങ്കിലും ചോദിച്ചാൽ പള്ളിയിൽ കിടക്കാൻ സമ്മതിക്കരുത്, ആരെങ്കിലും പായെടുത്തും അനുവദിക്കും ചെയ്തിട്ടോന്നോ, നീ നിന്റെ പണിയെടുത്തത് നോക്ക്. നിങ്ങൾ ആ മഹാന് പറയാമായിരുന്നു, ഞാൻ CH ഹൈദ്രോസ് മുസ്ലിയാരാണ്. ആ കുട്ടി ആ നാട്ടിലെ സമ്പന്നന്റെ വീട്ടിൽ കൊണ്ടുപോയി AC റൂമിൽ ഉറക്കുമായിരുന്നു. അതാണ് ഒന്നും വേണ്ട. ഈ ഹൗദിന്റെ കരയിലെ നനഞ്ഞ സ്ഥലത്ത് ഉസ്താദ് ഉറങ്ങിയത് ഓർക്കുമ്പോ സങ്കടം വരുന്നില്ലേ? അതാണ് അദ്ദേഹത്തിന്റെ മർത്യത്തിൽ കണ്ട ഒരു കിഫായത്തിന്റെ കതിർ കൊണ്ട് ഭൂമിയിൽ നിന്ന് തൃപ്തിപ്പെട്ടു, അത് മതി. ഒന്ന് ജീവിക്കാനും ഇരിക്കാനുമുള്ള സൗകര്യം മതി. ഒരന്തസ്സോ നിഅമത്തോ ആഗ്രഹിച്ചില്ല. ഹലീമുൻ സബൂറുൻ കാന ഐന തസവ്വുഫി അദീമുൽ മതീലി യുഇറു ഖായിഫിൽ ഉമ്മതി. അതുപോലെ അതാണ് പറഞ്ഞ വാചകം. ഹലീമുൻ സബൂറുൻ കാന ഐന തസവ്വുഫി. തസൗഫിന്റെ ശരിയായ സൂഫിസം അതാണ്. നരേന്ദ്രമോദി കെട്ടിപ്പൊക്കിയതല്ല സൂഫിസം, ഇതാണ് സൂഫിസം. ജീവിതത്തിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന സൂഫിസം. അദീമുൽ മതീലി യുഇറു ഖായിഫിൽ ഉമ്മതി. അദീമുൽ മതീലാണ്, തുല്യതപ്പെട്ട വേറെ ആളുകൾ കാണൂല ജാതി. അദ്ദേഹം എവിടെ നിന്നാ മരിച്ചു നോക്ക്. അങ്ങനത്തെ മഹത്തുക്കളൊക്കെ സമത്വക്കൊപ്പം നിന്നാ മരിച്ചുപോയത്. ആ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്കൊപ്പം നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കണം. വേറുള്ളതൊക്കെ നിങ്ങൾ ആക്ഷേപിക്കണ്ട, ആരെയും കുറ്റപ്പെടുത്തണ്ട. നമ്മളിവിടെ ഒരു കളങ്കവും സമൂഹത്തിനും വിളിച്ചാൽ സമസ്തക്കെതിരെ ഒരു ആരോപണം വന്നിട്ടില്ലല്ലോ. നമ്മൾ അന്യായമായി പണം പിരിപ്പിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പേരിൽ വരെ അന്യായമായി പണം പിരിച്ചതാരാ? നമ്മൾ ഓരോ സമൂഹത്തിനും ഒരു ഭിന്നത ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ പള്ളിക്കുമ്പിൽ പള്ളി ഉണ്ടാക്കിയില്ല. നമ്മൾ ഈ സമൂഹത്തിൽ ഒരു ഭിന്നതയുടെ ശബ്ദം ഉണ്ടാക്കിയില്ല. നമ്മൾ മാസം അർപ്പിച്ച് ജനങ്ങളെ ഭിന്നിപ്പിച്ചില്ല. നമ്മൾ സമത്വയുടെ സിലബസ് വാപ്പം മുതൽ പഠിച്ച ചെളരി സിലബസ്, അതനുസരിച്ച് പഠിച്ചു പോരുന്ന മദ്രസ. അവിടെ ശരിക്കും നിങ്ങൾ സമത്വയിൽ തൊട്ട് കളിക്കണ്ട. ആരാണെങ്കിലും ശരിക്ക് ചിന്തിച്ചോ. ശംസുലമയും കണ്ണിയത്തും നമുക്ക് പകർന്നു തന്ന അതേ സമത്വയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ശരിശ്ശേരി ഉസ്താദ് പകർന്നു തന്ന സമത്വം നമ്മുടെ മുമ്പിലുള്ളത്. ആ മഹത്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ കാഴ്ചവെച്ച മാർഗം അതാണ്. ആ മാർഗത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഞാൻ ദീർഘിപ്പിക്കുന്ന സമയം 11:45. മജ്‌ലിസുൻ നൂർ നമ്മൾ സംഘടിപ്പിച്ചു. നിങ്ങൾ ഓർക്കും, മലപ്പുറത്ത് ആ സാധു എന്റെ വീട്ടിൽ വന്നു. കാടാമ്പുഴയിലെ മുസ്ലിയാർ, അയാൾ കാടാമ്പുഴക്കാരനാണ്. മധുരയിൽ പോയി ചികിത്സിച്ചു. അയാൾ അറിയപ്പെടുന്ന കണ്ണാശുപത്രിയിലെ മുഴുവൻ പോയി. ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ചെന്നു. അയാള് അങ്കമാലിയിൽ നിങ്ങളെ ഞരമ്പ് വീക്കാ, ശരിയാവൂലാന്ന് വിട്ടു ആ പാവത്തെ. നിരന്തരം മജ്‌ലിസുൻ നൂറിൽ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ ദുആയിൽ പങ്കെടുത്തു. കണ്ണിന്റെ കാഴ്ച കിട്ടി. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ഉള്ളുറപ്പോട് കൂടി വിളിച്ചാൽ ഉത്തരം കിട്ടും. അദ്ദേഹം ഇന്ന് കണ്ണു തുറന്ന് കാണുന്നു. എന്റെ വീട്ടിൽ അദ്ദേഹം നന്ദി, ഒരു സന്തോഷം പറയാൻ വന്നിരുന്നു. വെറുതെ അയാൾ എന്നെ കാണാൻ വന്നു, ഒരു കാര്യമില്ലാതെ എന്നെ കാണാൻ വന്നു. ആ മനുഷ്യൻ എന്നോട് വന്ന് സന്തോഷം പങ്കിട്ടു. എനിക്ക് കാഴ്ച കിട്ടി, അൽഹംദുലില്ലാഹ്. ഞങ്ങൾ ദ്വാരക്കണം, ചില്ലറ രോഗമൊക്കെ ഉണ്ട്. എന്നാലും മജ്‌ലിസുൻ നൂറിന്റെ ബർക്കത്ത, അത്തിപ്പറ്റ ഉസ്താദിന്റെ ദുആന്റെ ബർക്കത്ത ചിന്തിക്കും നിങ്ങളെ. അതാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ. അത് വേറെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കയ്യിലാണെങ്കിൽ അയാളെ കൊണ്ടു നടന്ന ദുന്യാവാകെ പിരിപ്പിച്ചിട്ട് പൈസ ഉണ്ടാക്കൂലേ? നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവന്നോ? ഞാൻ പ്രസംഗിച്ചപ്പോ കൊണ്ടു നടന്നോ? അയാളല്ല. അത് പണമുണ്ടാക്കാനുള്ള ഏർപ്പാടല്ല. ചിന്തിക്കണം നിങ്ങൾ. സമത്വ കളങ്കമറ്റ പ്രസ്ഥാനമാണ്. 100% അത്തിപ്പറ്റ സ്ഥാനം കണ്ടില്ലേ? നിലത്തിരുന്നേ ഭക്ഷണം കഴിക്കും. ഒരു റഫാഖിയത്വമോ മനുഷ്യനില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഗ്രേസ് വാലിയിലൊന്നുവാ. ഒരു ഭാഗത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, മറുഭാഗത്ത് ഇംഗ്ലീഷ് മീഡിയം കോളേജ്, തൊട്ടുപുറത്ത് സലാത്തിന്റെ ഹൽക്ക, തൊട്ടുപുറത്ത് ഇക്കുന്ന ഹൽക്ക. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. രണ്ടും ഒപ്പുണ്ട്. തസൗഫുണ്ട്, ഫിഖ്ഹുണ്ട്, ആധുനികതയുണ്ട്, സയൻസ് ഉണ്ട്, കമ്പ്യൂട്ടറുണ്ട്, ഒക്കെ ഉണ്ട്. അതാണ് സമത്വ. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയ സമത്വ. ആ സമത്വയാണ് സമൂഹത്തിന് ആവശ്യം. ഒരിക്കലും സമൂഹത്തെ വഞ്ചിച്ച ചരിത്രം സമത്വക്കില്ല. അവിടെ നമ്മുടെ പള്ളി, നമ്മുടെ മദ്രസ, പാപ്പമാര് നടന്ന പോലെ നടക്കണം. പാണക്കാട്ടെ തങ്ങൾ ഒഴിവാക്കിയിട്ടൊരു സമത്വമില്ല. പാണക്കാട്ടെ പൂക്കോയത്തങ്ങളും മുമ്പ് ബഹുമാനപ്പെട്ട ബാഫക്കിത്തങ്ങളും ഈ ഉമ്മത്തിന് കാണിച്ചൊരു മാർഗമുണ്ട്. ചാപ്പനങ്ങാടി ബാബുസിലേക്ക് കാണിച്ചൊരു മാർഗമുണ്ട്. ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. ഈ പണ്ഡിതന്മാരെ കൂടെ നിൽക്കണം. സമത്വയുടെ 40 അംഗ പണ്ഡിതന്മാരിൽ 6 പേരെ മാറിയിട്ടുള്ളൂ. നമ്മളവരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ 6 പേര് കൂടിയാൽ സമത്വയാവൂല.
40 അംഗ സമത്തയിൽ കണ്ണിയത്തും ശംസുലമയും മാത്രമുള്ളത് എവിടെ? അവരെ കൂടെ നിൽക്കണം. അതാണ് ശരി. അവരെ കൂടെയാണ് പാണക്കാട് ഉമർ അലി ശിഹാബ് തങ്ങൾ നിന്നത്, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നിന്നത്, ഇന്ന് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ നിൽക്കുന്നത്. അവിടെ നിങ്ങൾ നിൽക്കണോ? അതോ പാണക്കാട്ട് തങ്ങന്മാരെ ഈ സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ ശ്രമിക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കണോ? നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിച്ചോ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ആരെയും ആക്ഷേപിക്കുന്നില്ല. അർഹമുറാഹിമായ റബ്ബ് സത്യത്തിന്റെ കൂടെ നിൽക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. ഒരുമയോടെ സമത്തെ പഠിച്ച് സമത്തൊക്കൊപ്പം നിൽക്കാൻ നമുക്ക് തൗഫീക്ക് തരുമാറാവട്ടെ. ആരെങ്കിലും ഇത് പഠിക്കാൻ തയ്യാറില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാവട്ടെ. വഞ്ചനക്കൊരിക്കലും കൂട്ടുനിൽക്കരുതേ, ഇബ്ലീസിന്റെ കെണിയിൽ ഒരിക്കലും വീഴരുതേ, ഭിന്നത ഒരിക്കലും ഉണ്ടാകരുത്. ഇന്ത്യ ഇന്ന് ഭരിക്കുന്നത് ഫാസിസ്റ്റുകളാണ്. അവരോട് പോലും സൗഹൃദത്തോടെ ജീവിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ അവരെ ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള വശം ഒരിക്കലും നമ്മൾ തുറന്നു കൊടുക്കാൻ പാടില്ല. നമ്മളിവിടെ ഒരിക്കലും ഭിന്നിക്കരുത്. നമ്മളൊരു ഭിന്നിപ്പുണ്ടാക്കിയിട്ടില്ല. ഇത് ഒന്നിക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹം. ഒന്നിക്കണമെന്ന് തന്നെ. 40 അംഗങ്ങൾ ഉത്സവം 34 പുറത്ത് 6 അപ്പുറത്ത് പുഴ കടലിൽ ലയിക്കണം, കടൽ പുഴയിലേക്ക് പോകാറില്ല. അതാണ് നമുക്ക് എല്ലാവരോടും പറയാനുള്ളത്. ആ രീതിയിൽ ആലിമീങ്ങൾ അംഗീകരിക്കാൻ മുന്നോട്ട് വന്നാൽ സമത്വയിലെ പ്രശ്നം അവസാനിക്കും. നമ്മുടെ മദ്രസയ്ക്ക് ഒന്നിച്ചു പോകും. ഇന്നും നിങ്ങൾ നോക്ക്, സമത്വ കേരള ജമിയത്തുൽ നമുക്ക് കേരളത്തിൽ 9700 മദ്രസകൾ. മറുഭാഗത്ത് എത്ര മദ്രസ ഉണ്ടെന്ന് കൃത്യമായി പറയാറില്ല, എണ്ണം നമുക്ക് അറിയാറുമില്ല. അവിടെ തന്നെ നമ്മൾ ചോദിച്ചിട്ട് ഫലവുമില്ല. അവിടെയും ഇവിടെയൊക്കെ ഉണ്ട് എന്ന് പറയുകയല്ലാതെ പറയാറില്ലല്ലോ. 1,00,000 മുഅല്ലിമീങ്ങളുടെ സമത്വക്കൊപ്പം ആ സമത്വ ചെയ്ത സേവന പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ സാമൂഹ്യ പ്രവർത്തനമാണ് സമത്വ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനതിപ്പോ വിശദീകരിക്കുന്നതിൽ ആവശ്യമുണ്ടെങ്കിൽ ആവാം. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ സമത്വ കേരള ജമിയത്തുലമയെ കുറിച്ച് പഠിച്ച് അറിഞ്ഞ് ഒന്നും വേണ്ട, നമുക്ക് ഈ മജ്‌ലിസുൻ നൂർ മതി, നമുക്ക് ഈ മജ്‌ലിസുൻ നൂർ മതി. അതാണ് ഇന്നാളൊരു ദിവസം എന്റെ വണ്ടിയിൽ പോകുന്ന ആരോ ഒരാൾ പറഞ്ഞു, നമുക്ക് എന്താ പേടിക്കാൻ, ശംസുലമയും മജ്‌ലിസുൻ നൂറും സുപ്രഭാതം ഉണ്ടാകും, നമുക്ക് എന്താ പേടിക്കാന്ന് വെച്ചു. അയാൾ ചോദിച്ചാൽ വിശ്വാസമാണ്. ഉപരി പറഞ്ഞാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് വളരെ നല്ല രീതിയിൽ മാർഗരേഖ കാണിച്ചെന്ന ആ മഹാനായ ശംസുൽ ഉലമയുടെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സൽക്രമമായി സ്വീകരിക്കുമാറാവട്ടെ. തെറ്റുപറ്റാതെ സുന്നത്യമായത്തിന്റെ പന്ഥാവിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെ തുണക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ലളിതമായ വാക്കുകൾക്ക് വിരാമമിടുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.